ഞാനും ബോംബെ പോയ ആളാ. പക്ഷേ സത്താർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാന്ന് സത്താർ പറഞ്ഞിട്ടുണ്ട്, നമുക്കറിയുകയും ചെയ്യാം. പക്ഷെ ഞാൻ ഒരു നിഴൽ ടെക്നിക്ക് ഇവിടെ കാണിക്കാൻ പോവാണ്. നിഴലില്ല എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതുവരെ കേരളം കണ്ടിട്ടില്ലാത്ത നിഴലില്ലായിക. അതിൽ രണ്ടുപേരുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ജാലിയ വാലിയുടെ ഓമനപുത്രൻ ഇമ്രാൻ ജാലിയ വാല. രണ്ടാമത്തെ ആള് ഞാൻ തന്നെയാണ്. ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് ഒരു മുടി ചെക്ക് ചെയ്യാം. ജാലിയ വാലിയുടെ ഈ ശേഖരങ്ങളുടെ റൂമിലിരുന്ന് ചെക്ക് ചെയ്യുന്നത് കണ്ടോളൂ. ആ ക്ലിപ്പ് വരുന്നതോടെ ഏറ്റവും വലിയ വഞ്ചനയുടെ തട്ടിപ്പിന്റെ രൂപഭാവങ്ങളൊക്കെ പൊളിയും. വരട്ടെ ക്ലിപ്പ്. സൗണ്ട് മ്യൂട്ടായി, സൗണ്ട് മ്യൂട്ടായി. കണ്ടോളൂ. രണ്ടു മൂന്ന് വിധത്തിൽ കാണാം. ഉസ്താദ് പറഞ്ഞേക്കായാലും ഇങ്ങനെ കാണാം. വെള്ളത്തിൽ മുക്കുന്നത്, വെള്ളത്തിൽ മുക്കിയിട്ട് രണ്ടാമത് എടുക്കുന്നത് നിങ്ങൾ കണ്ടോളൂ. ഞാൻ പറയുന്നത് കേട്ടോണ്ട് കണ്ടാൽ മതി. അതിനൊരു സൗണ്ട് വേണമല്ലോ. വെള്ളത്തിൽ മുക്കി എടുക്കുന്നത് ഇതിന്റെ ദൂരം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്, അല്ലാതെ കഴുകാനോ ക്ലിയറാക്കാനൊന്നല്ല. ദൂരം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ടെക്നിക്കാണത്. എനിക്കും കിട്ടിയിട്ടുണ്ട് മുടി, 3 എണ്ണം എന്റെ അടുത്തുണ്ട്. വിശ്വാസമുള്ളവർക്ക് വീട്ടിലേക്ക് വരാം, വെള്ളം തരൂല എന്ന് മാത്രം. നോക്കിക്കോളൂ. കണ്ടോ? നേല് കാണുന്നുണ്ടോ? നേലില്ലാത്ത ഭാഗങ്ങൾ കാണുന്നില്ല. അതില് നേലുള്ളതും ഇല്ലാത്തതും ഒക്കെ കാണുന്നില്ലേ? ഒന്ന് പറയണം സദസ്. ഞാൻ കാണുന്നില്ല. അവിടുന്ന് പല ഭാഗമുണ്ട് ഇല്ലേ? ലൈറ്റ് ഇങ്ങനെ ഉള്ളതുകൊണ്ട് അത്രേ മനസ്സിലാവുള്ളൂ. ഉണ്ടല്ലോ, നേലുണ്ടതും ഉള്ളതും ഇല്ലാത്തതും ഇല്ലേ? ഇവിടെ ഉണ്ടല്ലേ, ഇല്ലാത്തതും ഇല്ലേ? നേലില്ലാത്തതില്ലേ? നേലില്ലാന്ന് നിങ്ങൾ കണ്ടില്ലേ? കണ്ടില്ലേ? എന്നാ തൽക്കാലം നിർത്തിയേക്ക്. ഇതാരെ മുടിയാന്നറിയോ? ഇവിടെ നിന്ന് തിരിച്ചു കൊണ്ടുപോയ അമ്മ മുടി എന്ന പേരിൽ പറഞ്ഞു കൊടുത്തയച്ച മുടിയാണ് ഈ പരിശോധന നടത്തിയിരിക്കുന്നത്. അതിന്റെ ഉത്തരവാദിത്വം ഇവിടെ ഏറ്റെടുക്കാൻ ഉസ്താദുണ്ട്. ഉസ്താദ്, അത് ആ മുടി തന്നെയല്ലേ? ഇവിടുന്ന് കൊണ്ടുപോയാല് അമ്മുന്റെ മുടിയല്ലേ വെച്ചത്? ആണല്ലോ, അത് സംശയമില്ലല്ലോ. കൊടുത്താഴ്ചയിൽ ഒരു മുടി അതുണ്ടായിട്ടില്ലല്ലോ. ഇത് ഞങ്ങൾ തമ്മിലുള്ള ചോദ്യം വളരെ കൃത്യമാണ്. ഈ ചോദ്യം ഞാൻ അന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് വേണ്ടി കോഴിക്കോട് സിറ്റി കമ്മീഷണറുടെ അടുത്ത് നിന്ന് ഇമ്രാൻ ദാദാനി എന്ന അവിടുത്തെ ഒരു സുന്നി പ്രവർത്തകൻ, ഹാഫിദ് ഉസ്താദാണ് അയാളെ സെറ്റ് ചെയ്തത്. അയാളാണ് വന്നിട്ട് വാങ്ങിച്ചത് ഇയാൾക്ക് വേണ്ടി. അയാളെ കോഴിക്കോട് സ്വീകരിച്ച് കൊണ്ടുപോയി അവിടെ നിന്നുള്ള എല്ലാ സ്വീകരണത്തിനും റെയിൽവേ സ്റ്റേഷൻ മുതൽ എതിർപക്ഷത്ത് ഈ കൊണ്ടുവരുന്ന ആളുകളുടെ കൂടെ SKSF ഓഫീസിലെ ഷംസീർ ഉണ്ട്. കൊടുത്തയക്കുന്നത് ഉസ്താദും സത്താറും ഒക്കെ കൂടിയിട്ടാണ്. അത് സ്വീകരിക്കുന്ന മലയാളി ഞാൻ തന്നെയായിരുന്നു കൂടെ നിന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ യാത്ര ആപ്പിൽ റോങ് പരിപാടി പൊന്മള പറഞ്ഞില്ലേ, ആ യാത്ര ആപ്പിൽ എനിക്ക് എന്റെ ഉമ്മാന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളുള്ളതുകൊണ്ട് അതിന്റെ കൂടെ പോകാൻ കഴിഞ്ഞില്ല. ഞാൻ പോകും വരെ കെട്ട് അവിടെ തന്നെ വെച്ചു. എന്നിട്ട് ഞാൻ ബോംബെയിൽ എത്തിയതിനു ശേഷം കെട്ട് തുറന്ന കെട്ട് ഞങ്ങൾ ഒന്നിച്ച് പരിശോധിക്കുന്നതാണ് ഇപ്പോൾ കണ്ട വീഡിയോ. അമ്മുവിന്റെ മുടിക്ക് നേലില്ല എന്ന് പറഞ്ഞാൽ അമ്മു എന്തായാലും സ്ത്രീകളെ നബിമാരായി അയച്ചിട്ടില്ലെന്ന് ഉറപ്പാണ്. ഇനിയിപ്പോ അത് സംശയം. അമ്മു ആരാന്ന് എല്ലാവർക്കും അറിയാലോ. അറിയാത്തവരുണ്ടാവും. അമ്മു മുടി എന്ന് പറഞ്ഞാൽ ഈ മുടിക്ക് എന്തായാലും കത്തിച്ചു നോക്കി. ഒന്ന് കത്തിച്ചപ്പോ അത് കത്തി, പിന്നെയും ഇവർക്ക് സംശയമായി, പിന്നെയും കത്തിച്ചു. അങ്ങനെ എല്ലാം കത്തിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ചിലതൊക്കെ എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് ഞാൻ ഇവിടെ അല്ലല്ലോ, അവിടെ അല്ലേ, അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ കൊണ്ടുപോയത് അമ്മു മുടിയാണെന്ന് ഉറപ്പാണ്. ഞങ്ങൾ പരിശോധിച്ച എല്ലാ മുടികൾക്കും നിഴല്, എല്ലാ മുടിയും പരിശോധിച്ച് ഒന്നിനും നിഴലില്ല. ടെക്നിക്ക് ഇവിടെ നേരത്തെ പറഞ്ഞു. ആ ബൾബ് നിങ്ങൾ കണ്ടില്ല, ഉസ്താദ് പറഞ്ഞ ബൾബിൽ കാണിക്കുന്നുണ്ട്. ഉസ്താദ് ബൾബ് കാണിക്കുന്നുണ്ട്. ആ പരിശോധനാവസ്ഥ വലിയ ബൾബാണ്. ആ ബൾബില് കൃത്യമായി നേലുണ്ടാവില്ല എന്നുള്ള ഉറപ്പാണ്. ആ നിലയിൽ അമ്മുവിന്റെ മുടിയാണ് കൊണ്ടുപോയത്. അമ്മു ആരാന്ന് ചോദിച്ചാൽ ഇസ്ലാമിക് സെന്ററിലെ അടിച്ചുവാരി വൃത്തിയാക്കുന്ന സ്ത്രീയാണ് എന്നാ പറഞ്ഞത്. അതുകൊണ്ട് നിഴലുണ്ടോ ഇല്ലേ എന്നുള്ള ചോദ്യത്തിന് ഇവിടെ ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുടിക്ക് നിഴലുണ്ടാവൂല എന്നുള്ളത് ഉറപ്പാണ്, ഒരു സംശയവും ഞങ്ങൾക്കില്ല. പക്ഷേ അമ്മുവിന്റെ മുടിക്ക് നിഴലുണ്ടാവും, മറ്റുള്ളവരുടെയൊക്കെ ഉണ്ടാവും. പക്ഷെ ബൾബ് ടെക്നിക്കിലൂടെ പലപ്പോഴും അങ്ങനെ ഉണ്ടാവും.
പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബിതങ്ങൾക്ക് നിഴലുണ്ടെന്ന് പറയാൻ തന്നെ കാരണം ഇവർ പഠിപ്പിച്ച ഉസൂലുണ്ട്. കൊണ്ടുവന്ന റസൂലുള്ളാഹിന്റെ പേരിലാണെങ്കിൽ നിഷേധിക്കാൻ പാടില്ല, സ്വീകരിക്കണം. ഉസ്താദ് പഠിപ്പിച്ചു, ശിഷ്യന് പേരോട് പോയി മുടി നോക്കിയപ്പോ പേരോടിന് ബോധ്യപ്പെട്ടത് നിഴലുണ്ടല്ലോ, പിന്നെ റസൂലുള്ളാഹി നിഴലില്ലായിരിക്കുമോ എന്ന് പേരോടിന് ബോധ്യപ്പെട്ടു. കാരണം ആ സാധു പലപ്പോഴും കിതാബ് ഓതേണ്ട പൂർണ്ണ സമയങ്ങളിൽ ഓതാൻ ലഭിക്കാതെ SSFന്റെ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ഓടി നടന്നതുകൊണ്ട് ഈ വിഷയങ്ങൾ പഠിച്ചിട്ടില്ലായിരിക്കാം. അത് അദ്ദേഹത്തിന്റെ കുറ്റമല്ല, സമയം ലഭിക്കാത്തത് കൊണ്ടുണ്ടാവുന്ന ഒരു അപര്യാപ്തതയായി നമ്മൾ അതിനെ കാണുന്നു. എന്നാൽ മലയമ സഖാഫിയുടെ ഉണ്ട്, ആ മുടി പലപ്പോഴും മർക്കസിലുള്ളത് എടുത്തു വെച്ചത് അദ്ദേഹമാണെന്ന് പറയുന്നു. അദ്ദേഹം മുടിയെ എങ്ങനെ കണ്ടു, മുടി നേലുണ്ടോ ഇല്ലേ എന്നൊക്കെ ഒന്ന് ഉസ്താദ് വിശദീകരിച്ചാലും ആദരപൂർവ്വം ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ മർക്കസിൽ നിന്ന് ഇപ്പോൾ പോന്നിട്ട് 8 വർഷം കഴിഞ്ഞു. അതിന്റെ മുമ്പ് ഏറെ വർഷം അവിടെ ജോലി ചെയ്തു. ഇതിനിടയിൽ 2000 മുതൽ 2007 വരെയാണ് ജോലി ചെയ്തത്. 2003 എന്റെ ഓർമ്മ ആദ്യത്തെ മുടി വന്നത്. ഇതുവരെ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട ജാലിയവാല മുഖേനയുള്ള മുടി മർക്കസിലെത്തിയത് ആ വർഷം. മുടി എത്തിയപ്പോൾ നേരത്തെ ഹമീദ് ഫൈസി ഉസ്താദ് ഇവിടെ അവതരിപ്പിച്ച ആ കഥകളൊന്നും അന്ന് ഞാൻ അറിയുന്നില്ല. പക്ഷെ ഒരു കാര്യം മാത്രം അന്ന് അറിയാൻ സാധിച്ചു. മുടി എങ്ങനെ അവിടെ എത്തിയെങ്കിലും ഇത് ശരിയായ മുടിയാണെങ്കിൽ അതിന് ചില പ്രത്യേകതകളൊക്കെ വേണമെന്ന് ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഉസ്താദ് ആ മുടി കണ്ട കുട്ടികളോട് പറയുകയുണ്ടായി. അഥവാ അന്ന് തഖസ്സുസ് കോഴ്സിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ മുമ്പിലായിരുന്നു ഈ മുടി ആദ്യം കാന്തപുരം ഉസ്താദ് അവർ പ്രദർശിപ്പിച്ചത്. നേരത്തെ ഹമീദ് അലി ഉസ്താദ് പറഞ്ഞല്ലോ, മാനേജറോ മറ്റുള്ള ഉസ്താദന്മാരൊന്നും കാണാത്ത മുടി. ആദ്യം ആ മുടി കണ്ടത് അവിടെ അന്ന് തഖസ്സുസിൽ പഠിച്ച വിദ്യാർത്ഥികളാണ്. അതിനും കാരണമുണ്ട്. കാരണം അവരുടെ കൂട്ടത്തിലുള്ള ആരിഫ് ബറക്കാത്തിയായിരുന്നു ആ മുടി ബോംബെയിൽ നിന്ന് കൊണ്ടുവന്നത്. ഇതൊക്കെ ഞാൻ ഒരു കേരള യാത്ര തന്നെ നടത്തി. കേരളയാത്രയല്ല, അതിനു പുറമെ മംഗലാപുരത്തും ദ്വീപിലുമൊക്കെ പോയി ഒരുപാട് തവണ പ്രസംഗിച്ച വിഷയമാണിത്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി തന്നെയാണ്. പക്ഷേ ചോദ്യം വന്നതുകൊണ്ട് ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. അപ്പോൾ ഈ ആരിഫ് ബറക്കാത്തി എന്ന അന്ന് തഖസ്സുസിൽ പഠിച്ച വിദ്യാർത്ഥിയാണ് ഈ മുടി കൊണ്ടുവന്നത്. കൊണ്ടുവരാനുണ്ടായ കാരണവും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റൊരു വിദ്യാർത്ഥിക്കും ഇതുപോലെ ഒരു മുടി ആരിഫ് ബറക്കാത്തി എത്തിച്ചു കൊടുത്തപ്പോൾ അത് അറിഞ്ഞ ഉസ്താദാണ് ആരിഫ് ബറക്കാത്തിയോട് ഇതുപോലെ ഒരു മുടി നമുക്കും ആവശ്യമുണ്ടെന്ന് പറയുകയും ആരിഫ് ബറക്കാത്തി കൊണ്ടുവരികയും ചെയ്തത് എന്ന് കുട്ടികളിൽ നിന്ന് അറിയാൻ സാധിച്ചു. അന്നത്തെ തഖസ്സുസിലെ കുട്ടികളിൽ നിന്ന്. ഏതായാലും കുട്ടികളോട് ഉസ്താദ് പറഞ്ഞു, നെല്ലിക്കുത്ത് ഉസ്താദ് പറഞ്ഞു, കുട്ടികൾ ഉസ്താദിനോട് പറഞ്ഞു, ഇവിടെ നമ്മുടെ കാന്തപുരം ഉസ്താദിന് അള്ളാഹുവിന്റെ റസൂലിന്റെ ഷെയർ ലഭിച്ചിരിക്കുന്നുവെന്ന്. അപ്പോഴാണ് നെല്ലിക്കുത്ത് ഉസ്താദ് പറയുന്നത്, അത് സ്വീകരിക്കണമെങ്കിൽ, അത് റസൂലുള്ളാഹിന്റെ ആവണമെങ്കിൽ അതിന് ചില പ്രത്യേകതകളൊക്കെയുണ്ട്. അതിന് നേരുണ്ടാവാൻ പാടില്ല, അത് കത്താൻ പാടില്ല തുടങ്ങി നാം ഒക്കെ മനസ്സിലാക്കിയ ആ സവിശേഷതകൾ ഉസ്താദ് പറയുകയുണ്ടായി. അപ്പോൾ പിറ്റേന്ന് വീണ്ടും ക്ലാസ്സിൽ കാന്തപുരം ഉസ്താദ് എത്തിയപ്പോൾ കുട്ടികൾ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദെ, ഇന്നലെ ഉസ്താദ് പറഞ്ഞ ആ മുടി അത് റസൂലുള്ളാഹിന്റേതാവണമെങ്കിൽ ചില പ്രത്യേകതകളൊക്കെ വേണമെന്ന് നെല്ലിക്കുത്ത് ഉസ്താദ് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അതൊന്ന് പരിശോധിച്ചാൽ നല്ലതല്ലേ എന്ന് കുട്ടികൾ പറയുകയുണ്ടായി. അപ്പോൾ ഉസ്താദിന്റെ മറുപടി, അതൊക്കെ നേരത്തെ ഹമീദ് അലി ഉസ്താദ് പറഞ്ഞതുപോലെ അതൊക്കെ ഉറപ്പുള്ളവർ വിശ്വസിച്ചാൽ മതി എന്നായിരുന്നു. അങ്ങനെയാണ് അതിന്റെ തുടക്കം. ഏതായാലും പിന്നീട് ഇപ്പോൾ ഉസ്താദ് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം കൂടി മനസ്സിലായത്. ആ മുടിക്ക് ഉസ്താദ് മർക്കസിലേക്ക് വിളിച്ച് അതിന്റെ സനദുമൊക്കെ ചോദിക്കുകയുണ്ടായി. അതിന്റെ ആധികാരികത ഉറപ്പിക്കാൻ വേണ്ടി ഉസ്താദ് അവർ മർക്കസിലേക്ക് വിളിച്ചു എന്ന് ഇപ്പോൾ ഇവിടെ അവതരിപ്പിച്ചല്ലോ. അപ്പോൾ അന്നിത് എനിക്കറിയില്ലല്ലോ, പക്ഷെ എന്നെ ഒരിക്കൽ വിളിച്ചുകൊണ്ട് എന്നോട് പറയുകയുണ്ടായി, ഞാനും അറിയുകയില്ല ഈ സംഭവമൊന്നും, എന്നോട് പറയുകയുണ്ടായി, നമ്മുടെ ഷെയർ മുബാറക്കിന് ഒരു സനദ് ആവശ്യമുണ്ട്,
സനത് തയ്യാറാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹമീദ് ഫൈസി ഉസ്താദ് അവർക്കൊക്കെ ജാലിയവാല മുടി കൊടുത്തപ്പോൾ കൊടുത്ത ഒരു സർട്ടിഫിക്കറ്റ് പോലത്തെ ഒരു ചെറിയ കൈമാറ്റരേഖ അത് ഉസ്താദിന് കൊടുത്തിരുന്നു. അതെന്റെ കയ്യിൽ തന്നുകൊണ്ട് ഒരു 5-6 ആൾക്കാരുടെ പേരുള്ള ആ കോപ്പി എന്റെ കയ്യിൽ തന്നുകൊണ്ട് ഇത് വായിക്കാൻ പറഞ്ഞു. ഞാൻ വായിച്ചു. കേൽപ്പത്ത് 22 റെഡ് ആൾട്ടോ കാർ പെട്ടെന്ന് ആ വെച്ച സ്ഥലത്തുനിന്ന് മാറ്റണം. അവിടെ ബ്ലോക്കായിട്ട് വല്ലാതെ പ്രശ്നങ്ങളുണ്ട്. അതൊന്ന് വേഗം ഒന്ന് എടുത്തു മാറ്റേണ്ടതാണ്. കേൽപ്പത്ത് 22 ആൾട്ടോ റെഡ് കാർ. അങ്ങനെ എന്റെ കയ്യിൽ തന്ന ആ സർട്ടിഫിക്കറ്റ് ഞാൻ വായിക്കുകയും ആ കൈമാറ്റരേഖ വായിക്കുകയും അതിൽ കണ്ട 5-6 ആൾക്കാരുടെ പേര് അതങ്ങനെ തന്നെ ടൈപ്പ് ചെയ്ത് ഉസ്താദിന്റെ മുമ്പിൽ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തു. പിന്നീട് കഥയൊന്നും ഞാൻ അറിയുന്നില്ല, എല്ലാം ചുരുക്കി പറയുകയാണ്. നേരത്തെ നിങ്ങൾ മനസ്സിലാക്കിയതാണ് ഇതൊക്കെ. ഏതായാലും പിന്നീട് ഒരിക്കൽ മർക്കസിൽ രാവിലെ വന്നപ്പോഴാണ് എന്നോട് പറഞ്ഞ ആ സനദ് അതേ രൂപത്തിൽ പൂർണ്ണമായി റസൂലുള്ളാഹിന്റെ പേരിലുള്ള സനദ് ലൈബ്രറിയിൽ തൂങ്ങിക്കിടക്കുന്നത് കാണാൻ സാധിച്ചത്. അതിനെപ്പറ്റി ഞാൻ അന്നത്തെ ലൈബ്രറിയനായ മജീദ് ബാക്കബിയോട് ചോദിച്ചു, ഇതെങ്ങനെയാണ് നമുക്ക് നേരത്തെ ലഭിക്കാത്ത സനദ് ഇപ്പോൾ ഇവിടെ ലഭ്യമായതെന്ന് ചോദിച്ചപ്പോൾ സനദൊക്കെ കിട്ടാനുണ്ടോ പണി എന്നായിരുന്നു മജീദ് ബാക്കബി ചോദിച്ചത്. ഏതായാലും അങ്ങനെ ആ സനദിന്റെ രഹസ്യം പിന്നീട് സാലിഹ് സക്കാഫിയാണ് എനിക്ക് വിവരിച്ചു തന്നത്. എന്നോട് ഉണ്ടാക്കാൻ പറഞ്ഞ സനദ് പിന്നെ ഒരു നിർബന്ധിതാവസ്ഥയിൽ ഒരറബിക്ക് കൈമാറാൻ വേണ്ടി ഈ മജീദ് ബാക്കബി തന്നെ ഈ 5-6 ആൾക്കാരുടെ പേരും മറ്റൊരു ഖാദിരി തരീക്കത്തിന്റെ സിൽസിലയും കൂട്ടിച്ചേർത്ത് ഒരു സനദാക്കി മാറ്റിയ കഥ പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. ഏതായാലും ഇങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്ക് ചില ആശങ്കകളൊക്കെ ബാക്കിയായപ്പോൾ ഞാനെപ്പോഴും എല്ലാ രഹസ്യങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലുന്ന ആളായതുകൊണ്ട് ആദ്യത്തെ റൂം തന്നെ മർക്കസിന്റെ ആദ്യത്തെ റൂം അനക്സ് റൂം എന്ന് പറയും. അവിടെ ആരും വന്നാൽ ആദ്യം ഇരിക്കുന്ന റൂമാണ്. അതിന്റെ അപ്പുറത്തുള്ള റൂമാണ് അതിഥികൾ വന്നാൽ അവരെ സ്വീകരിക്കുന്ന റൂം, സംസാരിക്കാൻ ഇരിക്കുന്ന റൂം. അവിടെ വെച്ചാണ് ഉസ്താദ് അവർ എല്ലാവരോടും സംസാരിക്കുന്നത്. അങ്ങനെ 2ാമത്തെ റൂമിന്റെയും അപ്പുറത്ത് 3ാമത്തെ റൂമിൽ, ആ 3ാമത്തെ റൂമിൽ കൂടുതൽ ആളുകൾ കയറാതെ വളരെ പ്രൈവറ്റായ ഉസ്താദിനോട് കൂടുതൽ അടുത്ത ആളുകൾ മാത്രം കയറുന്ന റൂമാണ്. അവിടെയാണ് ഉസ്താദിന്റെ കട്ടിലും വിശ്രമവും ഒക്കെ ഉള്ളത്. ആ റൂമിൽ ആകെ ഉള്ളത് ഒരു കട്ടിലും അതുപോലെ തന്നെ അതിന്റെ അടുത്ത് ഒരു അലമാരിയും മാത്രമാണ്. മറ്റൊന്നും ആ റൂമിലില്ല. ഏതായാലും ഈ അലമാരിയുടെ ഉള്ളിൽ ഉസ്താദിന്റെ വസ്ത്രങ്ങളെല്ലാം സൂക്ഷിക്കുന്ന ഒരു അലമാരിയാണിത്. പക്ഷെ വസ്ത്രങ്ങളെല്ലാം സൂക്ഷിച്ച ഈ അലമാരിയുടെ മുകൾ ഭാഗത്ത്, അതൊക്കെ ഞാൻ നേരത്തെ പ്രസംഗത്തിൽ പറഞ്ഞതാണ്, ആ അലമാരിയുടെ മുകൾ ഭാഗത്ത്, അതായത് നാമൊക്കെ നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കുന്ന അലമാരിയുടെ മുകൾ ഭാഗത്ത് പഴയ കുടയും പൊട്ടിയ വാച്ചും ഒക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന ആ ഭാഗം, മുകൾ ഭാഗം, ഉള്ളിലല്ല, ആ ഭാഗത്തായിരുന്നു ഈ ജാലിയവാല നൽകിയ മുടി സൂക്ഷിച്ചു വെക്കാറുണ്ടായിരുന്നത്. അവിടെയായിരുന്നു അതിന്റെ സൂക്ഷിപ്പ് കേന്ദ്രം. വസ്ത്രങ്ങളെല്ലാം ഇതിന്റെ ഉള്ളിലും ഈ സറഫാക്കപ്പെട്ട മുടി ഈ അലമാരിയുടെ മുകളിലുമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയും റൂമിലേക്ക് എപ്പോഴും ഞങ്ങൾക്കൊക്കെ പ്രവേശനമുണ്ട്. ഞാനൊന്നും ആരോടും ചോദിക്കാതെ താക്കോലെടുത്ത് തുറന്നു കയറുന്ന റൂമാണത്. ആവശ്യമുണ്ടാകും, പല കാര്യങ്ങൾക്കും കയറാറുണ്ട്. ഏതായാലും പല സന്ദർഭങ്ങളിലും ഒറ്റയ്ക്ക് തന്നെ ആ റൂമിൽ കയറിയ ഞാൻ ഇങ്ങനെയൊക്കെ ഇവിടെ സംസാരമുണ്ടായതുകൊണ്ട് ആ മുടി ഒന്നെടുത്ത് പരിശോധിക്കുന്നത് നല്ലതാണല്ലോ, എനിക്കും കൂടി തുമേനിയത്തിന് നല്ലതാണല്ലോ എന്ന നിലയ്ക്ക് ഞാൻ അതെടുത്ത് പരിശോധിച്ചു. ആ കെട്ട്, ആ പച്ചക്കെട്ട് നിങ്ങളൊക്കെ കണ്ടാൽ അമീദ് വസീ കൊടുത്ത കെട്ട്, അതുപോലത്തെ ആ കെട്ട്, അത് താഴെ എടുത്തു വെച്ചാൽ അത് ആ കെട്ട് തുറന്നാൽ ആ ചില്ലുകൂടി കാണാം. ആ ചില്ലുകൂടിന്റെ ഉള്ളിൽ ഒരു കുപ്പിയിൽ ഈ മുടി സൂക്ഷിച്ചത് കാണാം. അതെടുത്തുകൊണ്ട് ഞാൻ ആ റൂമിലുള്ള ലൈറ്റ് മാത്രം ഇട്ടുകൊണ്ട്, മറ്റൊരു ലൈറ്റും ആവശ്യമില്ല, ആ റൂമിലുള്ള ആ ലൈറ്റ് ഇട്ട്, ഇതുപോലത്തെ ലൈറ്റുകളാണ് റൂമിലുള്ളത്, അതിട്ട് ആ ലൈറ്റിന്റെ വെളിച്ചത്തിൽ ഞാൻ ആ മുടിയിൽ നേല് പരിശോധിച്ചപ്പോൾ ഒന്നല്ല രണ്ടല്ല പല തവണ ഞാൻ നേരെ കണ്ടതാണ്. പല തവണകൾ ഞാൻ ഒറ്റക്ക് പരിശോധിച്ചതാണ്. അത് പരിശോധനാ രൂപത്തിലും അല്ലാതെയും ഒക്കെ ഞാൻ അത് എടുത്തു വെച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോഴൊക്കെ നേല് കണ്ട ഒരു മുടിയാണിത്. അപ്പോൾ ഇതാണ് ഇതിന്റെ സത്യാവസ്ഥ. ഇതൊക്കെ നേരത്തെ നിങ്ങൾ മനസ്സിലാക്കി വീണ്ടും ചോദിക്കപ്പെട്ടത് കൊണ്ട് മാത്രം ഇവിടെ അത് മറുപടി പറഞ്ഞു എന്ന് മാത്രം. ഇനി മറ്റ് സംശയം ഉണ്ടെങ്കിൽ പിന്നെ തീർക്കാം. അസ്സലാമു അലൈക്കും. നിഴല് ഉണ്ട് എന്നാണ് ഇവരൊക്കെ പറയുന്നത്. പക്ഷേ നമ്മളെ ഇസ്മായിൽ മുസ്ലിയാർ നെല്ലിക്കുത്ത് ഒക്കെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമുക്കിവിടെ ചർച്ച വരും, ഇപ്പൊ തന്നെ ചർച്ച വരും. അതിനിടയിൽ ചോദ്യം ബഹാവുദ്ദീൻ ഉസ്താദിനോടാണ്. പലപ്പോഴും
ഷാർ മുബാറക്ക് എന്നൊക്കെ പറഞ്ഞ് ചർച്ച വരുമ്പോൾ ബഹാവുദ്ദീൻ ഉസ്താദിന് ഞങ്ങളെ പഴയ ടീമിനോട് ഒരു ചതുർത്ഥിയാണ്, എന്തോ ഒരു വിരോധം പോലെയാണ്. ചോദ്യകർത്താവ് ചോദ്യം ചോദിക്കട്ടെ, അപ്പോൾ ഉസ്താദ് ഉത്തരം പറയുമെന്ന് പ്രതീക്ഷിച്ചു. അസ്സലാമു അലൈക്കും. ലോകത്ത് പല സ്ഥലത്തും ഷാർ മുബാറക്ക് ഉണ്ട് എന്ന് പ്രസംഗിക്കുകയും അതിന്റെ എല്ലാം സനത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദ്യം. അതേപോലെ തന്നെ കോഴിക്കോട് വെച്ച് കാസിമി ഉസ്താദ് വെള്ളം വിറ്റ ആ മുടിയുടെ സനത് കണ്ടിട്ടുണ്ടോ? ഇതൊന്നും കാണാതെ പിന്നെ എന്തിനാണ് മർക്കസിലെ ഷാർ മുബാറക്കിന് മാത്രം സനതും അതുപോലെ തന്നെ നിഴലും ഒക്കെ പരിശോധിക്കാൻ മുതിരുന്നത് എന്നാണ് ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേർക്കപ്പെടുന്ന എല്ലാറ്റിനും സനത് വേണം. വാക്ക് ആണെങ്കിലും പ്രവൃത്തിയാണെങ്കിലും നബിയുടെ വിശേഷണങ്ങളാണെങ്കിലും ഒക്കെ. വിശേഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികളൊക്കെ പറയും നബി തങ്ങൾ മദ്രസിൽ പിന്നെ ഒത്ത ഒരാളാണ്, ഷമായിൽ എന്ന് പറയും. അത് വാക്കുമല്ല പ്രവൃത്തിയല്ല, നബിയുടെ വിശേഷണങ്ങളാണ്. നബിയുമായി ബന്ധപ്പെട്ട ഏതിനും സനത് വേണം. അങ്ങനെയാണ് ഇസ്ലാമിലുള്ളത്. ശരീഅത്തിന്റെ നിയമം അതാ. ഇത് അസ്റാറുൽ ആസാരിൻ നബവിയ്യ എന്നാണ് കിതാബിന്റെ പേര്. അസ്റാറുൽ ആസാരിൻ നബവിയ്യ. ഇത് നേരത്തെ പറഞ്ഞ അഹമ്മദ് ഖസറജി അദ്ദേഹത്തിന്റെ സ്വന്തം ചെലവിൽ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ച് സൗജന്യമായി വിതരണം ചെയ്യുന്നുണ്ട് അബൂദാബിയിൽ. ഈ കിതാബില് 76-ാം പേജില് സനദിനെ പറ്റി പറയുന്നുണ്ട്. ലോകത്തുള്ള എല്ലാ മുടികൾക്കും സനദുണ്ട്. ഈ മുടിയുടെ സനത് ചർച്ചാവിധേയമാകാൻ കാരണം ഇത് 21-ാം നൂറ്റാണ്ട് ഉദയം ചെയ്ത് 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത് എന്നുള്ളതുകൊണ്ട്. അഥവാ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മത്തിന്റെ ഇടയിലേക്കാണ് ഇത് ഇറങ്ങി വന്നത്. പുതുതായി ഇറങ്ങി വന്നതായതുകൊണ്ട് അതിന്റെ സനത് അന്നുള്ളവർ അന്വേഷിക്കണം. അത് ഫർള് കിഫായയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട വാക്കോ പ്രവൃത്തിയോ വിശേഷണങ്ങളോ വിചാരങ്ങളോ അതിനൊക്കെ സനത് വേണമെന്നിരിക്കെ ഈ മുടി കേവലം 5 കൊല്ലം മുമ്പ് പ്രത്യക്ഷപ്പെട്ടതായതിനാൽ, അല്ലെങ്കിൽ 2003 വന്നു എന്ന് പറഞ്ഞു ആരിഫ് ബറക്കാത്തിയുടേത്. ആരിഫ് ബറക്കാത്തി മുടി വാങ്ങിയത് നേരത്തെ പറഞ്ഞ അവിടുന്നാണ്. ഇവരൊക്കെ പോയി വാങ്ങിയാലോ 5, 8, 10, 15 ആവശ്യമുള്ളമാരെയൊക്കെ കൊടുക്കുന്നത്. ഒരു മുടിക്ക് 500 റുപ്യ അല്ലേ? ഒരു മുടിക്ക് 500 റുപ്യ, ഒരു മുടിക്ക് 500 റുപ്യ. പൈസ കൊടുത്ത ആൾക്കാരാണ്, പിന്നെ അത് പറയാറുന്നതായിരിക്കും. അത് കച്ചവടമാണേ. കച്ചവടമായതുകൊണ്ടാണ് നമ്മുടെ വിഭാഗത്തിൽ അന്ന് ചിലർ പറഞ്ഞത് നായയുടേതോ പന്നിയുടേതോ മുടിയാകാൻ പോലും സാധ്യതയുണ്ട്. ബോംബെയിൽ അങ്ങനെയല്ലേ, ഈ തണ്ടി പട്ടികൾ ഇങ്ങനെ അങ്ങോട്ടും കൊണ്ട് നടക്കും, പന്നിയൊക്കെ ഉണ്ടാവും, ഇതിനൊക്കെ മുടി വെട്ടിയെടുക്കാം. അപ്പൊ ലോകത്ത് സൂക്ഷിക്കപ്പെടുന്ന എല്ലാ മുടികൾക്കും സനതുണ്ട്. അത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് മുതലേ സൂക്ഷിക്കപ്പെടുന്നതും സനത് അറിയപ്പെട്ടതുമായതിനാലാണ് 21-ാം നൂറ്റാണ്ടില് അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടില് സനത് അന്വേഷിക്കാത്തത്. കാശിനി ലേലം ചെയ്ത വെള്ളത്തിന് ഉപയോഗിച്ച മുടിയുടെ സ്ഥിതി അങ്ങനെ തന്നെ. അത് വെല്ലൂരിൽ ലത്തീഫിയ അറബി കോളേജ് എന്ന് പറഞ്ഞ കോളേജുണ്ട്. അതിന്റെ കൈകാര്യകർത്താക്കള് ഒരു സയ്യിദ് കുടുംബമാണ്. അവരെ പരമ്പരയിൽ നൂറ്റാണ്ടുകളായി സൂക്ഷിച്ചു വരുന്നതാ. അപ്പൊ ആ മുടിക്കൊന്നും എന്താ സനത് ചോദിക്കാതെ ഇതിന് മാത്രം ചോദിക്കാൻ അത് ഒരു ഉട്ടോപ്പിയാണ്, ഒരു ഒലൂട്ടയാണ്, ആളുകളെ സ്വിപ്പാക്കാനുള്ള, അല്ലെങ്കിൽ ജനങ്ങളുടെ അജ്ഞത ചൂഷണം ചെയ്ത് അവരെ കബളിപ്പിക്കാനുള്ളൊരു കുതന്ത്രമാണത്. ഇങ്ങനെ 200 കൊല്ലം മുമ്പോ 400 കൊല്ലം മുമ്പോ 750 കൊല്ലം മുമ്പ് ഒരു മുടി പ്രത്യക്ഷപ്പെട്ടിരുന്നുവെങ്കിൽ അന്നത്തെ മുസ്ലിം പണ്ഡിതന്മാർ അത് ചോദിക്കുമായിരുന്നു. നേരത്തെ പറഞ്ഞത് ഫർള് കിഫായയാണ്. അതുകൊണ്ടാണ് പുരാതനമായി അറിയപ്പെടുന്നതിന് സനത് ചോദിക്കാത്തത്. 21-ാം നൂറ്റാണ്ടിന്റെ ആദ്യം വന്നതിന് സനത് ചോദിച്ചത്. സനത് അത്യാവശ്യമാണോ? ഈ കിതാബിന്റെ 76-ാം പേജിൽ സനദ് ഷഅറത്തിൻ നബവിയ്യ ഷരീഫ് അൽ മുബാറക, ഈ 76-ാം പേജിന്റെ ഹെഡിങ് അതാണ്. ഇതിന്റെ മുമ്പ് പല മുടികളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് പല മുടികളും
എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. തുർക്കിയിലെ ഇസ്തംബൂലിലെ തോപ്പ് കാപ്പി മ്യൂസിയത്തിലുണ്ട്. ഫലസ്തീനിലെ ഒരു പള്ളിയിലെ ഒരു മാളികയുടെ മുകളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവന്റെ സനതൊക്കെ അവിടെ ഉണ്ട്. ഡൽഹി ജുമാ മസ്ജിദിലുണ്ട്, അതിന്റെ സനത് അവിടെ ഉണ്ട്. കശ്മീരിലെ ബാൽ മസ്ജിദ് പറഞ്ഞ പള്ളിയുണ്ട്. ബാൽ എന്ന് പറഞ്ഞാൽ ഈ മുടിയാണ്, തിരുകേശമാണ്. ഇവിടെ സൂക്ഷിക്കുന്ന പള്ളിയായതുകൊണ്ട് അത് തിരുകേശം സൂക്ഷിക്കാൻ ഉണ്ടാക്കിയ പള്ളിയല്ല. അന്ന് ഇവിടെ 2011 ഇവിടെ മുടി സൂക്ഷിക്കാനുള്ള തിരുകേശ പള്ളിയുടെ ഫ്ലക്സ് പൊന്തിയപ്പോ പല ആൾക്കാരും പ്രസംഗിച്ചാണ് കാശ്മീരിലെ ആ പള്ളി തിരുകേശം സൂക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ചരിത്രം അറിയാത്തതുകൊണ്ട് പറഞ്ഞതാണ്. പള്ളി ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ തിരുകേശം വന്നപ്പോൾ അവിടെ സൂക്ഷിച്ചത്. അങ്ങനെ പിൽക്കാലത്ത് അതിന്റെ പേര് ഹസ്രത്ത് ബാൽ മസ്ജിദ്, വിശുദ്ധ കേശത്തിന്റെ പള്ളി എന്നായി മാറിയതാണ്. എല്ലാ തിരുകേശങ്ങൾക്കും സനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ലോകത്ത്. ഇത് മുമ്പ് ലോകത്ത് ഇല്ലാതിരുന്നതും 21ാം നൂറ്റാണ്ടിന്റെ ഉദയത്തിന് ശേഷം പ്രത്യക്ഷപ്പെട്ടതുമായതിനാൽ മുസ്ലിം പണ്ഡിതന്മാർ സനത് ചോദിച്ചു. ഖാലൽ ഇമാം അബ്ദുല്ലാഹിബ്നുൽ മുബാറക്, കുറെ മുത്തഅല്ലിമീങ്ങളും ആലിമീങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ. ഖാലൽ ഇമാം അബ്ദുല്ലാഹിബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു, ഇമാം അബ്ദുല്ലാഹിബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു, അൽ ഇസ്നാദു മിനദ്ദീൻ. ഇസ്നാദ് എന്ന് പറഞ്ഞാൽ സനദ് എന്നാണ്. സനദ് ചേർത്തി പറയാന്നാണ് ഇസ്നാദ് എന്ന് പറഞ്ഞത്. അൽ ഇസ്നാദു മിനദ്ദീൻ വലൗലൽ ഇസ്നാദു ലഖാല മൻ ശാഅ മാ ശാഅ. മതകാര്യങ്ങളിൽ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും സനദ് ഇല്ലാതെ വന്നാൽ, സനദിന്റെ അനിവാര്യത നാം തള്ളിക്കളഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താ? ലഖാല മൻ ശാഅ മാ ശാഅ. തോന്നിയവർക്കൊക്കെ തോന്നിയതൊക്കെ പറയാൻ കഴിയും. ജാലിയാവാലയുടെ കയ്യിൽ നിന്ന് നേർക്കുനേരെ ആരിഫ് ബറക്കാത്തി വാങ്ങിക്കൊണ്ടുവന്നതും ഗൾഫിലൂടെ പോയി ശുഭ്രവൽക്കരണം നടന്ന ശേഷം മുഹമ്മദ് ഖസറജി കാന്തപുരത്തിന് കൊണ്ടുപോയി കൊടുത്തതുമൊക്കെ നബിയുടെ മുടിയാന്ന് പറഞ്ഞു. ഇസ്നാദ് ജാത്തു. ഇസ്നാദില്ലെങ്കിൽ അല്ലെങ്കിൽ സനദില്ലെങ്കിൽ ലഖാല മൻ ശാഅ, തോന്നിയവരൊക്കെ തോന്നിയതൊക്കെ പറയുമായിരുന്നു. എന്നിട്ട് പറയുന്നു, വലി അഹമ്മിയത്തി വ ജലാലത്തി വ ഇളമി ഹാദൽ അംരി നഅരിഫ് അന്നഹു ലാ ബുദ്ദ മിന അത്തസബ്ബുതി വത്തഹഖഖി മിൻ സിഹ്ഹത്തി നിസ്ബത്തി അശ്ശഅറ അശ്ശരീഫ ലിസയ്യിദിൽ ഖൽഖി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കാര്യത്തിന്റെ, മതകാര്യത്തിന്റെ അല്ലെങ്കിൽ നിബിധങ്ങളുമായി ചേർത്തി പറയപ്പെടുന്ന കാര്യങ്ങൾക്ക് സനദ് വളരെ സുപ്രധാനമാണ്. അതിന്റെ പ്രാധാന്യത്തിന്റെ മികവ് കാരണം, ആ വിഷയത്തിന്റെ ഗൗരവാവസ്ഥ കാരണം അത്തരം കാര്യങ്ങളൊക്കെ സനദ് കൊണ്ട് സ്ഥിരീകരിക്കേണ്ടതാണ് എന്ന് നമുക്കറിയാം. നഅരിഫു അന്നഹു ലാ ബുദ്ദ മിന അത്തസബ്ബുതി വത്തഹഖഖി മിൻ സിഹ്ഹത്തി നിസ്ബത്തി അശ്ശഅറത്തി അശ്ശരീഫത്തി ലിസയ്യിദിൽ ഖൽഖി മുഹമ്മദ്. ونحن لا يفوتنا الاهتمام والعناية بأمر سند الشعرة الشريفة لذلك وبفضل الله ومنته وجوده وإحسانه وتكرمه علينا نقول في بيان هذا الأمر كما هو موثق عندنا بالأختام والتواقيع والشهود. അതുകൊണ്ട് താഴെ പറയുന്ന ചില പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലുള്ള മുടികളെ സംബന്ധിച്ച് നാം പറയുകയാണ്. അത് നമുക്ക് സുദൃഢമാണ്. ബിൽ അഖ്താമി, ആ സനദുകളൊക്കെ സീലുകളുണ്ട്. വത്തവാഖി, ഒപ്പുകളുമുണ്ട്. വശുഹൂദി, ആ സനദുകൾക്ക് സാക്ഷികളുമുണ്ട്. എന്നിട്ട് അദ്ദേഹം അവലൻ ഷഅറ ഷരീഫ യഊദു ഇസ്നാദുഹ ഇല സുൽത്താൻ സലീം സാനിൽ ഉസ്മാനി, ഒട്ടോമൻ സാമ്രാജ്യം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഉസ്മാനിയ ഖിലാഫത്തിൽ ഖലീഫയായിരുന്ന സുൽത്താൻ സലീം സാനി ഉസ്മാനിയുടെ പക്കലുള്ള ഒരു മുടി. ثانيا, രണ്ടാമത്തെ മുടി ഷഅറ നബവിയ സക്കിയ യഊദു ഇസ്നാദുഹ ഇല സുൽത്താൻ അബ്ദുൽ മജീദ് അൽ ഉസ്മാനി, അതേ കുടുംബത്തിലെ അബ്ദുൽ മജീദ് എന്ന സുൽത്താനുമായി വാലിദ് സുൽത്താൻ അബ്ദുൽ ഹമീദ്. ثالثا شعر نبوية مطهرة يعود إسنادها إلى السلطان عبد الحميد الثاني العثماني. رابعا شعر معلمة مباركة نبوية يعود إسنادها من طريق السيد القطب عبد القادر الجيلاني رضي الله عنه. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയുടെ ഒരു മുടി വന്നിട്ടുണ്ട്. അത് എവിടെന്നോ കേട്ടിട്ടാണ്. ഇവരുടെ ഒരു സനദിൽ മുഹീദ്ദീൻ ഷെയ്ഖിന്റെ പേരുണ്ട്, വേറെ സനദിൽ ആ പേരില്ല. കുന്നമംഗലത്തുള്ള കാരന്തൂരിലുള്ള മുടിയുടെ സനദ് പലപ്പോഴും പല രീതിയിൽ അങ്ങനെയാണ് ചെയ്യലുണ്ടെന്നാണ് ഇപ്പോ രാമന്തളി സാഹിബ് പറഞ്ഞത്. പലരും പലതും പറയലുണ്ട്. അപ്പോ വലിയ കുടുങ്ങുന്ന ആൾക്കാരൊക്കെ അതിൽ കുടുങ്ങുന്നു മാത്രം. അങ്ങനെ ഒരു സനദില് ഗൗസുൽ ആലമുണ്ട്,
വേറെ സനദുകൾ ഗൗസുല്ലാദമില്ല. ഇവരടുത്തുള്ളതിൽ ഒന്നിൽ ഗൗസുല്ലാദമിന്റെ സനദിലൂടെ വന്നതാണെന്ന് പറഞ്ഞു. വേറെ ഹാമിസ അഞ്ചാമത്തെ ഒരു മുടി ഷഅറ നബവിയ മുശറഫ മുകറമ യഊദു ഇസ്നാദുഹ ലിശൈഖ് ഇബ്രാഹിം ഖൈറുള്ള അർ-റിഫാഇൽ ഹലബി. ഡമസ്കസിലെ ഹലബിലുള്ള റിഫായി തരീഖത്തിന്റെ ഷെയ്ഖായിരുന്ന ഷെയ്ഖ് ഇബ്രാഹിം ഖൈറുള്ളയുടെ കയ്യിലുള്ളതാണ് വേറെ സനദുള്ള ഒരു മുടി. വഇൻദന ഗൈറു ഹാദിഹിൽ അസാനീദ്, വേറെയും സനദുകളുള്ള മുടികളുണ്ട്. പിന്നെ ലിഗൈരി ഹാദിഹി ഷഅറാത്ത് ഫൽഹംദുലില്ലാഹി അല്ലദീ തഫദ്ദല അലൈനാ ബിഹാദൽ ഖൈറിൽ അദീം വൽ ഫദ്ലിൽ അദീം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേർക്കപ്പെടുന്നതിനൊക്കെ സനദ് വേണം, എങ്കിലേ അത് മതവുമായി ബന്ധപ്പെട്ടതാവുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വ മഖ്അദഹു ഫിന്നാർ. ബോധപൂർവം എന്നെക്കുറിച്ച് ആര് നുണ പറഞ്ഞോ അവൻ നരകത്തിൽ ഇരിപ്പിടം ഒരുക്കിക്കൊള്ളട്ടെ. തീപ്പേടിയുള്ളവനെ മേൽപ്പുരയുള്ളവനെ തീപ്പേടി ഉണ്ടാവും എന്ന് പറയുന്നത് ഞങ്ങളാ ഭാഗത്തൊക്കെ പറയുക അറിയില്ല. മേൽപ്പുര റൂഫുള്ള ആൾക്കല്ല, വീട്ടിൽ അടുപ്പിൽ തീ കത്തിച്ചിട്ട് റൂഫിന് പിടിക്കാൻ സാധ്യത ഉണ്ടോ ഇല്ലേ എന്ന് ആശങ്കപ്പെടേണ്ടതുള്ളൂ. മേൽപ്പുര ഇല്ലാത്തവന് തീയിനെ കുറിച്ച് പേടി വേണ്ട, എങ്ങനെയും തീ കൊണ്ട് കളിക്കാം എന്നതുപോലെ ഈ അള്ളാഹു റസൂലും ഖുർആനും ഹദീസൊക്കെ കച്ചവട ചരക്കാക്കി മാറ്റിയ ആളുകൾക്ക് വേഷവിധാനങ്ങള്, ഭാവഭാവങ്ങള്, പ്രവർത്തനങ്ങള്, ചെയ്തികള് ഒക്കെ പ്രകടനപരമായി ആളുകളെ കബളിപ്പിക്കാനുള്ള ആൾക്കാരാവുമ്പോൾ അവർക്ക് ഖുർആനും ഹദീസൊന്നും പ്രശ്നമില്ല, എന്ത് വേണമെങ്കിലും പറയാം. ഈ മുടി കൈവശം വെക്കുന്ന ആൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട് നിബിധങ്ങളെ മുടിയല്ലാന്ന്. അദ്ദേഹം അതിന്റെ വെള്ളം കുടിച്ചിട്ടുണ്ടാവില്ല, കുടിച്ച് കണ്ടിട്ടുണ്ട് നിങ്ങൾ എപ്പോഴേലും ഉണ്ടോ? ഇല്ലാന്ന് പറഞ്ഞു. കാരണം ഇത് ആളുകളെ കുടിപ്പിക്കാനുള്ളതാണ്, ആളുകളെ വെള്ളം കുടിപ്പിക്കുക. മുടി വെച്ച കോലം പറഞ്ഞില്ലേ, നല്ല വേസ്റ്റ് ഇട്ടിനോടത്താണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾ ചോദ്യത്തിന് വേറെ എന്തെയുണ്ടോ? ഇപ്പൊ സനദുള്ളത് മാത്രമേ മുസ്ലിം ലോകം 14-15 നൂറ്റാണ്ടായി അംഗീകരിച്ചിട്ടുള്ളൂ, അല്ലാത്തതിനെ സ്വീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. എങ്കില് തോന്നിയവർക്കൊക്കെ തോന്നിയതൊക്കെ പറയാൻ കഴിയും. അസ്സലാമു അലൈക്കും. ഉസ്താദ് വിശദീകരിച്ചു, കൃത്യമായി മറുപടി കിട്ടി. ഖാസിമി വിറ്റിട്ടില്ല, സംഭാവനക്ക് ഖാസിമി കൊടുത്തു, ഒരു നിശ്ചയ സംഭാവന പറഞ്ഞ് വാങ്ങിച്ചു കൊണ്ടുപോയി. ഇതിനൊക്കെ വെച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിന് പകരം സ്വന്തം കയ്യിലുള്ളതിന്റെ അപാകതകളെക്കുറിച്ച് പഠിക്കാനാണ് ആദ്യം ശ്രമിക്കേണ്ടത്. അതിനിടയിൽ ഓർമ്മിപ്പിക്കുകയാണ്, ഇങ്ങനെ മുടിയും വെള്ളവും ഇതൊന്നും വിറ്റിട്ട് പൈസ ഉണ്ടാക്കാൻ നമ്മളതിൽ പൈസ ഇല്ല, അതുകൊണ്ട് ഈ പരിപാടിക്ക് നല്ല ചെലവുണ്ടാവും. ബക്കറ്റ് കൊണ്ടുവരാൻ തൽക്കാലം ബക്കറ്റ് പോലും കിട്ടാത്ത സാധുക്കളാണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, പ്ലാസ്റ്റിക്കിന്റെ കവറായിട്ടാണ് വരിക. അതിലേക്ക് പരമാവധി സംഭാവന എല്ലാവരും കൊടുക്കണം. ഇടയിൽ KL56 ഈ 1409 എറ്റിയോസ് വൈറ്റ് വണ്ടി അവിടെ നിന്നും മാറ്റി കൊടുക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. KL56 ഈ 1409 എറ്റിയോസ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാൻ ചോദ്യകർത്താവ്. അസ്സലാമു അലൈക്കും. എന്റെ പേര് സ്വാലിഹ്, ഞാൻ ഈ പരിസരവാസിയാണ്. എന്റെ ചോദ്യം, മർക്കസിലെ മുടിക്ക് നിഴൽ ഇല്ല എന്ന് നിലയ്ക്കത്ത് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ സംഘടനാ തലത്തിൽ മർക്കസുമായി ബന്ധപ്പെട്ടുകൂടായിരുന്നോ? ബന്ധപ്പെടാൻ തൽക്കാലം ഈ സ്റ്റേജിൽ നിന്ന് ബന്ധമുണ്ടായിരുന്ന കുറച്ച് ആളുകൾ ഇവിടെ ഉണ്ട്. ഞങ്ങളവിടെ ബന്ധനത്തിലും ആയിരുന്നു, ബന്ധത്തിലും ആയിരുന്നു. ആ ബന്ധനവും വിട്ടു, ബന്ധപ്പെടലും വിട്ടു. അക്കാലത്ത് തന്നെ ബോധ്യപ്പെട്ടത് ഇവിടെ പറയപ്പെട്ടു. ഇനി അവിടെ നിങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത് നെല്ലിക്കുത്ത് ഇസ്മായിൽ ഉസ്താദ്, അഥവാ നേരത്തെ അദ്ദേഹം പറഞ്ഞ സഖാഫിയുടെ ഉസ്താദാണ്, എന്റെയും ഉസ്താദാണ്. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാര് നിഴലുണ്ട് നിഴലില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഉസ്താദിന്റെ പറച്ചിലേട്ടാ തിരിയും. നിങ്ങളാണ്ട് പറഞ്ഞോളിയെന്ന് പറഞ്ഞു. ഉസ്താദ് അവിടുന്ന് സ്കിപ്പ് ചെയ്യാണ്. ഉസ്താദ് രക്ഷപ്പെട്ട് അവിടുന്ന് പോവാണ്. അങ്ങനെ നിഴലിൽ ഇല്ല എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്, നിങ്ങളങ്ങോട്ട് പറഞ്ഞോളി എന്ന് സമ്മതം കൊടുത്തതിനെ കുറിച്ച് എന്റെ പഴയകാല സുഹൃത്ത് നൌഷാദ് ഹസനി നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ശിഷ്യനും അദ്ദേഹത്തിന്റെ മകളുടെ ഭർത്താവും കമ്പ്യൂട്ടർ സഖാഫി എന്നുള്ള പേരിൽ അറിയപ്പെടുകയും ചെയ്യുന്ന ഏതെങ്കിലും മുസ്ലിം സഖാഫിയോട് ഒരു സംഭാഷണം നടത്തി അദ്ദേഹം
ആ സംഭാഷണത്തിൽ റഷീദ് സഖാഫി പറയുന്ന മറുപടി നമുക്കിവിടെ കേൾക്കാം. വ്യക്തമായി ഇവരുടെ കയ്യിലാകെ നിഴലില്ല എന്ന് പറഞ്ഞ ഒരു തെളിവ് മാത്രമേ അവരുടെ കയ്യിലുള്ളൂ. പക്ഷെ ആ തെളിവിനെ ഇന്നും മുടിപക്ഷത്തിന്റെ ഏറ്റവും വലിയ പ്രതിപക്ഷമായ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ പക്ഷത്ത് നിൽക്കുന്ന, ഏറ്റവും അവരുടെ ഗണ്ണനങ്ങൾക്ക് പോകുന്ന നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ശിഷ്യനും കൂടിയായ ഏലംകുളം റഷീദ് സഖാഫിയുടെ സംഭാഷണം നമുക്ക് കേൾക്കാം. ഇത് കേരളം ഇതുവരെ കേട്ടിട്ടില്ല, ആദ്യമായി കേൾക്കുക. നിന്നോട് എതിരാ പറഞ്ഞു അല്ല, അത് പരിശോധിച്ചു നേരെല്ലാം പ്രസംഗത്തിന്റെ ഒന്നുകൂടി ഫസ്റ്റ് മുതലിട്ട് സൗണ്ട് കുറച്ചിട്ട്. നിന്നോട് എതിരാ പറഞ്ഞു അല്ല, അത് പരിശോധിച്ചു നേരെല്ലാം പ്രസംഗത്തിന്റെ നമ്മൾ ഉൾപ്പെട്ടാണ് നേരെ എതിര് പറഞ്ഞു. ഉസ്താദിന് ഏത് വിഷയം അങ്ങനെയാണ് വിവാദത്തിന് വേണ്ടിയിട്ട് എന്താവും വിവാദത്തിന് വേണ്ടി ഉസ്താദ് നുണ പറയും. വിവാദത്തിന് രക്ഷപ്പെടാൻ ഉസ്താദ് നുണ പറഞ്ഞതാണെന്ന് ശിഷ്യൻ സമ്മതിക്കുകയാണ്. ഇപ്പൊ ഇവിടുത്തെ സൗണ്ട് സിസ്റ്റത്തിന്റെ അപര്യാപ്തത കൊണ്ട് കേൾക്കാൻ ക്ലിയർ കുറഞ്ഞാലും ഇൻഷാ അല്ലാഹ് CD വരുമ്പോ അതിൽ കൃത്യമായി നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. അവസാനം പറഞ്ഞെന്താ, വാദത്തിന് വേണ്ടിയും വിവാദങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഉസ്താദ് അങ്ങനെ നുണ പറയാറുണ്ട് എന്നുള്ളത് ശിഷ്യൻ പറയാണ്, മകളെ ഭർത്താവായ ശിഷ്യൻ പറയാണ്. അപ്പോ ഈ നിലയിൽ വളരെ കൃത്യമായ ആധികാരികമെന്ന് പറഞ്ഞ രേഖയെ റഷീദ് സഖാഫി ഏലംകുളം തച്ചുടച്ചിരിക്കുന്നു. ഇനി എന്താ വേണ്ടതെന്നുള്ള കാന്തപുര ഉസ്താദിന്റെ ശിഷ്യന്മാര് തീരുമാനിക്കുക. അടുത്ത ചോദ്യകർത്താവിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. എന്റെ പേര് അജ്മൽ. എന്റെ സംശയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴലില്ല എന്ന വിഷയത്തിൽ ഇമാമിങ്ങളുടെ നിലപാട് എന്താണ്? ഒരു ചോദ്യം കൂടിയുണ്ട്. പേരോട് ഉസ്താദ് ഇടക്ക് നിഴലുണ്ടാവുമെന്ന് വാദിച്ചത് വ്യക്തമായ ഹദീസിന്റെ അടിസ്ഥാനത്തിലല്ലേ? പിന്നെ എന്തിനാണ് അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്നത്? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴൽ ഉണ്ടാകുമോ ഇല്ലയോ എന്ന വിഷയത്തിൽ ഇമാമിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണെന്നാണ് ആദ്യത്തെ ചോദ്യം. അതിനെപ്പറ്റി ചർച്ച ചെയ്ത മുഴുവൻ ഇമാമിങ്ങളും ഒരു നിലക്കും ഒരു രൂപത്തിലും നിഴൽ തീരെയില്ല എന്ന് കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട്. ധാരാളം ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അതിന് കാരണം പറഞ്ഞത് അന്നഹു നൂറുൻ, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൂറാണ് എന്നതാണ്. പക്ഷെ ഇവിടെ ചോദിച്ചത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഒരു ഹദീസിന്റെ വെളിച്ചത്തിലല്ലേ അത് പറഞ്ഞതെന്നാണ്. അതുതന്നെ അദ്ദേഹം ഒരുപാട് കാലം സുന്നത്ത് ജമാഅത്ത് സുന്നി എന്ന് പ്രസംഗിച്ചു. എന്നിട്ടും അതിന്റെ ഒന്നാമത്തെ പാഠം, സുന്നത്ത് ജമാഅത്തിന്റെ ഒന്നാമത്തെ പാഠം അദ്ദേഹത്തിന് മനസ്സിലായില്ല എന്നാണ് അതിന്റെ അർത്ഥം. ചുരുങ്ങിയ രൂപത്തിൽ ഞാനത് പറയുകയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ ഒന്നാം പാഠം, പാഠം 1, ഇമാമിങ്ങളല്ലാത്തവർ ഹദീസോ ഖുർആാനോ കണ്ടിട്ട് അതിൽ നിന്ന് ഇന്നത് കിട്ടി എന്ന് പറയാൻ പാടില്ല. അതിലേക്ക് ഇഖ്താദ് ചെയ്യൽ, അതിലേക്ക് കാലെടുത്ത് വെക്കാൻ തന്നെ പാടില്ല. അങ്ങനെ കാലെടുത്ത് വെക്കുന്നവൻ സൂഉൽ ഖാത്തിമത്ത്, അവസാനം ചീത്തയായി ഈമാൻ പോയി മരിച്ചുപോകാൻ കാരണമാകുമെന്ന് വരെ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ അൽ ഹാവിൽ ഫതാവയിൽ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളിൽ നിന്ന് എടുത്തുദ്ധരിച്ചുകൊണ്ട് മഹാനവറുകൾ പറയുന്നു, അവസാനം ചീത്തയായി ഈമാനില്ലാതെ മരിച്ചുപോകാൻ ഏറ്റവും വലിയ കാരണമാകുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് അതിലേക്ക് ഹൗല് ചെയ്ത് അതിലേക്ക് ആണ്ടുപൂണ്ടിറങ്ങി വിവരമില്ലാത്തവർ ചർച്ച ചെയ്യലാണ്. ഇവിടെ ഞാൻ 1-2 കാര്യങ്ങൾ, അതൊരു വലിയ വിഷയമുണ്ട്, പറയാണ്. ഇത്
ബുർദയുടെ അർത്ഥവും വ്യാഖ്യാനവും പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ ശിഷ്യൻ പുളിയക്കോട് അബ്ദുൽ മജീദ് സഖാഫി രചിച്ചതാണ്. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി നിഴലുണ്ട് എന്ന് വാദിക്കാൻ വേണ്ടി ഹദീസിലൊരു ലില്ല് എന്നുള്ള വാചകം കണ്ടപ്പോ ഒറ്റയടിക്ക് ചാടി വീണതാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ശിഷ്യൻ അദ്ദേഹം കാണിച്ച ഒരു മര്യാദയെങ്കിലും പേരോട് അബ്ദുറഹ്മാൻ സഖാഫി കാണിക്കേണ്ടതായിരുന്നു. ബുർദയിൽ നിങ്ങൾക്ക് കേൾക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂമേനയോട് ചേർന്ന മണ്ണിന് തുല്യമായ ഒരു സുഗന്ധവുമില്ല. ആ മണ്ണ് മണക്കാനും ചുംബിക്കാനും കഴിഞ്ഞവർക്കാണ് മുഴുവൻ സന്തോഷവും എന്നാണ് ആ വരിയുടെ അർത്ഥം. എന്നിട്ട് പറയാണ് ഇമാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് മുമ്പുള്ള വിശേഷണങ്ങൾ ഏറെ വർണ്ണിച്ചതിന് പിറകെ വഫാത്തിന് ശേഷമുള്ള വിശേഷണങ്ങളും വർണ്ണിക്കുകയാണ്. ഇവിടെ പ്രയോഗിച്ച പ്രയോഗം എന്താ? തുറുബൻമഹു എന്നാൽ എല്ലുകൾ എന്നാണ് അർത്ഥമെങ്കിലും ബുർദന്റെ അർത്ഥം പേരോട് വെച്ചോട് വെക്കുകയാണെങ്കിൽ എന്ത് വെക്കണം? ഒരു വാചകം കണ്ട് കണ്ണു മൂക്കില്ലാതെ അർത്ഥം വെക്കുകയാണെങ്കിൽ ഇതിന് നേരെ അർത്ഥം എല്ലുകൾ എന്നാണെങ്കിലും തിരുനബിയുടെ ശരീരം മുഴുവനുമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഏതെങ്കിലും വാചകം കണ്ട് കണ്ണും മൂക്കുമില്ലാതെ അർത്ഥം വെക്കാൻ പാടില്ല. അപ്പൊ പേരോട് ചെയ്തത് ഈ മുടിയെ ന്യായീകരിക്കാൻ വേണ്ടി ചെയ്തപ്പോ അദ്ദേഹത്തിന് ഈ വിഷയവുമായിട്ട് യാതൊരു വിവരവുമില്ല. അതിന് ഇൽമ് സത്യത്തിൽ യഥാർത്ഥത്തിൽ വേണ്ട അടിസ്ഥാനമില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഞാനൊരൊറ്റ ഹദീസ് പറയാം. ഇമാമിങ്ങളൊക്കെ ഉദ്ധരിച്ച് സ്വഹിയായ ഹദീസാണ്. മൂസാ നബി അലൈഹിസ്സലാം യൂസുഫ് നബി അലൈഹിസ്സലാമിന് ഈ മിസ്രിൽ നിന്ന് പോകുമ്പോ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ അഥവാ എത്രയോ കാലം മുമ്പ് വഫാത്തായ പ്രവാചകനാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. അവിടുത്തെ ശരീരവും കൊണ്ടാണ് പോകുന്നത്. അതിന് ഹദീസിൽ വന്ന വാചകം വൈതാനം കൊണ്ടുപോയി എന്നാണ്. വൈതാനം എന്ന് വെച്ചാൽ നേരെ അർത്ഥം വെക്കുകയാണെങ്കിൽ പേരോട് അർത്ഥം വെച്ച പോലെ ജമ്മിയാണെങ്കിൽ അതിനർത്ഥം എന്താ കിട്ടുമെന്നറിയോ? എല്ലും കൂടും കൊണ്ടാ പോയത്. എന്നിട്ട് അതിനെ അൽബാനി എന്ന് പറയുന്ന വഹാബികളുടെ ആധികാരിക ശബ്ദം അൽബാനി അദ്ദേഹം ഈ ഹദീസ് പറയുന്നിടത്ത് പറയാണ്, ഞാൻ ഈ ഹദീസ് കണ്ടപ്പോൾ നമ്പരുന്നു. കാരണം ഹബീബ് തങ്ങൾക്ക് തങ്ങളുടെ ശരീരം അല്ലെങ്കിൽ അമ്പിയാക്കന്മാരുടെ ശരീരം ജീർണിക്കുകയില്ലെന്ന് ഹദീസിലുണ്ട്, സ്വഹിയായ ഹദീസിലുണ്ട്. അതൊരു നിയമമായിട്ട് സ്ഥിരപ്പെട്ടതാണ്, എല്ലാവർക്കും അറിയാം. അതിനെതിരാണോ ഈ ഹദീസ് എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അഅ്ലമഹു എന്ന വാചകം അല്ല ഇലാമു എന്നത് ശരീരത്തിന് ഉപയോഗിക്കാറുണ്ട്, ജസദെ ശരീഫിന് മൊത്തം ശരീരത്തിന് ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഉപയോഗിച്ചു. അപ്പൊ പേരോടെന്താ ചെയ്തത്? ഹബീബ് തങ്ങൾക്ക് നിഴലില്ല എന്ന് ഇമാമിങ്ങളൊക്കെ പഠിപ്പിച്ചു എന്നതിന് പുറമെ ഹബീബ് തങ്ങൾക്കൊരിക്കലും നിഴലില്ല എന്നത് 100% സ്വഹിയായ ഹദീസിലുള്ളതാണ്. അവിടെ ഈ ഒരു ഭാഷയിൽ തീരെ 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 ഇല്ല എന്ന് പറയാനുള്ള എല്ലാവിധ തൗക്കീദോടും എല്ലാവിധ ഉറപ്പോടും കൂടി ആണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഹദീസ് വന്നത്. അപ്പൊ ഇതിനെതിരായിട്ട് മൂപ്പർക്ക് ഇപ്പൊ എന്താണ്? ഈ മുടിക്ക് നിഴലുണ്ട്, അപ്പൊ നിഴല് ഇല്ല എന്ന് നെല്ലിക്കുത്ത് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇതിന് നിഴലുണ്ട്. അപ്പോൾ പിന്നീട് ആരെങ്കിലും പരിശോധിക്കുമ്പോ നിഴല് കണ്ടാലോ എന്ന് കരുതിയിട്ട് മൂപ്പര് ലോകത്താദ്യമായിട്ടൊരു വാദം പറഞ്ഞതാണ് ഹദീസുകൾ കൂട്ടുപിടിച്ച് സുന്നത്തെ ജമാഅത്തിന്റെ ഈ കടക്കൽ കത്തിവെച്ച് ഇമാം സുന്നത്ത് റളിയല്ലാഹു അൻഹു പോലുള്ള പണ്ഡിതന്മാര് അവസാനം ചീത്തയായി മരിച്ചു പോകുമെന്ന് പറഞ്ഞ ആ പ്രവൃത്തി അദ്ദേഹം ചെയ്യാൻ കാരണം ഇതിനെ ന്യായീകരിക്കാനാണ്. മൂപ്പരെന്ത് ചെയ്തു? നിഴൽ ഇടക്കുണ്ടാകും ഇടക്കുണ്ടാവില്ല. ഈ വാദത്തിന്റെ പേരാണ് മേഡ് ഇൻ കുറ്റ്യാടി വാദം. ദുനിയാവിന് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അത് പറയുന്നത് വരെ ഒരൊറ്റ സുന്നി പണ്ഡിതൻ പറഞ്ഞിട്ടില്ല, ഒരൊറ്റ സലഫി പണ്ഡിതൻ പറഞ്ഞിട്ടില്ല. സുന്നി പണ്ഡിതന്മാർ മുഴുവൻ പറഞ്ഞു നിഴലില്ലേ ഇല്ല, അങ്ങനെ ഒരു പ്രശ്നമില്ല. സലഫി പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു നിഴലുണ്ട്. പേരോട് പറഞ്ഞതോ ചിലപ്പോൾ മേലുണ്ടാവും ചിലപ്പോൾ ഉണ്ടാവില്ല എന്നുള്ളത് ആ മേഡ് ഇൻ കുറ്റ്യാടി വാദം അദ്ദേഹം അവതരിപ്പിച്ചത്. ഇത് ഇനി ഒരാൾ പരിശോധിച്ച് നേല് കണ്ടാൽ പേരോടെന്ന് പറയാലോ? ഞാൻ പറഞ്ഞില്ല, ഇടക്കുണ്ടാവും. അപ്പൊ ഇവർ ചോദിച്ചു നേല്, അപ്പൊ ചോദിക്കല്ലോ ഈ നമ്മള് നെല്ലിക്കുത്ത് പറഞ്ഞതോ? അപ്പൊ നെല്ലിക്കുത്ത് നോക്കിയ ആ സമയത്ത് കണ്ടിട്ടില്ല എന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷേ ഹബീബിനോട് കളിച്ചതുകൊണ്ട് ആ ഒരൊറ്റ കാര്യം പറഞ്ഞതിന്റെ പേരിലാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഇന്ന്
ഒരൊറ്റ കുട്ടിയുടെ സുന്നി കുട്ടികൾ അഥവാ അവിടുന്ന് വന്ന ഞങ്ങളെ മുന്നിൽ നിൽക്കാൻ ധൈര്യമില്ലാതെ ഒളിച്ചോടുന്നത്. അതുകൊണ്ട് വിശദീകരിച്ച് പറയേണ്ട, ആ ഇഖ്താമ് തന്നെ, ആ പറഞ്ഞത് തന്നെ എല്ലാവരും കുറെ തഹക്കീക്കുള്ള ആൾക്കാർ, ഞങ്ങൾ ഭയങ്കര മുഹക്കിങ്ങളാന്ന് പറഞ്ഞ ഈ വിഭാഗത്തിൽ കുറെ പണ്ഡിതന്മാരുണ്ടല്ലോ, ആരോട് ചോദിച്ചാലും പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാർ എല്ലാവരെയും സ്നേഹത്തോടെ വിളിക്കുകയാണ് ഇതിനെതിരായിട്ട് പറയാൻ പഞ്ചേതമുള്ള, ഞാനീ പറഞ്ഞ അടിസ്ഥാനത്തിനെതിരെ, അഥവാ ഈ ഹദീസോ ആയത്തോ കണ്ടിട്ട് ഒരു നിയമം പറയാൻ അതിലേക്ക് ഇഖ്താമ് ചെയ്യൽ, കാലെടുത്ത് വെക്കല് ഹറാമാണെന്ന് ഇജ്മാ ആണെന്നുള്ള വിഷയത്തിൽ ഏതെങ്കിലും മൊഴിയാർക്ക് അത് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അവർക്കത് കാണിക്കാവുന്നതാണ്. കാരണം പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, ഞാൻ എല്ലാവരെയും വായിക്കാറുണ്ട്, പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ മദ്ഹബുൽ സുന്നത്തിനെതിരെ എന്നുള്ള പുസ്തകത്തിൽ അദ്ദേഹം അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഈ വിവാദം വരുന്നതിന് മുമ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ തറപ്പിച്ച് പറയാണ്, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അതിനുവേണ്ടി കളിച്ച എല്ലാ നാടകവും അബദ്ധമാണെന്നതിന് പുറമെ അയാൾ അതിനുശേഷം തീയറിയോ, ഇത് വെച്ചുപിടിക്കാണ്ടായപ്പോ അയാള് ഒരു സ്ഥലത്തുനിന്ന് പറഞ്ഞു, അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല മക്കളെ, ഹബീബ് തങ്ങൾ നൂറാണെന്ന് ഇമാമിങ്ങൾ പറഞ്ഞത് മാനവിയായ നൂറാണ്, ഹിസ്സിയായ നൂറല്ല, ഹിസ്സിയായ നൂറടക്കുണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് സയ്യിദ് അലവി മാലിക്കി തങ്ങളുടെ അൽ ഇൻസാനുൽ കാമിൽ എന്ന് പറയുന്ന കിതാബിലുണ്ട് എന്ന് പറഞ്ഞു. എന്നാ പേരോട് ഉസ്താദിനോട് സ്നേഹത്തിൽ പറയാണ്, ഞാൻ ഉസ്താദിന് അറബി ഭാഷ പഠിച്ചിട്ടില്ല, ഞാൻ പള്ളി ദർശി പോയിട്ടില്ല, ഞാൻ ചിലപ്പോ നിങ്ങൾ പറയാറുണ്ടല്ലോ സീഡ് കേട്ട് പഠിച്ചതാണെന്ന്, എന്നാ പറയാണ് ആ ഇൻസാനുൽ കാമിൽ വെച്ചിട്ട് അതിൽ ഒരൊറ്റ അറബി ഭാഷ അറിയുന്നവരെ കൊണ്ട് ഈ പേരോട് ഉസ്താദ് അർത്ഥം വെച്ചതല്ല, നിങ്ങളുടെ വിഭാഗത്തിന് ഒരു ഔദ്യോഗികമായ പണ്ഡിതനെ കൊണ്ട് അർത്ഥം വെപ്പിക്കാൻ കഴിയില്ല. കാരണം അതെനിക്ക് പോലും അറിയുന്നുണ്ട് ഉസ്താദെ, അതെനിക്ക് പോലും വെറുതെ വായിച്ചു പഠിച്ച് എനിക്ക് പോലും അറിയാം അതിന്റെ അർത്ഥം. അതുകൊണ്ട് അതൊക്കെ വേണമെങ്കിൽ ഉസ്താദിന്റെ ഇൽമ് ആലിമ് എന്നൊക്കെ പറഞ്ഞ് അള്ളാന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കളിച്ചപ്പോൾ അതൊക്കെ എവിടെയോ പോയിട്ടുണ്ട്. അതുകൊണ്ട് തൗബ ചെയ്ത് വരുത്തല്ലാതെ നിവൃത്തിയില്ല. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞത് ചിലർക്ക് കണ്ടവും മുണ്ടവും കണ്ട് ദീന് പറയുന്ന ചില ആൾ ഇറങ്ങിയിട്ടുണ്ട്, ഓർക്ക് തിരിഞ്ഞില്ല, അത് കണ്ണാടിയിൽ കണ്ട നിഴലാണ്. ഉസ്താദേ, ഞാനൊരു ഫിസിക്സിന്റെ അധ്യാപകനാണെന്ന് ഉസ്താദ് പറഞ്ഞല്ലോ, ആ കണ്ണാടി കാണുന്നതിന്റെ പേര് നിഴല് എന്നല്ല ഉസ്താദേ, അത് ഷേഡോ എന്നാണ് നിഴല് എന്ന് പറഞ്ഞ, കണ്ണാടി കാണുന്നത് ഇമേജാണ്. അതൊക്കെ നമ്മളോട്, ഞാനതിന് ഉസ്താദല്ലേ, അതുകൊണ്ട് എന്നോടൊക്കെ ഒന്ന് ചോദിച്ച് പഠിക്കേണ്ട വിഷയമാണത്. കണ്ണാടിയിൽ കാണുന്നത് അതിന്റെ പേര് ഇമേജ്, അതിനൊരിക്കലും നിഴല് എന്ന് പറയൂല. നിഴല് എന്ന് പറയുന്നത് ഷേഡോ ആണ്. ഷേഡോ എന്ന് പറഞ്ഞാൽ ഒരു സാധനം കൊണ്ട് മറിഞ്ഞിട്ട് ഒരു ദുൽമത്ത്, ഒരു ഇരുട്ട് വരുത്താണ്. ഹബീബിനെ കൊണ്ട് ഒരു സ്ഥലത്ത് ഇരുട്ട് വരും ഉസ്താദെ, എന്നിട്ട് അതും ക്ലച്ച് പിടിക്കാതിരുന്നിട്ട് എന്തൊക്കെയാ പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, പേരോട് ഉസ്താദ പറഞ്ഞത് പച്ച അബദ്ധമാണെന്ന് മാത്രമല്ല, അതിൽ അദ്ദേഹം തൗബ ചെയ്ത് മടങ്ങിയിട്ടില്ലെങ്കിൽ അതിന്റെ ആ ഗൗരവം വളരെ വലുതാണ്. കാരണം ഒരു കഷ്ണം മുടിക്ക് വേണ്ടി ഹബീബായ തങ്ങളുടെ സവിശേഷതയെ നിഷേധിച്ചതാണ്. അതുകൊണ്ട് അതിലേക്ക് ഒരാൾക്കും ചർച്ച വേണ്ട. അതിലേക്ക് ഇഖ്താം ആ ഹദീസ് ഉദ്ധരിച്ചത് തന്നെ, ആ ഹദീസ് എല്ലാവരും അതിനെപ്പറ്റിയൊക്കെ ചർച്ച ചെയ്യാറുണ്ട്, സൈനബ് ബീവിയുടെ ഹദീസിനെ പറ്റി. ആ ഹദീസ് ഉദ്ധരിച്ചത് തന്നെ സുന്നത്ത് ജമാഅത്തിന് എതിരാണ് എന്ന് ഞാൻ ഒരല്പം ഗൗരവമുള്ളതുകൊണ്ട് നീട്ടിപ്പറഞ്ഞതാണ്. അസ്സലാമു അലൈക്കും. നിഴൽവാദത്തിൽ പുതിയ കണ്ണാടിയാണ്, കണ്ണാടിയിലുള്ളത് നിഴലാണ് എന്ന് പറഞ്ഞ, മലയാളം അറിയില്ല, ഇംഗ്ലീഷും അറിയില്ല, വെല്ല് എന്ന് പറഞ്ഞ അറബിന്റെ അർത്ഥം അറിയില്ല എന്ന് പറഞ്ഞാൽ വല്ലാത്ത മോശവും വിഷമമാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ കണ്ടു എന്ന് പറയാനാണ് ഈ കണ്ണാടിയെ വീണ്ടും എടുത്തുകൊണ്ടിട്ടത്. അങ്ങനെ പറയുന്നില്ലെങ്കിലും അതിനാണ് കൊണ്ടിട്ടത്. പക്ഷെ ഞാൻ അത്ഭുതപ്പെട്ടുവാണ്, ഇസ്ലാമിക ചരിത്രം വായിക്കുമ്പോൾ മക്കയിലെയും മദീനയിലെയും വീടുകൾക്ക് ഉപയോഗിച്ച റോ മെറ്റീരിയൽസിൽ സാധാരണയായി കാണുന്നത് ചരിത്രത്തിലുള്ളത് ഈന്തപ്പനയോലയും മറ്റൊക്കെയാണ്. അന്നത്തെ ഈന്തപ്പനയൊക്കെ സ്ഫടികമായിരുന്നു എന്നറിയുമ്പോൾ വല്ലാത്തൊരു അത്ഭുതം തോന്നുകയാണ് ഉസ്താദെ എന്ന് ഇടയ്ക്ക് ഓർമ്മിപ്പിക്കുകയാണ്. ഏതായാലും ചോദ്യങ്ങൾ ഇങ്ങനെ ഇവിടെ കുറെ വന്നിട്ടുണ്ട്, കുറെ ചോദ്യങ്ങളുണ്ട്. ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളോട് അറിയിച്ചിട്ടുണ്ട്, ഈ പരിപാടി ഇങ്ങനെ ഒരു പ്രദേശത്ത് വെച്ചാൽ മാത്രം പോരാ. ഒരു സഹോദരൻ പ്രത്യേകം പറഞ്ഞു, ഇത് നാട്ടുകാർ മുഴുവൻ ഇനിയും കേൾക്കേണ്ടതാണ് എന്നൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ പറയുന്നത് ജനങ്ങളിൽ എത്തിക്കണമെന്നാണ്. അതിനുവേണ്ടി ഇതിന്റെ ക്യാമറ റെക്കോർഡിങ്ങുകളും കാണുന്നുണ്ടല്ലോ, ഇത് റെക്കോർഡ് ചെയ്തിട്ട് ഇത് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കിട്ടുന്ന വിധത്തിലേക്ക് എല്ലാവരുടെ കയ്യിലും എത്തും.
ഇൻഷാ അല്ലാഹ് ആ സമയത്ത് ഇതിൽ കുറേ ക്ലിപ്പുകൾ ഞങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പൊ സമയത്തിന്റെ കുറവ് കൊണ്ട് ഒഴിവാക്കിയിട്ടുണ്ട്. അതെല്ലാം അതിൽ വരും, സമ്പൂർണ്ണതയായിരിക്കും. നിങ്ങൾ കേട്ടു എന്ന് കരുതിയിട്ട് അതല്ല പൂർണ്ണത എന്ന് മനസ്സിലാക്കണം. എന്നിട്ട് നിങ്ങൾ ഓരോരുത്തരും അത് ചെറിയ പൈസ ഇൻഷാ അല്ലാഹ് വരുള്ളൂ, അത് വാങ്ങിച്ച് ഈ പറയപ്പെട്ട ഇതിൽ തെറ്റിദ്ധരിച്ച് കുടുങ്ങിപ്പോയ ആയിരക്കണക്കിന് ആളുകളുണ്ടാവും. അവർക്കൊക്കെ 10,000-കണക്കിന് കോപ്പി നമ്മൾ എത്തിച്ചു കൊടുക്കണം. ഓരോ ആളുകളുടെ ഭാഗത്തേക്ക്, ഓരോ നാട്ടിലേക്കും ഏരിയയിലേക്കും എത്തിക്കണം. നമ്മുടെ സമ്മേളനത്തിൽ ഇൻഷാ അല്ലാഹ് ഈ കോപ്പി ഇത് ഇറങ്ങുന്നതാണ്, ഇത് വരുന്നതാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഇടക്കാലത്തൊക്കെ ഹമീദ് ഫൈസി ഉസ്താദൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. വെല്ലൂരെ സനദിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ ഞങ്ങളുടെ കയ്യിൽ രേഖയുണ്ട്. സനദുണ്ടെന്നോ ഇല്ലോ എന്നുള്ളതല്ല, രേഖയുണ്ട് ഞങ്ങളുടെ കയ്യിൽ. പിന്നെ അതുപോലുള്ള സ്ഥലത്ത് ചോദിച്ചാൽ നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളിൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും. ചില സമയത്ത് പറയും ഹസ്രജിയുടെ പരമ്പരയെക്കുറിച്ച് സ്റ്റേജിൽ നിന്ന് പറഞ്ഞത് വേറെയാണ്, സുന്നി വോയിസിൽ അങ്ങനെ ഉണ്ടെന്നൊക്കെ ഉസ്താദ് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇത് കേട്ടിട്ട് പലരും പറയാറുണ്ട് അത് വെറുതെ പറയാണ് എന്ന് പറയുന്ന ഇവരുടെ പക്ഷത്തുള്ള ആളുകളുണ്ട്. അവരുടെ സംശയത്തിന് ബാധ്യതയുണ്ടല്ലോ ഉസ്താദിന് തീർത്തു കൊടുക്കാൻ. അതുകൊണ്ട് നിങ്ങൾ വെറുതെ ഞങ്ങൾ വിടൂല. നിങ്ങളെ ഞങ്ങൾ അബുദാബിയിലേക്ക് വിളിച്ചിരുന്നു, അതിന്റെ മറുപടി കൂടി പറയേണ്ടതുണ്ട്. അതിപ്പോ പറയണ്ട, ഞങ്ങൾ വരും ചോദ്യമായിട്ട്. അന്നേരം ഉത്തരം പറയാൻ തന്റെ ഇടമുണ്ടോ നെഞ്ചുറപ്പുണ്ടോ എന്നുള്ളത് ഞങ്ങൾക്ക് ഇനിയും അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഉസ്താദ് ആദ്യം പറഞ്ഞതിന് മറുപടി പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പ്രസിദ്ധമായ ഷാർ മുബാറക്കുകൾ പലതിനും കൃത്യമായ സനദുണ്ട് എന്ന് ഉസ്താദ് പറഞ്ഞു. ചില ഷാർ മുബാറക്കുകൾക്ക് അത് മുത്തവാത്തിറായി പൊതുസമൂഹം ഏകകണ്ഠമായി അംഗീകരിച്ച് തങ്ങളുടേതാണെന്ന് പറഞ്ഞു വരുന്നതുമുണ്ട്. ഇവിടെ വിവാദവിധേയമായത് വെല്ലൂര് ലത്തീഫിയ അറബിക് കോളേജിലെ ഷാർ മുബാറക്കാണ്. ആ വിശുദ്ധ കേശത്തിന്, ഡൽഹിയിലെ വിശുദ്ധ കേശത്തിന്, കശ്മീരിലെ വിശുദ്ധ കേശത്തിന്, ഇതിന് മൂന്നിനും സനത് സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് എന്ന് കാന്തപുരം വിഭാഗം സമസ്തയിൽ നിന്ന് വേറിട്ട് പോകുന്നതിന് മുമ്പ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒന്നായിരുന്ന കാലഘട്ടത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്ന സുന്നി യുവജന സംഘത്തിന്റെ മുഖപത്രമാണ് സുന്നി ടൈംസ്. ആ സുന്നി ടൈംസിൽ അങ്ങനെ ലേഖനം എഴുതി വച്ചിട്ടുണ്ട്. ഞങ്ങളും നിങ്ങളും വിശ്വസിക്കാൻ ബാധ്യസ്ഥരാണ്. 17/8/1964 സുന്നി ടൈംസിൽ പാവനാവശിഷ്ടം അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ കേശം എന്ന തലവാചകത്തോടുകൂടി പി.കെ. മഹ്മൂദ് മൗലവി BSA കോളേജ് വെല്ലൂർ ബാഖിയാത്തുസ് സ്വാലിഹാത്ത് അറബിക് കോളേജിൽ നിന്ന് എഴുതുന്നു. ആ ലേഖന പരമ്പരയുടെ ഒരു ഭാഗം അവരുടെ എല്ലാം കാലശേഷവും യാതൊരു പ്രാധാന്യക്കുറവും കൂടാതെ സ്വാലിഹീങ്ങളുടെ കൈകളിലൂടെ നീങ്ങി വന്നാണ് കശ്മീരിലും ഡൽഹിയിലും വെല്ലൂരിലും മറ്റും അത് എത്തിച്ചേർന്നത് ഇന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പിൻതലമുറകളായ നമുക്ക് ലോകഗുരുവിന്റെ വിശുദ്ധാവശിഷ്ടമെങ്കിലും സന്ദർശിക്കുവാനുള്ള സൗഭാഗ്യം ലഭിക്കുവാൻ ഇടയാക്കിയ അവരുടെ ഈ പ്രവർത്തനങ്ങൾക്ക് നാം അവരോട് കടപ്പെട്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുതൽ ഇപ്പോൾ സൂക്ഷിക്കുന്ന ആൾ വരെ പ്രസ്തുത കേശം വന്നു ചേർന്ന സനദും ബ്രാക്കറ്റിൽ പരമ്പര ഇവരുടെ വശം സൂക്ഷിച്ചു വരുന്നുണ്ട്. വെല്ലൂരിലെ അബ്ദുൽ നസർ ഖുതുബുദ്ദീൻ സയ്യിദ് മുഹമ്മദ് ബാഖിർ ഖാദിരി എന്നിവരുടെ കൈവശമുള്ള പുണ്യമുടി കഴിഞ്ഞ വർഷം 1388 റബീഉൽ അവൽ 12 പൊതു കാഴ്ചക്ക് എടുത്തപ്പോൾ ഈ ലേഖകന് കാണുവാൻ ഭാഗ്യം ലഭിച്ചു എന്ന് പറഞ്ഞു തുടരുന്നുണ്ട്. അതിന് പരമ്പരയോട് സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് എന്ന് 1964 സുന്നി ടൈംസ് എഴുതുമ്പോൾ കാന്തപുരത്തിന്റെ ഈ മുടി വിവാദവുമായി ബന്ധപ്പെട്ട് കാന്തപുരം വിഭാഗം പ്രസിദ്ധീകരിക്കുന്ന പൂങ്കാവനം മാസിക ആ ആശയം ഒന്നുകൂടി ആവർത്തിച്ചെഴുതുന്നു. പൂങ്കാവനം മാസിക ഫെബ്രുവരി 11 ലക്കത്തിൽ ഇങ്ങനെ തന്നെ എഴുതുന്നു. കുത്തുബെ വേലൂർ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട വെല്ലൂരിലെ അബ്ദുൽ നസർ ഖുതുബുദ്ദീൻ സയ്യിദ് മുഹമ്മദ് ബാഖിർ അൽ ഖാദിരി എന്ന മഹാനവരുടെ കൈവശവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേശം ഉണ്ടായിരുന്നുവെന്നും സ്വഹാബി പ്രമുഖനായ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു മുതൽ അത് കൈമാറി പോന്നവരുടെ നാമപരമ്പരയും, ഇവിടെ സനദിൽ നാമപരമ്പരയും അദ്ദേഹം സൂക്ഷിച്ചു വച്ചിട്ടുണ്ടെന്നും ചരിത്രകാരന്മാർ പറയുന്നു. പൂങ്കാവനം ഫെബ്രുവരി 2011 ഈ വിവാദ പശ്ചാത്തലത്തിൽ എഴുതിയത്. അവർ പോലും അംഗീകരിക്കുന്നു വെല്ലൂരിലെ മുടിക്ക് സനദ് അവിടെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് എന്നത്. മറ്റൊരു കാര്യം രാമന്തളി ചോദിച്ചത്, ഈ സനദുമായി ബന്ധപ്പെട്ട് കാരന്തൂരിൽ വായിച്ച സനദിന്റെ എതിർ ഒരു വിഷം സുന്നി വോയിസിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ എന്ന്. തീർച്ചയായും
അഹമ്മദ് ഖസ്റജി മർക്കസിൽ വന്ന് സമ്മേളനത്തിൽ വെച്ച് കാന്തപുരത്തിന് മുടി കൈമാറി കൃത്യമായ സനദ് പരമ്പര സനദില്ല എന്ന് പറഞ്ഞവർക്ക് വേണ്ടി ഇതാ പരസ്യമായി സനദ് വായിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സനദ് വായിച്ച് കൈമാറിയ ആ മുടി, ആ സനദ്, ആ പരമ്പര കൃത്യമായി വായിച്ച് നമ്മൾ കേട്ടു. സിവികളിലൂടെ എല്ലാവരും കേട്ടു. അഭിനന്ദനായ ഡോക്ടർ ഉസ്താദ് ബഹാവുദ്ദീൻ കൂരിയാട് അത് നിയമപരമായി വസ്തുതകൾ വെളിച്ചത്തിൽ ചോദ്യം ചെയ്തപ്പോൾ അവർ പിൻവാങ്ങേണ്ടി വന്നു. എന്നാൽ ആ സനദ് ശരിയല്ല എന്ന് പ്രകടമായി തെളിയിക്കുന്ന ഒരു വസ്തുതയാണ് അഹമ്മദ് ഖസ്റജി മുടി കൊടുക്കാൻ കേരളത്തിൽ വന്നപ്പോൾ തന്നെ അവരുടെ തന്നെ മുഖപത്രം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ചീഫ് എഡിറ്ററായ സുന്നി വോയിസ് ഈ വിശുദ്ധ കേശം എന്നവർ വിശേഷിപ്പിക്കുന്ന കേശവുമായി ബന്ധപ്പെട്ട ഒരു അഭിമുഖം ഈ ഖസ്റജിയിൽ നിന്ന് വാങ്ങി. ആ അഭിമുഖം സുന്നി വോയിസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ സുന്നി വോയിസിന്റെ പേജ് നമ്പർ 47-48 അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ച് അഭിമുഖം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ അഭിമുഖത്തിലെ ഒരു പ്രസക്തമായ ചോദ്യം ഇതുമായി ബന്ധപ്പെട്ടതാണ്. തിരുകേശം നിങ്ങൾക്ക് ലഭിച്ചത് എങ്ങനെയാണ്? ഖസ്റജി മറുപടി പറയുന്നു, ഹജ്ജത്തുൽ വദാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി നീക്കിയപ്പോൾ അബൂ തൽഹത്ത് എന്ന അൻസാരിയായ സഹാബി അത് വിതരണം ചെയ്യുകയും അതിൽ നിന്ന് അല്പം പലരുടെ കയ്യിലെന്ന പോലെ അൻസാരി വനിതയായ ഉമ്മു സുലൈമിന്റെ പക്കലും എത്തുകയും ചെയ്തു. റളിയല്ലാഹു അൻഹ, ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ എന്ന ഞങ്ങളുടെ പിതാമഹിയിൽ നിന്നും പരമ്പരാഗതമായി, ശ്രദ്ധിക്കണം, ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനിയിലേക്കും, അപ്പൊ ആ പരമ്പര അങ്ങനെ മുടി ഇങ്ങനെ കൈമാറി പോകുന്നു. പരമ്പര ഫുള്ള് പറയുന്ന ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി ഫേമസ് ആയതുകൊണ്ട് അത് പറഞ്ഞു, അദ്ദേഹത്തിലേക്കും അവിടുന്ന് അവിടുത്തെ പരമ്പരയിൽ തുടർന്ന് ഞങ്ങളുടെ കുടുംബത്തിലേക്കും എത്തുക വഴി ലഭിച്ചതാണ് എന്റെ കയ്യിൽ. അദ്ദേഹം കൃത്യമായി പറയുന്നു. എന്താണ് ഈ പറയുന്നത്? അദ്ദേഹത്തിന് കിട്ടിയ മുടി ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ വഴി പാരമ്പര്യമായി വന്ന് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി എത്തി, അവിടെ നിന്ന് പാരമ്പര്യമായി വന്ന് തന്റെ കുടുംബത്തിൽ എത്തിച്ചേർന്നു. എന്തായിരുന്നാലും ഈ സനദിലെ ഒരു പ്രധാന കണ്ണി ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനിയാണെന്ന് സുന്നി വോയിസ് 2011 ഫെബ്രുവരി 1-28 ലക്കം പറയുന്നു. അഹമ്മദ് ഖസ്റജി സാക്ഷാൽ ഖസ്റജി പറയുകയാണ്. എന്നാൽ അതേ ഖസ്റജി മുടി കൊടുക്കുമ്പോൾ അവതരിപ്പിച്ച പരമ്പര സനദ് ഇന്നും യൂട്യൂബിൽ ലഭ്യമാണ്. ആ പരമ്പരയിൽ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി എന്ന മഹാന്റെ പേരില്ലേയില്ല. എങ്ങനെ ഈ വൈരുദ്ധ്യം വന്നു എന്ന ചോദ്യം ഇന്നും പ്രസക്തമായി നിലനിൽക്കുന്നു. അതുകൊണ്ട് തീർന്നില്ല. ഖസ്റജിയെ കുറിച്ച് അങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രമാവില്ലല്ലോ ഉസ്താദേ. ഖസ്റജിന്റെ വീട്ടിലേക്ക് പോകാനൊക്കെയുള്ള ഒരു വെല്ലുവിളി ഉണ്ടല്ലോ. ചോദ്യങ്ങൾ വരട്ടെ. ചോദ്യകർത്താവിനെ ക്ഷണിക്കുന്നു. അമ്പലഗഡ് ഉസ്താദാണ് ചോദ്യം. താങ്കളുടെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് പേരോട് അബ്ദുറഹിമാൻ സുഖാഫി ഖസ്റജിയുടെ വീട്ടിലിരുന്നുകൊണ്ട് സനദ് കാണാൻ കാത്തുനിന്നിട്ടുണ്ട്. താങ്കൾ വിദഗ്ധമായി മുങ്ങിയതാണല്ലോ അറിയുന്നത്. എന്നാണ് ഇതിന്റെ നിശ്ചയം. അതിനു മുമ്പ് ഉസ്താദ് ചിലപ്പോൾ പറയും ഞാൻ അങ്ങനെ പോയി, ഞാൻ ഇങ്ങനെ പോയതാണെന്നൊക്കെ. പക്ഷെ നിങ്ങൾ വെല്ലുവിളിച്ച് എങ്ങനെയാണെന്നും കൂടി ഒന്ന് കേൾക്കണം. 46 അപ്പൊ ഒഴിഞ്ഞു മാറാൻ വകുപ്പ്. മരിച്ചു പോയിട്ടില്ല, പേരോടും മരിച്ചു പോയിട്ടില്ല, നമ്മളും മരിച്ചു പോയിട്ടില്ല. അബുദാബി നിലനിൽക്കുന്നുണ്ട്. അവിടെ സമാധാന യുദ്ധമല്ല. അബുദാബിക്ക് ടിക്കറ്റും കിട്ടും. എയർ ഇന്ത്യക്ക് എന്തോ 18 സമയം ഒരുപാട് ഫ്ലൈറ്റ്, വേറെ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് പറക്കുന്നുണ്ട്. വിസയും പെട്ടെന്ന് കിട്ടും. പേരോടിന് വിസ ഫ്രീ, ടിക്കറ്റ് ഫ്രീ. ഈ വിഷയം അന്വേഷിക്കാൻ വേണ്ടി അബുദാബി അഹമ്മദ് ഖസ്റജിയുടെ അടുത്തേക്ക് മിതമായ മധ്യസ്ഥന്മാരെ കൂട്ടിക്കൊണ്ട് പോകാൻ തയ്യാറുണ്ടെങ്കിൽ എല്ലാ ചെലവും വഹിക്കാൻ ഞങ്ങൾ പക്ഷെ നമ്മളാ പറഞ്ഞ വാക്കിലൊക്കെ ഉറച്ചു നിൽക്കുന്ന കൂട്ടത്തിലാണ്. കാരണം ബോധ്യപ്പെട്ട കാര്യം മാത്രമാണ് സംസാരിച്ചത്. ഞാൻ സൂചിപ്പിച്ചത് ആ പ്രസംഗത്തിന്റെ ക്ലിപ്പ് കേട്ടാൽ അറിയും, ക്ലിപ്പിൽ പൂർണ്ണമായി എടുത്താൽ അറിയും. 2 കെട്ട് മുടി, ഏകദേശം ഒരു 10-20,000-ഓളം മുടികൾ പ്രവാചക തിരുമേനിയുടെ ചരിത്രത്തിൽ പിൽക്കാലത്ത് അത് പാരമ്പര്യമായി ഇത്ര വലിയ മുടിക്കെട്ടുകൾ സൂക്ഷിച്ചു വന്നൊരു ചരിത്രം ഇല്ല. എന്നാൽ അഹമ്മദ് ഖസ്റജിയുടെ ശേഖരത്തിൽ വലിയ 2 മുടിക്കെട്ടുകളുണ്ട്. ഈ കാര്യം പരിശോധിക്കാൻ വേണ്ടി അബുദാബിയിലേക്ക് പോകുന്ന കാര്യമാണ് വെല്ലുവിളിച്ചത്. കുറ്റ്യാടിയിൽ വെച്ച് അദ്ദേഹത്തിന്റെ മൂക്കിന്റെ മുന്നിൽ വെച്ചാണ്. ഞാൻ പറഞ്ഞു, പക്ഷെ ഇവരെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് മധ്യസ്ഥന്മാർ വേണമെന്ന് പറഞ്ഞു. അദ്ദേഹം തന്റെ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു, ശരി, ഞാൻ പോകാൻ റെഡിയാണ്, എനിക്ക് മധ്യസ്ഥനായി PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പറ്റും, പാണക്കാട് സയ്യിദ് മുനവ്വർ ശിഹാബ് തങ്ങളെ പറ്റും, പോകാം, റെഡി എന്ന് പറഞ്ഞ് അദ്ദേഹം ഏകപക്ഷീയമായ ഡേറ്റ് പ്രഖ്യാപിച്ചു. അദ്ദേഹം പോകുന്നു.
അദ്ദേഹം എന്നിട്ട് പോയിട്ട് പിന്നെ നമ്മളൊരു ബന്ധമല്ല. ഈ മധ്യസ്ഥന്മാരെ അദ്ദേഹം അല്ലെങ്കിൽ ഞാൻ നമ്മൾ കൂടി ആലോചിച്ച് തരപ്പെടുത്തണ്ടേ? തരപ്പെടുത്തിയിട്ട് അവരെ സൗകര്യത്തിന് ഡേറ്റ് നിശ്ചയിച്ചല്ലേ പോകേണ്ടത്? ഇയാൾ എന്ത് ചെയ്യാണ്? ഈ പ്രസംഗം കഴിഞ്ഞിട്ട് ഇയാൾ നേരെ അബുദാബി പോവുകയാണ്. അബുദാബി പോയിട്ട് അവിടെ ചെന്നിട്ട് ഈ ക്ലാസ് റൂമിലൂടെ നമ്മൾ സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂം ഉണ്ട്, SKICR, ഈ പരിപാടി ഇപ്പോ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ആയിരക്കണക്കിന് പ്രവർത്തകർ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു അവരിൽ നിന്നൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ. ആ ഘട്ടത്തിൽ അവരെ ക്ലാസ് റൂമിലൂടെ ഇദ്ദേഹം അറിയിക്കുകയാണ്, ഞാനിതാ വന്ന് നിൽക്കുകയാണ്, എവിടെയാണ് അമ്പലക്കടവ് ഹമീദ് ഫൈസി, അദ്ദേഹത്തെ ഞാൻ വെല്ലുവിളിച്ചിരുന്നല്ലോ, അദ്ദേഹം എന്താണ് വരാത്ത, ഇപ്പൊ ഹസരത്തിന്റെ മുന്നിൽ ഞാൻ ഇരിക്കുന്നുണ്ട്, വല്ല ഫുട്ബോളൊക്കെ ഇങ്ങനെ കമന്ററി ചെയ്യുന്ന പോലെ ഇയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവിടുന്ന് ഇയാൾ പോകാൻ വേണ്ടി വെല്ലുവിളി സ്വീകരിച്ച് അന്തസ്സായി പോകാൻ തയ്യാറുണ്ടെങ്കിൽ ഈ പാണക്കാട് സയ്യിദ് മുനവ്വർ ശിഹാബ് തങ്ങൾക്ക് മധ്യസ്ഥനായി പറ്റുമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് PK കുഞ്ഞാലുസ്താദിനെ പറ്റുമെന്ന് പറഞ്ഞു. അവരെ മധ്യസ്ഥരായി കൂട്ടണ്ടേ? എന്നിട്ട് നമ്മൾ ഒരുമിച്ച് പോകാൻ ഡേറ്റ് ഫിക്സ് ചെയ്യണ്ടേ? ഞാൻ ഉടനെ ബന്ധപ്പെട്ടു. ഈ വിവാദം ഉണ്ടാക്കിയപ്പോൾ ഞാൻ ചെന്നിരാന്നുള്ള വിവാദം ഉണ്ടാക്കിയപ്പോ PK കുഞ്ഞാൽ സാഹിബിനെ വിളിച്ചു. കുഞ്ഞാൽ സാഹിബ് പറഞ്ഞു, ഞാൻ മന്ത്രിസഭ ഉണ്ടാക്കാൻ തിരക്കിലാണ് ഈ സമയത്ത്, ഞാൻ അങ്ങനത്തെ പരിപാടിക്ക് നിന്നപ്പോൾ ഇയാൾ വിളിച്ചിട്ടില്ല, എനിക്ക് ആളെ ബന്ധപ്പെട്ടിട്ടില്ലായിരുന്നു. മുനവ്വർ ശിഹാബിനോട് ചോദിച്ചു, തങ്ങളോട് ഇന്നയാൾ വിളിച്ചിട്ടില്ലായിരുന്നു. ഈ രണ്ടാളുകളെയും ടെലിഫോണിൽ പോലും ബന്ധപ്പെടാതെ ഏകപക്ഷീയമായി അവിടെ പോയി അദ്ദേഹം കാര്യം കൈകാര്യം ചെയ്ത് ഈ കബളിപ്പിക്കൽ നാടകം, ഇത്തരം നാടകം ഒരു പക്ഷേ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മൗലവിമാരിൽ താൽക്കാലികമായി പഴയകാലത്ത് വിജയം നേടിയിരിക്കാം. സുന്നത്ത് ജമാഅത്തിന്റെ ചുണക്കുട്ടികൾക്ക് വിജയം നേടാൻ പോകുന്നില്ല എന്ന് ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ കൂടി പറയുന്നു, ഇന്നും പേരോട് അബ്ദുൽ റഹ്മാൻ സഖാഫി ആരോഗ്യത്തോടെ ഇരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അള്ളാഹു അനുഗ്രഹിച്ചാൽ അതേ ഓഫർ നിലനിൽക്കുന്നുണ്ട്. ടിക്കറ്റ് ഫ്രീ, ഈ വിസ ഫ്രീ. ആൾ റെഡിയാണെങ്കിൽ നിങ്ങളൊക്കെ സാക്ഷിയാണല്ലോ. ഇതുപോലെ മധ്യസ്ഥന്മാരെ നിശ്ചയിച്ചുകൊണ്ട് ഡേറ്റ് നിശ്ചയിച്ചുകൊണ്ട് അബുദാബിയിലേക്ക് പോകാനും അബുദാബിയിൽ ഷെയ്ഖ് അഹമ്മദ് ഹസറയുടെ ശേഖരത്തിൽ 2 കെട്ടുമുടി കൃത്യമായി ഞാൻ അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കാൻ തയ്യാറാണ്. ആ ഡേറ്റ് പറയട്ടെ. എന്തായാലും പഴയ മധ്യസ്ഥനായ ഞാൻ തന്നെ ഇവിടെ ഉണ്ട്. മധ്യസ്ഥനാവാനല്ല, നിങ്ങളെ ഈ മധ്യസ്ഥന്മാരുടെ ഇടയിൽ നിന്നൊരു മധ്യസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് ഞാൻ ശ്രമിച്ചോളാം. ഉസ്താദിന് വാക്കുവരുന്നു. ഇനി നോക്കട്ടെ ഒന്നുകൂടി. അതിനിടയിൽ എനിക്കൊരു സംശയമുണ്ട്. പേരോട് അവിടെ പോയിട്ട് വെല്ലുവിളിച്ചു, അവിടെ ഇരുന്നിട്ട് ഉസ്താദ് പറഞ്ഞതില് പിന്നെ ഒന്നുകൂടി ഞാൻ അതിന്റെ ഒരു ഉപഘടകം കൂടി ചേർത്തതാണ്. അവിടുന്ന് പേരോട് പറഞ്ഞു, ഞാൻ ഈ ആധാറുകൾ സൂക്ഷിക്കുന്ന റൂമിന്റെ പുറത്തുപ്പുറത്ത് ഇരിക്കുകയാണ്, അതുകൊണ്ട് ഹമീദ് ഫൈസി വരികയാണെങ്കിൽ ഞാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചു. അന്ന് ഇതിന്റെ മറുപടി പറയുന്ന, ഉണ്ടാക്കുന്ന, ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്ന, സംവാദങ്ങൾ നടത്തുന്ന, മധ്യസ്ഥം വഹിക്കുന്ന ആളുകളാണ് ഞാനും മിസ്റ്റർ നൌഷാദ് ഹസനും. ഞങ്ങൾ ഉടനെ ബന്ധപ്പെട്ടു. എന്തുകൊണ്ടാ ഉസ്താദ് ഉള്ളിൽ കയറാതെ പുറത്തിരിക്കുന്നത്? ഷഅർ മുബാറക്കുകൾ അടക്കമുള്ള കെട്ടുകണക്കിന് മുടികളടക്കമുള്ള ആസാറുകളുടെ ലോകത്തെ ഏറ്റവും വലിയ സൂക്ഷിപ്പുകാരന്റെ സൂക്ഷിപ്പ് കേന്ദ്രത്തിലെത്തി എന്തിന് പുറത്തിരിക്കണം? അകത്തിരുന്ന് ഹമീദ് ഫൈസി പോലെ വരും വരെ മൗലിദ് ചൊല്ലി സ്വലാത്ത് ചൊല്ലി ഇരുന്നൂടെ എന്ന സംശയത്തോടെ ഞങ്ങൾ ബന്ധപ്പെട്ട ഉടനെ ഞങ്ങൾ ചോദിച്ചു, ഹമീദ് ഫൈസി കേൾക്കേണ്ടത് നിങ്ങൾ കേട്ടാൽ ചിലപ്പോ പടച്ചോനെ ഇതാണോ പേരോട്, ഇത്രേ ഉള്ളൂ എന്ന് ചിന്തിച്ചു. പേരോടിന്റെ അടുത്ത് ബന്ധപ്പെട്ട് അന്വേഷിച്ചു നോക്കി. അപ്പോഴാണ് മറുപടി വന്നത്, ആ ദിവസം ഈ മുടി കേരളത്തിൽ കൊടുത്ത് പേരോടിരിക്കുന്ന റൂമിൽ കെട്ടിപ്പൂട്ടി വെച്ച ഹസ്രജി ലണ്ടനിലാണുള്ളത്, അബുദാബിയിലില്ലായിരുന്നു. ഇത് പകരന്റെ സ്വപ്നമല്ല, ഇത് യാഥാർത്ഥ്യ പറയുന്നത്. ഞാൻ വെല്ലുവിളിക്കുന്നു. ആ ഡേറ്റൊക്കെ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. ആ ഡേറ്റിലെ അഹമ്മദ് ഹസ്രജിയുടെ പാസ്പോർട്ടിന്റെ കോപ്പി നിങ്ങളൊന്ന് ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്. ശേഷം ഞങ്ങൾ പറഞ്ഞല്ലോ, ടിക്കറ്റൊക്കെ ഫ്രീ പറഞ്ഞില്ല, അന്ന് വരുമ്പോ ഒറിജിനൽ ഞങ്ങൾ കണ്ടോളാം. ഞങ്ങൾക്ക് അതിൽ വിശ്വാസക്കേടൊന്നും നിങ്ങളിപ്പം വിട്ടാ വരില്ല. നിങ്ങൾ വിശ്വാസത്തോടെ ഞങ്ങൾ എടുത്തോളാം. അതുകൊണ്ട് നിങ്ങളെ ക്ഷണിക്കുകയാണ്, നിങ്ങൾ അതിന് തയ്യാറാവണമെന്ന് ഉണർത്തുകയുമാണ്. പിന്നെ ഒരു അനുബന്ധം, നമ്മൾ ഈ IBSM ഇമാം ബുഖാരി സുന്നി മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്തെ ഏറ്റവും വലിയ തട്ടിപ്പ് എന്നുള്ള ശീർഷകത്തിൽ ഒരു പോസ്റ്റർ പ്രദർശനം കൂടി വായിച്ച് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. വാക്ക് നിർത്താനായിട്ടുള്ള ഉസ്താദേ. അപ്പോ ഒരു പോസ്റ്റർ പ്രദർശനം നടത്തിയിരുന്നു, പയ്യോളിയൊക്കെ ഉണ്ടായിരുന്നു. പലരും അത് കീറിക്കളഞ്ഞു. അതിന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, കീറിയവരോട് വിഷമം തോന്നുന്നുണ്ട്, അത് കണ്ടിട്ട് വിഷമില്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ.
അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് ഉമ്മ എന്നോട് പറഞ്ഞു, ഇനി ഇത് കാണിച്ചു കൊടുത്തു. എന്നോട് ഇഞ്ഞെന്തല്ല അൻസാറെ പറയുന്നത്, ഇന്നാണല്ലോ പറയുന്നത്, ആ ശൈലി എന്ന് പറയാ, ഇഞ്ഞെന്തല്ല അൻസാറെ പറയുന്നത്, അല്ലാണ് ഇങ്ങനൊരു സംഭവം യൂപ്പീസ് അത് കൊണ്ടെടുക്കൂല. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ലുമ്മ അങ്ങനെ ഏപ്പ് കൊണ്ടെടുക്കുന്നതാണ്. ഈ വിശ്വാസം പല നമ്മുടെ പ്രിയപ്പെട്ട SSFന്റെ പ്രവർത്തകർക്കുണ്ട്. അതുകൊണ്ട് അവരൊക്കെ കരുതുന്നത് നെറ്റ് എന്ന് പറഞ്ഞാൽ എന്തെല്ലോ ആണ്, അവിടെ പലതും പ്രചരിക്കും, അതിൽ കൂട്ടത്തിലാണ് ഈ കെട്ടുമുടി. ഞാൻ ഇന്ന് വരെ കണ്ട ഒരൊറ്റ SSFന്റെ പ്രവർത്തകനും ഈ മുടി ഹസ്രജ് അബൂദാബിൽ സൂക്ഷിക്കുന്നുണ്ട് എന്ന് സമ്മതിക്കുന്നില്ല. അവരൊക്കെ കരുതുന്നത് നെറ്റിന്റെ തട്ടിപ്പാണെന്നാണ്. അതുകൊണ്ട് ഇതിപ്പോ ഈ പുസ്തകം ഇതിലുണ്ട് എനിക്കറിയാം. ഇതിപ്പം ഹമീദ് ഫൈദി ഉസ്താദിന്റെ അടുത്ത് കണ്ടതാണ് ഞാൻ. ഈ പുസ്തകത്തിന് കോപ്പി എന്റെ കയ്യിലുണ്ട്. ഇത് തിരുകേശം മദീനയുടെ സമ്മാനം എന്ന് പറയുന്ന ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസ്ഹരി പുന്നാര മോന്റെ കിതാബ്, AP-യുടെ മോന്റെ കിതാബ്, ആ പുസ്തക. ഇതിന് SSFകാർ ആരും വിചാരിക്കേണ്ട നെറ്റിൽ കടന്നുകൂടിയതല്ല. ഇതിൽ അദ്ദേഹം പറയുകയാണ്, ഒരിക്കൽ അദ്ദേഹം തങ്ങളുടെ പക്കലുള്ള ആസാറുകളുടെ ശേഖരം കാണിച്ചു തന്നു. അമൂല്യവും മഹത്തരവുമായ തിരുശേഷിപ്പുകളുടെ ഒരു വലിയ നിധി തന്നെ കാണാൻ സാധിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഅറേ മുബാറക്കിന്റെ 2 കെട്ടുകൾ തന്നെയുണ്ട് അവിടെ. അപ്പൊ നെറ്റില് ആരോ കടത്തിക്കൂട്ടിയതല്ല, നമ്മുടെ AP ഉസ്താദിന്റെ പുന്നാരമോൻ അബ്ദുൽ ഹക്കീം അസ്ഹരി ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കണ്ട. ഞങ്ങളിവിടെ പ്രദർശിപ്പിച്ചത് അതിൽ ഒരു കെട്ട് മാത്രം ഞങ്ങൾ ഈ ഭിത്തിയിൽ പതിച്ചപ്പോ ഒരൊറ്റ AP പ്രവർത്തകനും അത് കാണാനുള്ള മുന്നൂക്കുണ്ടായില്ല. അതൊക്കെ സത്യത്തിൽ അവർ ചെയ്യേണ്ടത്, അവർ വിശ്വസിക്കുന്ന ഷെയർ മുബാറക്കല്ലേ, അവരതൊക്കെ പറിച്ച് കൊണ്ടുപോയി ഫ്രെയിം ചെയ്ത് വെക്കേണ്ടതാണ്. കാരണം കാബയുടെ ഫോട്ടോ സൂക്ഷിക്കുന്നുണ്ട്, റോദയുടെ ഫോട്ടോ സൂക്ഷിക്കുന്നുണ്ട്. അപ്പോഴിവർക്ക് സത്യത്തിൽ ഇത് അറിയാം, ഇത് അവരെ മനസ്സ് തന്നെ അത് നിഷേധിക്കുന്നുണ്ട്. അതുകൊണ്ട് അരക്കിട്ടുറപ്പിക്കുകയാണ്, ഈ ഞങ്ങള് ഇവിടെ പോസ്റ്റർ അടിച്ച് ഇമാം ബുഖാരി സുന്നി മൂവ്മെന്റ് പോസ്റ്റർ അടിച്ചത് ആരെയും കബളിപ്പിക്കാനല്ല. ഇതാ ഈ ഹക്കീമിന്റെ പുസ്തകത്തിൽ പറഞ്ഞ 2 കെട്ട് ഒറ്റക്കെട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഒറ്റക്കെട്ട് കാണുമ്പോൾ തലചുറ്റി വീഴുന്ന നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ 2 കെട്ട് പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. ഏതായാലും മാഷ് പറഞ്ഞ പോലെ ആ കെട്ടുമുടി വല്ലാത്ത രസമുള്ള മുടി. അത് വാട്സപ്പിലൂടെ ഞാൻ എന്റെ തൃശ്ശൂരിലെ പഴയകാലത്തെ ഏറ്റവും അടുത്ത AP പ്രവർത്തകന് അതിന്റെ അലകും പിടിയൊക്കെ കട്ട് ചെയ്തിട്ട് ആ സാധനം മാത്രം ഞാൻ വാട്സപ്പിലൂടെ അയച്ചു കൊടുത്തു. ആ അങ്ങനെ പൊളഞ്ഞ് കിടക്കുന്ന നമ്മളെ വയനാട് ചുരം പോലെയുള്ള ആ ചിത്രം മാത്രം ഇട്ടുകൊടുത്തു. ഇതെന്താന്ന് പറയാൻ നിനക്ക് കഴിയുമോ? ഇതൊരു ചോദ്യമാണ്, നിന്റെ കഴിവ് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞ് വിട്ടുകൊടുത്ത. ഇവൻ എനിക്ക് അയച്ച മറുപടി ഇന്നും ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. ഇയാൾ പറഞ്ഞ മറുപടി അതേതോ തെരണ്ടി വാലല്ലേ എന്നാ ചോദിച്ചത്. ഇത് പറഞ്ഞ SKSSFകാരനല്ല, AP വിഭാഗക്കാരനാണ്. എന്തു തന്നെയായാലും ദൈക്ഷണിക സംവാദത്തിലെ നമുക്ക് അനുഗ്രഹമായി ലഭിച്ച ഉസ്താദ് ബഹാവുദ്ദീൻ ഉസ്താദിനോടാണ് അടുത്ത ചോദ്യത്തിന് മറുപടി പ്രതീക്ഷിക്കുന്നു. ചോദ്യകർത്താവിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ഇതൊരു ബർക്കത്തിന്റെ പ്രശ്നമല്ലേ, ഫറലായ കാര്യമൊന്നുമല്ലല്ലോ. ബഹുമാനപ്പെട്ട AP ഉസ്താദാണ് ഈ മുടി കൊണ്ടുവന്നിട്ടുള്ളത്. ആയതുകൊണ്ട് തന്നെ AP ഉസ്താദിനെ വിശ്വസിക്കുന്ന ആളുകൾ വിശ്വസിച്ചാൽ പോരെ, എന്തിനാണ് ഇത് ഇത്ര സമൂഹത്തിന്റെ ഇടയിൽ വിവാദമാക്കുന്നത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബർക്കത്തിന്റെ പ്രശ്നമാണെന്നുള്ളതിനാണ് പ്രശ്നം. മുടി കൊണ്ട് ബർക്കത്തെടുക്കാമെങ്കിൽ ഇടമറുകന്റെ മുടി കൊണ്ട് ബർക്കത്തെടുത്തുള്ളൂ. എന്നാല് രാമന്റെ ജോസഫിന്റെ മുടി കൊണ്ട് ബർക്കത്തെടുത്തൂടെ? എന്താ ബർക്കത്ത് എന്ന് പറഞ്ഞാല് അഹമ്മദ് ഖദർജി പ്രസിദ്ധീകരിച്ച കിതാബിനെടുക്കാം. ബർക്കത്ത് എന്ന് പറഞ്ഞാല് التبرك بآثار الرسول محمد صلى الله عليه وسلم من شعره أو ظفره أو ثوبه أمر حسن موافق لشريعة الله. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം കൊണ്ടോ അതിന്റെ ഏത് ഭാഗങ്ങൾ കൊണ്ടോ വസ്ത്രം കൊണ്ടോ ആണെങ്കിലും ആ തബറുക്ക് എടുക്കൽ
ഇസ്ലാമിക ശരീഅത്തിനോട് അനുയോജ്യമായ ഒരു കാര്യമാണ്. അതിന് താഴെ പറയേണ്ടത് വത്തബറുകു ലുഗതൻ ഹുവ തലബുൽ ബറക്കത്ത് ഐ അൽ ഖൈർ. ബറക്കത്ത് എന്നാണ് അറബി ഭാഷയിൽ നന്മ ആഗ്രഹിക്കുക, അന്വേഷിക്കുക, തേടുക എന്നുള്ളതാണ്. വത്തബറുകു ഇസ്തിലാഹൻ ഹുവ തലബുൽ ഹുസൂലി അലൽ ഖൈരി അലാ വജ്ഹി സബബ്. എന്തെങ്കിലും ഒരു കാരണമുണ്ടായിട്ട് ആ കാരണത്തിലൂടെ നന്മ അന്വേഷിക്കൽ, ബറക്കത്ത് അന്വേഷിക്കലാണ്. അഥവാ ബറക്കത്ത് എന്ന നന്മ. ഇവിടെ ആണ് സബബ്. സബബിന്റെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിന്റെ ഭാഗമാണ് എന്ന നിലക്ക്, അതിന്റെ ശരീരത്തിന്റെ ഭാഗമാണല്ലോ. ജാലിയവാലിന്റെ കള്ളമുടിയായതുകൊണ്ട് ഇങ്ങനെ റസൂലുള്ളാഹിന്റെ മുടിയാകുക. അപ്പൊ ഈ ബറക്കത്തിന്റെ പ്രശ്നമല്ലേ എന്നത് ഒരു ഉലൂത്താണ്. ജനങ്ങളെ കബളിപ്പിക്കാനുള്ള ഒരു പാഴ്ശ്രമം. ബറക്കത്തെടുക്കൽ അലാ വജ്ഹി സബബി, അലാ വജ്ഹി സബബി. യാക്കൂബ് നബി അലൈഹിസ്സലാം മക്കളെ പുത്രവിരഹത്തിന്റെ പേരിൽ കരഞ്ഞ് 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 കണ്ണ് കലങ്ങി കാഴ്ച നഷ്ടപ്പെട്ടു. وَبِيَضَّتْ عَيْنَاهُ مِنَ الْحُزْنِ وَهُوَ كَظِيمٌ. കരഞ്ഞ് 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 കാഴ്ച നഷ്ടപ്പെട്ടു. അതിനുശേഷം സഹോദരങ്ങളൊക്കെ യൂസുഫ് നബിയുടെ അടുത്ത് ചെല്ല, ഈജിപ്തിൽ. പിന്നെ ബിന്യാമീനും ചെന്ന് അവിടെ പെട്ടു. അവർ തിരിച്ചു വരുമ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാം തന്റെ വശമുണ്ടായിരുന്ന ഒരു കുപ്പായമെടുത്ത് സഹോദരങ്ങളെ കയ്യിൽ കൊടുത്തിട്ട് പറയണം, اذهبوا بقميصي هذا وألقوه على وجه أبي يأتي بصيرا. ഈ കുപ്പായം കൊണ്ടുപോയി നിങ്ങൾ പിതാവിന്റെ മുഖത്ത് വെച്ചു കൊടുക്കുക. യഅതി ബസീറ, അദ്ദേഹം കാഴ്ച തിരികെ ലഭിച്ചവനായിത്തീരും. എന്താ കാരണം? അലാ വജ്ഹി സബബി. ഈ കുപ്പായം ഒരു സാധാരണ കുപ്പായമല്ല, സ്വർഗത്തിൽ നിന്ന് വന്ന കുപ്പായമാണ് എന്നൊക്കെ ചരിത്രത്തിലുണ്ട്. പരമ്പരാഗതമായി ഇങ്ങനെ പ്രവാചകന്മാർ കൈമാറ്റം ചെയ്തു വന്നിരുന്നതാണ്. അപ്പൊ ഇത് വെച്ചാല് കാഴ്ച നഷ്ടപ്പെട്ടവർക്ക് കാഴ്ച തിരിച്ചു ലഭിക്കുമെന്ന് ഒരു മുൻ അനുഭവം ഉണ്ടായിട്ടല്ല. ഇത് ഒരു സബബുണ്ട്. ഇത് സ്വർഗത്തിൽ നിന്നുള്ളതാണ്, അല്ലെങ്കിൽ പ്രത്യേകമായ ദിവ്യ സവിശേഷതകൾ ഉള്ളതാണ് എന്ന് അറിയാവുന്നത് കൊണ്ട് യൂസുഫ് നബിയാണ് പറഞ്ഞതാണ്. ആരും പഠിപ്പിച്ചു കൊടുത്തതൊന്നല്ല. യാക്കൂബ് നബി പഠിപ്പിച്ചു കൊടുത്തല്ല, മോനെ കുപ്പായം കയ്യിൽ വെച്ചത് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു, കണ്ണ് കാഴ്ച തിരിച്ചു കിട്ടാൻ നല്ലതാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. യൂസുഫ് നബി പറഞ്ഞ അതേപോലെ തന്നെ വലമ്മ ഫസലത്തിൽ ഈറു ഖാല അബൂഹും ഇന്നി ലഅജിദു റീഹ യൂസുഫ ലൗലാ അൻ തുഫന്നിദൂൻ. അവർ ഈജിപ്തിൽ നിന്ന് പുറപ്പെടുന്നേ ഉള്ളൂ. അപ്പൊ ബാപ്പ ഇവിടെ കന്നാനിൽ നിന്ന് പറയാ, യൂസുഫിന്റെ ഗന്ധം ഞാൻ അനുഭവിക്കുന്നുവല്ലോ. കുപ്പായത്തിന്റെ ബർക്കത്ത. കുപ്പായം സ്വർഗത്തിൽ നിന്നുള്ള കുപ്പായമാണ് എന്ന നിലക്ക് അതിന് ദിവ്യമായ കുറെ സവിശേഷതകളുണ്ട്. ആ കുപ്പായ വാഹകന്മാര് പുറപ്പെട്ടത് യാക്കൂബ് നബി അലൈഹിസ്സലാം കന്നാനിൽ കണ്ണ് കാണാതിരിക്കുന്ന യാക്കൂബ് നബി അലൈഹിസ്സലാം അനുഭവിക്കുന്നു. അദ്ദേഹം അത് പ്രഖ്യാപിക്കുന്നു. ഖാലു, മക്കൾ പറഞ്ഞു, യാ അബാന തല്ലാഹി ഇന്നക ലഫീ ളലാലിക്കൽ ഖദീം. ബാപ്പ, നിങ്ങൾ ആ പഴയ പോയത്തരത്തിൽ തന്നെയാണല്ലോ ഇപ്പോഴും ഉള്ളത്, പഴയ അന്ധവിശ്വാസത്തിൽ തന്നെയാണല്ലോ അങ്ങ് ഇപ്പോഴും ഉള്ളത്. അങ്ങനെ ഫലമ്മ അൻ ജാഅൽ ബശീറു, ആ ശുഭവാർത്തയുമായി വരുന്ന ആള് യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മുഖത്ത് കുപ്പായം വെച്ചു കൊടുത്തു. ഫർതദ്ദ ബസീറ, കാഴ്ച തിരിച്ചിട്ട്. ഇത് ഈ കുപ്പായം, ഇതാണ് അലാ വജ്ഹി സബബ്. അലാ വജ്ഹി സബബ്, എന്തെങ്കിലും ഒരു സബബ് വേണം. നബി തിരുമേനിയുടെ മുടി, അല്ലെങ്കിൽ നബി തിരുമേനിയുടെ വസ്ത്രം, നബി തിരുമേനിയുടെ മറ്റ് മൂസാ നബിയുടെ വടി, അതൊക്കെ നേരത്തെ പറഞ്ഞ തോപ്കാപ്പിയിലുണ്ട്. അപ്പൊ അത് പ്രവാചകന്മാരുടെ കയ്യിൽ നിന്നൊരു സാധനമാണ് എന്നതാണ് സബബ്. അലാ വജ്ഹി സബബ്. ഈ സബബ് സ്ഥിരീകൃതമാകാതെ പിന്നെ എങ്ങനെയാണ് തല ഖൈർ തേടുക? അതാണല്ലോ തബറുക്ക് എന്ന് പറഞ്ഞാൽ തലബുൽ ഖൈർ. വായിച്ചല്ലോ, തലബുൽ ഹുസൂലി അലൽ ഖൈർ അലാ വജ്ഹി സബബ്. ഒരു കാരണം വേണം. അതിനാ കാരണം ദുർബലമായാൽ
ആ കാരണം പ്രമാണയോഗ്യമല്ലെങ്കിൽ, അത് സ്വീകാര്യമല്ലെങ്കിൽ, വിശ്വാസയോഗ്യമല്ലെങ്കിൽ ബർക്കത്ത് തേടാൻ പറ്റൂല. അപ്പോ ഇടമുറിവിന്റെ മുടി പോലെ. അതുകൊണ്ട് തന്നെയാണ് ഇസ്നാദിലൂടെ, സനദിലൂടെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട ഏതിനും സ്ഥിരീകരണം വേണം എന്ന് പറഞ്ഞത്. പിന്നെ ഞങ്ങളെന്താ വേറെന്തോ ചോദിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നുണ പറഞ്ഞാൽ അതിന് ബറക്കത്തുണ്ടാവില്ല. നബി തങ്ങളുമായി ബന്ധം വേണം, അലാ വജ്ഹി സബബ് എന്ന് പറഞ്ഞല്ലോ. നബി തങ്ങളുടെ പേരിൽ നുണ പറയാന്ന് പറഞ്ഞാൽ അതീവ ഗുരുതരമാണ്. സഹീഹ് മുസ്ലിമാണ്, ഇമാം മുസ്ലിമിന്റെ സഹീഹിന്റെ വ്യാഖ്യാനമാണ് ശർഹ് സഹീഹ് മുസ്ലിം. 1-ാം വാള്യമാണ്. അതിൽ 26-ാമത്തെ പേജാണ് ഈ എഡിഷനിൽ. മൻ കദബ, നേരത്തെ നമ്മൾ പറഞ്ഞ മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വ മഖഅദഹു മിനൻ നാർ എന്ന് പറഞ്ഞ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ മഹാനവറുകൾ ഇമാം നവവി റളിയല്ലാഹു അൻഹു എഴുതുന്നു, വഅലം അന്ന ഹാദൽ ഹദീസ യസ്തമിറു അലാ ഫവായിദ വജുമലിൻ മിനൽ ഖവായിദ്. ഒരുപാട് അടിസ്ഥാന സിദ്ധാന്തങ്ങൾ ഈ ഹദീസിൽ നമുക്ക് ലഭിക്കും. ഒന്ന് പറഞ്ഞു, രണ്ട് പറഞ്ഞു, പലതും പറയുന്നുണ്ട്, സമയജല്ലോ. രണ്ടാമത്തെ പറയുന്നത് തഅലീമു തഹ്രീമിൽ കദിബി അലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ മേലിൽ നുണ പറയാന്നുള്ളത് അതീവ ഗുരുതരമായ നിഷിദ്ധ കർമ്മമാകുന്നു. തഅലീമു തഹ്രീമിൽ കദിബ്, അത് അങ്ങേയറ്റം പെരുപ്പിച്ചു കേട്ടണം. തഅലീം, കാരണം എന്റെ മേൽ നുണ പറഞ്ഞാൽ നരകത്തിൽ അവൻ ഇരിപ്പുറപ്പിക്കട്ടെ, മഹാഗൗരവമാണ് എന്ന് ദ്യോതിപ്പിക്കലാകുന്നു. വഅന്നഹു ഫാഹിശത്തുൻ അലീമത്തുൻ, ഗുരുതരമായ ഫാഹിശ, ദുർനടപ്പാണത്. വമൂബിഖത്തുൻ കബീറ, കഠോരമായ കുറ്റകൃത്യവുമാണ്. ഇതാണ് മഹാന്മാർ പറഞ്ഞിട്ടുള്ളത്. ചില ആളുകൾ കാഫിറാകുമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. നബി തങ്ങളുടെ പേരിൽ ബോധപൂർവം നുണ പറഞ്ഞാൽ. قال الشيخ أبو بكر أبو محمد الجويني والد إمام الحرمين أبي المعالي من أئمة أصحابنا يكفر بتعمد الكذب عليه صلى الله عليه وسلم. يكفر بتعمد الكذب, ബോധപൂർവമാണ് നബി തങ്ങളുടെ പേരിൽ നുണ നിർമ്മിച്ചുണ്ടാക്കുന്നത് എങ്കിൽ കാഫിറാകും. ഷർഹ് മുസ്ലിം നമ്മുടെ കയ്യിലുള്ള എഡിഷൻ, വാള്യം 1, പേജ് നമ്പർ 26. അങ്ങനെ ഒരുപാട് വിഷയം ഇതിൽ പറയുന്നുണ്ട്. അത്രമാത്രം ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നേരത്തെ അത് എന്നെ വിമർശിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെയാണ് അൽഹംദുലില്ലാഹ് ഇവിടെ ഉള്ള പല ആളുകളും കുറേ കാലം അതിന് ഓശാന പാടി നടന്നിട്ട് അവസാനം സത്യം മനസ്സിലായാലും അത് അംഗീകരിക്കണം. അത് മുസ്ലിമിന്റെ ലക്ഷണമാണ്. അവർ തിരിച്ചു വന്നത് അങ്ങനെ ആ അസത്യത്തിൽ അടിയുറച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ അതുമായി അള്ളിപ്പിടിച്ചു നിൽക്കുന്ന എല്ലാവർക്കും അല്ലാഹു ഹിദായത്ത് നൽകട്ടെ. അസ്സലാമു അലൈക്കും. ഇനി 11 മണിക്ക് ഇൻഷാ അല്ലാഹ് നമ്മളെ പരിപാടി അവസാനിപ്പിക്കും. ദൂരെ നിന്ന് വന്ന ആളുകളൊക്കെ ഉണ്ടാവും, ആരും വിഷമിക്കേണ്ട, പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കും. അതുകൊണ്ട് എല്ലാവരും സദസ്സ് ഭംഗിയാക്കി തന്നെ ഇരിക്കുക, സദസ്സ് ഭംഗിയാക്കുക, മുന്നോട്ട് കയറി ഇരുന്നിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ചോദ്യം വരുന്നു. അതിനിടെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ ഒരു പുതിയ പഴയ കാലത്ത് പ്രസംഗിച്ചതാണ്. ഈ അടുത്ത് നമ്മൾ ആരും കേൾക്കാത്ത ഒരു പ്രസംഗമുണ്ട്. അതൊരു 5 മിനിറ്റ് ഇരുന്ന് കേട്ടാൽ ഇപ്പോഴത്തെ കാപട്യങ്ങളെല്ലാം വ്യക്തമാവും. ശംസുലുലമ മഹാനാണ് എന്ന് പ്രസംഗിക്കുന്ന ആൾ മുമ്പ് പറഞ്ഞത് നേർ ശബ്ദം നമുക്ക് കേൾക്കാനുണ്ട്. അതിനിടെ ഈ പറഞ്ഞതിനൊരു അനുബന്ധം കൂടി കുറിക്കാൻ ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസി ക്ഷണിക്കുന്നു. ഉസ്താദ് ബഹാവുദ്ദീൻ കൂരിയാട് പറഞ്ഞതിന് ഒരു അനുബന്ധം. OM തരുവണ ഈ വിഷയത്തെക്കുറിച്ച് ഒരു പുസ്തകം എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിൽ പറയുന്നു, OM തരുവണ കാന്തപുരം വിഭാഗത്തിന്റെ മുടിക്കെതിരെ നാം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പരമാവധി മറുപടി സംഘടിപ്പിച്ച് അവരെ പണ്ഡിതന്മാരൊക്കെ തട്ടിയൊപ്പിച്ചുണ്ടാക്കി കൊടുത്ത് അയാളെ കൊണ്ട് സിറാജിൽ ലേഖനം എഴുതിപ്പിച്ചു. ആ ലേഖനം പിന്നീട് പുസ്തകമായി പ്രസിദ്ധീകരിച്ചു. ഇതാണ് OM തരുവണ പുസ്തകം. ഷായറെ മുബാറക്ക് വിമർശനങ്ങൾക്ക് മറുപടി എന്ന പുസ്തകത്തിന്റെ പേര്. ഈ പുസ്തകത്തിൽ വളരെ പ്രസിദ്ധമായ ഇവിടെ ഉസ്താദ് ചൂണ്ടിക്കാണിച്ച ഹദീസ്, അഭിനന്ദനായ സൈനുമ ചെറുശ്ശേരി ഉസ്താദ് ചൂണ്ടിക്കാണിച്ച ഹദീസ്, മഹാനവർക്ക് അല്ലാഹു എത്രയും വേഗം ഷിഫാഇനെ നൽകി ആഫിയത്തും ആരോഗ്യവും തിരിച്ചു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
ആ മൻ തഅമ്മദ അലയ്യ മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖഅദഹു മിനന്നാർ. എന്റെ മേലിൽ മനഃപൂർവ്വം കളവ് പറഞ്ഞാൽ നരകത്തിൽ അവന്റെ സീറ്റ് അവൻ ഉറപ്പിച്ചു എന്ന സ്വഹീഹായ മുത്തവാത്തിറായ ഹദീസ്. ആ ഹദീസിനെ കുറിച്ച് ഇവർ മറുപടി പറയുന്നു. ഞാൻ വായിക്കട്ടെ. എന്റെ പേരിൽ കരുതിക്കൂട്ടി ആരെങ്കിലും വ്യാജം പറഞ്ഞാൽ അവൻ നരകത്തിൽ ഇരിപ്പിടം ഉറപ്പിച്ചുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വ്യാജ നിർമ്മിത ഹദീസുകൾ തടയാനുള്ള സൂത്രവാക്യമായിട്ടാണ് മുഹദ്ദിസുകൾ ഈ ഹദീസിനെ കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശേഷിപ്പുകളുടെ കാര്യത്തിലും ഈ മുന്നറിയിപ്പ് ബാധകമാകുന്നതാണ് ന്യായയുക്തം. മുടിന്റെ കാര്യത്തിലും നബിയുടെ മറ്റ് ശരീരത്തിന്റെ അവശിഷ്ടങ്ങളുടെ കാര്യത്തിലുമൊക്കെ ഇതേ നിയമം ബാധക. തങ്ങളെ മേലില്ലാത്ത പറഞ്ഞ നരകം ഉറപ്പാണ്. ഇവർ പറയാം. പ്രത്യക്ഷത്തിൽ അയാൾ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് വ്യാജമായതാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതല്ലാത്ത ഒരു വസ്തു കൊണ്ടുവന്ന് ബോധപൂർവം ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണെന്ന് ഒരാൾ പ്രചരിപ്പിച്ചാൽ, ആരാ പ്രചരിപ്പിച്ചത്? എ.പി. അബൂബക്കർ മുസ്ലിയാർ. ഇയാൾ പറയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതല്ലാത്ത ഒരു വസ്തു കൊണ്ടുവന്ന് ബോധപൂർവം ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണെന്ന് ഒരാൾ പ്രചരിപ്പിച്ചാൽ അയാളിന് ഹദീസിൽ പറഞ്ഞത് പ്രകാരമുള്ള നരക ഇരിപ്പിടം ഉറപ്പായി. നമ്മളല്ല പറഞ്ഞത്. സാക്ഷാൽ സിറാജ് പത്രത്തിൽ, കാന്തപുര വിഭാഗത്തിന്റെ പത്രത്തിൽ അവരുടെ പണ്ഡിതന്മാർ കൂടിയാലോചിച്ച് തയ്യാറാക്കി എഴുതിപ്പിച്ച ലേഖനത്തിൽ പറയുന്നു അയാൾക്ക് നരകം ഉറപ്പാണ്. എന്നാൽ ഇയാളിനെ വിശ്വസിച്ച് ആ അസർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് തെറ്റിദ്ധരിച്ച് അതിനെ ആദരിക്കുകയും അതിൽ നിന്ന് ബറക്കത്തെടുക്കുകയും ചെയ്തവരുടെ വിധി എന്താണ്? അവരെ കുറ്റം പറയാൻ പറ്റൂല. വളരെ കൃത്യമായി പുസ്തകം പറയുന്നുണ്ട്. ഞങ്ങൾ ഉസ്താദ് നരകത്തിലാണ്, പക്ഷെ ഇതറിയാത്ത സാധുജനങ്ങൾ വിശ്വസിക്കുക അവർ നരകത്തിലാവൂല. പക്ഷേ ഞങ്ങൾക്ക് ചോദിക്കാറുണ്ട്, ഉസ്താദിനെ മാത്രം നരകത്തിലാക്കി പോകണ്ട, പേരോടിനെ പോലുള്ള ആ കൂട്ടത്തിൽ കാര്യങ്ങൾ കൃത്യമായി അറിയുന്ന നൂറുകണക്കിന് പണ്ഡിതന്മാരും യോഗ്യന്മാരുടെയും സ്ഥാനം എവിടെയാണ് എന്നുകൂടി അടുത്ത പുസ്തകത്തിൽ വിശദീകരിക്കണം. ഇതിൽ അനുബന്ധം ചേർക്കുക. ചോദിച്ചല്ലോ ആരാണ് OM തരുവണ എന്ന്. സിറാജ് ദിനപത്രത്തിന്റെ സബ് എഡിറ്റർ കൂടിയായിരുന്നു അത് എഴുതുന്ന കാലത്ത് OM തരുവണ. മാത്രമല്ല മുഖപത്രം എന്ന പേരിൽ നമ്മുടെ E.T. മുഹമ്മദ് ബഷീർ സാഹിബിനെ തോൽപ്പിക്കാൻ വേണ്ടി ഡോക്ടർ ഹുസൈൻ രണ്ടത്താണിയെ MP വിളിച്ച കാലത്ത് ആ മുഖപത്രം എഴുതാൻ എന്റെ സബ് എഡിറ്ററായിട്ട് നിന്നതും എന്റെ കൂടെ ഉണ്ടായിരുന്നതും അദ്ദേഹമാണ്. എന്നു മാത്രമല്ല കാന്തപുരത്തിന്റെ തൊട്ടടുത്ത് തന്നെ ഈ ആസ്ഥാന എഴുത്തുകാരൻ ആവശ്യമുണ്ടെന്ന് തോന്നി കൊട്ടാര എഴുത്തുകാരനെ കാരന്തൂരിൽ, വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കാരന്തൂരിൽ താമസിപ്പിച്ച് സംഘടനയ്ക്ക് വേണ്ടി എഴുതിക്കുക കൂടി ചെയ്യുന്ന, വീട് പോലും അങ്ങോട്ടാക്കി മാറ്റിയ എനിക്കേറെ ബന്ധമുള്ള ഒരാൾ കൂടിയാണ്. ഇനി ഇപ്പോൾ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും ഇവരൊക്കെ ഞങ്ങൾ ശംസുലുലമയുടെ ആളുകളാണെന്ന് പറയാറുണ്ട്. ഞങ്ങളെ കേൾക്കുന്ന ഓൺലൈൻ സുഹൃത്തുക്കളോടടക്കം പറയാണ്, ഇവരുടെ കാപട്യത്തിന്റെ പുതിയ മുഖം ഈ ക്ലിപ്പ് നിങ്ങൾ മുഴുവൻ പ്രചരിപ്പിക്കണം. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറയുന്നത് കേട്ടോളൂ. വികാരം കൊണ്ട് അതിൽ പറയുന്നതിനൊക്കെ ആമുഖമായി തന്നെ പറയാം, എല്ലാം പച്ചക്കള്ളമാണ്. പേരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നിഴലുണ്ടെന്ന് കളവ് പറഞ്ഞ ആളായതുകൊണ്ട് തന്നെ അയാളെ നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയാം. എന്നാലും അതിനേക്കാൾ വലിയ കളവുകൾ അയാൾ ലോകത്ത് പറയാനില്ലാത്തതുകൊണ്ട് അതിന്റെ താഴോട്ട് വരാവുന്ന കളവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കളവിന്റെ പ്രഭാഷണമാണ് ഇടുന്നത്. കേട്ടോളൂ. പിന്നെ ഭിന്നിപ്പുണ്ടായത് ഇവിടുന്നാണ് ഇപ്പൊ പറയാനുള്ള സമയമില്ല. നമുക്ക് പിന്നീട് പറയാം. നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉറച്ചു നിൽക്കുന്ന E.K. അബൂബക്കർ മുസ്ലിയാർ കുറച്ചു ദിവസം കഴിഞ്ഞ് ഒരു ശരീഅത്ത് വിവാദം വന്നപ്പോ സമസ്ത കേരള ജമീയത്തുൽ ഉലമ യോഗം ചേർന്ന് ആ യോഗത്തിൽ E.K. അടക്കം നമുക്ക് രാജീവ് ഗാന്ധിയെ കാണണം, മെമ്മോറാണ്ടം കൊടുക്കണം, അത് ഉള്ളാളെങ്കിലും E.K. മുസ്ലിയാരും A.P. മുസ്ലിയാരും പോകണം എന്ന് അത് ഉള്ളാളെങ്കിലും E.K. മുസ്ലിയാരും A.P. മുസ്ലിയാരും പോകണം എന്ന് തീരുമാനിച്ച് മെമ്മോറാണ്ടം എഴുതിയെടുക്കാറാക്കി. എന്നിട്ട് പോകാൻ തീരുമാനിച്ചപ്പോ ആ തീരുമാനിച്ചത് മുടക്കാൻ വേണ്ടി മുജാഹിദ് ലോബിയായ സേട്ടുവും മറ്റു പലരും രംഗത്ത് വന്നു. ആ രംഗത്ത് വന്നതിൽ PM അബൂബക്കറുണ്ട്, CKP ചെറിയമുഖയുണ്ട്, മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരുണ്ട്. CKP ചെറിയമുഖയുടെ കെയറോഫിലും തലശ്ശേരി E.K. മുസ്ലിയാർക്ക് സൽക്കാരം തന്നെ കൊടുത്തിരുന്നു. അന്ന് സൽക്കാരത്തിൽ പങ്കെടുത്തവരുടെ കൂടെയുണ്ട്. എന്തൊക്കെ പറയുകയല്ല. ആ യോഗത്തിലാണ്, ആ സ്വകാര്യ സംഭാഷണത്തിലാണ് APA സമസ്തയിൽ പുറത്താക്കണമെന്ന് E.K.യോട് സ്വകാര്യം പറഞ്ഞു. ഞങ്ങൾക്ക് ഒരുപാട് വിഷയം പറയാനുണ്ട്. ഇപ്പോൾ
ഇപ്പോഴും എനിക്ക് സമയമില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നത് നമുക്ക് പെർമിറ്റിന് സന്ദർഭം കണക്കുണ്ടല്ലോ, അതുകൊണ്ട് പറയുന്നില്ല. പിന്നെയോ ഈ മുസ്ലിയാർ ഒരു കാലത്ത് ചെറിയ പ്രസംഗകരായിരുന്ന എന്നെ വിളിച്ച് ഈ സുന്നത്ത് ജമാഅത്തിന്റെ കാര്യം അവിടെയൊക്കെ പറയുന്നവർക്ക് സന്തോഷമുണ്ടെന്ന് നാസിർ വിളിച്ച ആളാണ്. എന്നാൽ അതേ മുസ്ലിയാർ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ അദ്ദേഹം പറയുന്നത് എന്റെ എവിടെയോട് ഞാൻ കേട്ടു, അവനിപ്പോ വഹാബികൾക്കെതിരെ ഒരു റെഡിമെയ്ഡ് പ്രസംഗം കൊണ്ട് നടക്കുകയാണ് എന്ന് മുജാഹിദിനെതിരെ പ്രസംഗിക്കുന്നതിനെതിരായി ഈ കെയുടെ നാവിൽ പറഞ്ഞ വാക്ക് എന്റെ കാതുകൊണ്ട് ഞാൻ നേരെ കേട്ടത് എനിക്കൊന്നും ഓർമ്മയുണ്ട്. മുജാഹിദിനെതിരെ പ്രസംഗിക്കുന്ന കംപ്ലൈന്റ് പറഞ്ഞത്. അങ്ങനെ ഈ കേൾക്കുന്ന ഒരു മനമാറ്റമുണ്ടായി. അവസാനം നീക്കി അതിൽ തോവ ചെയ്തിട്ടുണ്ട്. അതാണ് നേരത്തെ ഇവിടെ വൈശ്ശേരി അസം ശരിയായി പറഞ്ഞത്. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ, അദ്ദേഹത്തെ നമ്മെ സ്വർഗത്തിൽ നിർമ്മിച്ചു കൊടുക്കുമാറാകട്ടെ. ആരെങ്കിലും ഒരാൾ തോപ ചെയ്താൽ തെറ്റില്ലാത്തവരെ പോലെയാണെന്ന് നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഈ കൃഷിയുടെ കുറ്റവും കുറവുമെന്നും ആരും പറയരുതെന്നും താലിബിനോട് ഞാൻ പറയുകയാണ്. അദ്ദേഹം അതിൽ പിന്നീട് തോപ ചെയ്തിട്ടുണ്ട്. അതേസമയത്ത് അന്ന് അങ്ങനെ ഒരു മനമാറ്റമുണ്ടായി. ആ മനമാറ്റമുള്ള കാലത്ത് ഈ പ്രസംഗിച്ചു തറാവി 20 വട്ടം വന്ന പ്രശ്നം കൈ എവിടേക്ക് എത്തിയാലെന്താണ് പ്രസംഗിച്ചത് നേരിൽ കേട്ടവരാണ് ഞങ്ങൾ. നിങ്ങൾ അതിന്റെ ഇടയിൽ ഒന്ന് ശ്രദ്ധിക്കണേ, ആര് കുറ്റം പറയരുത് എന്ന് പറഞ്ഞിട്ട് മുമ്പ് ആദ്യം കുറ്റം പറഞ്ഞു, പിന്നെയും കുറ്റം പറയാണ്. പച്ച കള്ളത്തരവ് പറഞ്ഞതിന്റെ നേരെ എതിരെ. അരണ ചിലപ്പോ ഇതിനേക്കാൾ ഓർമ്മയുള്ള ആളായിരിക്കും. അരണന്റെ വിഷയം പറയുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാലോ. ആ പേരോടിന്റെ കുറ്റപ്പറച്ചിൽ ഇനിയും കേട്ടുള്ളൂ. നേരിൽ കേട്ടവരാണ് ഞങ്ങൾ, നിഷേധിക്കാൻ കഴിയോ? അപ്പൊ നമ്മുടെ ആലിമ്യങ്ങൾ ഇതിനെ സംബന്ധിച്ച് അന്താളിച്ചു. അതോടുകൂടി പിന്നെ നടന്ന നാടകങ്ങൾക്ക് പലരാണ്. സമസ്ത കേരള ജമിയത്തിലെ വലിയൊരു ഉദ്ദേശമാരെടുക്കുന്നതിന് പകരം ദിവസേന ക്ലീൻ ഷേവിംഗ് ചെയ്യുന്ന ആളുകളെ ആ മുഷാവറിലേക്ക് നോമിനേറ്റ് ചെയ്തത്. ക്ലീൻ ഷേവ് രാവിലെ തന്നെ ഷേവിംഗ്, നിങ്ങളുടെ ഷേവിംഗ് ഞാൻ മുഷാവർക്ക് വേണ്ടെന്നാ പറയുന്നു. അപ്പൊ ആളുകളെ പേരോട് വ്യക്തമാക്കണം. അങ്ങനെ ക്ലീൻ ഷേവ് ചെയ്ത സമസ്ത മുഷാവറയിലെ ഒരാളുടെ പേര് ചരിത്രത്തിൽ നിങ്ങൾ എടുക്കുകയാണ് ചെയ്താൽ നിങ്ങൾക്ക് സാധിക്കുമോ? സമസ്ത കേരള ജമിയത്തിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നു. എന്റെ സമസ്തയിൽ മൃഗീയ ഭൂരിപക്ഷമുണ്ടാക്കി ബഹുമാനപ്പെട്ട ഉള്ളാളുകൾ യാത്ര യോഗത്തിലായിരുന്നു നടന്നത്. ആ മൃഗീയ ഭൂരിപക്ഷത്തിന്റെ മറവിൽ യഥാർത്ഥ പണ്ഡിതന്മാരെ പുറത്താക്കാൻ തീരുമാനമെടുക്കാൻ വേറെ ഒരു കമ്മിറ്റിക്കാരുടെ ഓഫീസിലേക്ക് ഈ പോയി അതിന്റെയൊക്കെ ചരിത്രങ്ങൾ പറയാനുണ്ട്. നിങ്ങൾക്ക് വിശദമായി പഠിക്കണമെങ്കിൽ ബഹുമാനപ്പെട്ട എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാർ എഴുതിയ സമസ്തയുടെ ചരിത്രം എന്ന ഈ പുസ്തകം നിങ്ങളൊന്ന് വായിക്കണമെന്ന് ഞാനിപ്പോൾ നിർദ്ദേശിക്കുകയാണ് സഹോദരന്മാരെ. എന്നിട്ട് അവസാനം ഒരു നല്ല സംഭവം പറഞ്ഞത് ശംസുലുലമ പിടിച്ച് പുറത്താക്കിയാളെ പുസ്തകം വായിച്ചാൽ യാഥാർത്ഥ്യം അറിയും. സമസ്തയുടെ മിനിറ്റ്സ് മുഴുവനും മാറ്റി എഴുതാനും ഇഷ്ടം പോലെ കൈകാര്യം ചെയ്യാനും ഈ കേക്ക് അനുമതി കൊടുക്കണമെന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഉള്ളാളത്തങ്ങളും കാന്തപുരം മുസാദും എം എൽ സാദൊക്കെ പറഞ്ഞു, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ എഴുതാൻ വിട്ടുതന്നൂടാ. സമസ്തയുടെ മിനിറ്റ്സ് പൂർവ്വകാല അരിമികൾ കൈകാര്യം ചെയ്യാൻ മിനിറ്റ്സാണ്. അതുകൊണ്ട് അത് ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾക്ക് അത് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാൻ വിട്ടുകൂടാ. നിങ്ങളെ അതിന് വേണ്ടതൊക്കെ ചെയ്യുക, ഞങ്ങൾക്കൊക്കെ കാണിച്ചിട്ട് അവസാനം പാസ്സാക്കും. അത് പറ്റില്ല. ഇഷ്ടം പോലെ എഴുതാൻ വേണ്ടി, കൈകാര്യം ചെയ്യാൻ വേണ്ടി, മിനിറ്റ്സൊക്കെ മാറ്റി എഴുതാൻ വേണ്ടി അധികാരം നൽകണം. അപ്പോ ബഹുമാനപ്പെട്ട എം എൽ സ്ഥാനത്തുള്ള ആലിമികൾ പറഞ്ഞു, ഒരു കാര്യമുണ്ട്, എന്നാൽ ഞങ്ങൾ എതിരഭിപ്രായം രേഖപ്പെടുത്തണം. ഞങ്ങൾ എതിരഭിപ്രായമോടെ രേഖപ്പെടുത്തണം. അതുകൊണ്ട് എതിരഭിപ്രായം രേഖപ്പെടുത്തില്ല, ഞങ്ങൾ ഭൂരിപക്ഷം അനുസരിച്ച് പാസ്സാക്കാം. അതിനാ സാധാരണയായി സമസ്തകളെ ഏറ്റവും കന്യത്തുസ്ഥാനിലെങ്കിൽ ഉള്ള ആളുകളാണ് അധ്യക്ഷത വഹിക്കാറുള്ളത്. അന്ന് നേരത്തെ തന്നെ കെ ഉഗ്രസ്വരത്തിന് വിളിച്ച് അധ്യക്ഷനാണ്. എന്നിട്ടാണ് ഈ തീരുമാനം ഒപ്പിക്കുന്നത്. അങ്ങനെ ഇഷ്ടാനുസരണം മിനിറ്റ്സ് മാറ്റാൻ വേണ്ടി അവിടെയുള്ള ആളുകൾ 11 ആളുകൾ അതിനോട് യോജിക്കുകയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ യോജിക്കില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എതിരഭിപ്രായം ഇനി ബാക്കി സീഡിയിലുണ്ടാവും അദ്ദേഹത്തിന്റെ പ്രസംഗം. എന്തു പച്ചക്കള്ളത്തര! ശംസുലുലമ പറഞ്ഞത്രേ. ശംസുലുലമയുടെ അനുഗ്രഹീതമായ ആ ജീവിതത്തെയും പ്രവർത്തനത്തെയും നമുക്കറിയില്ലേ? ശംസുലുലമ ആവശ്യപ്പെട്ടു, എനിക്ക് സ്വന്തമായിട്ട് സമസ്തന്റെ മിനിറ്റ്സ് ഇങ്ങനെ എഴുതി ചേർത്തുകൊണ്ടേയിരിക്കാൻ അവസരം തരണം. എന്താ ശംസുലുലമ കാന്തവരാണോ? എന്താ നിങ്ങൾ കരുതിയത് ശംസുലുലമയെ കുറിച്ച്? ജീവിതകാലത്ത് ശംസുലുലമയെ കാന്തപുരത്തിന്റെ കൂടെ നിന്ന സമയത്ത് പോലും ഒരിക്കലും കുറ്റം പറയേണ്ടി വന്നിട്ടില്ല. അള്ളാഹുവിന്റെ തൗഫീഖ് എനിക്ക് കാരണം അവിടുത്തെ കുടുംബവുമായി എനിക്കൊരു ചെറിയ ബന്ധമുണ്ടായിരുന്നു. കുടുംബ ബന്ധമല്ല, കുടുംബത്തിലെ ശംസുലുലമയുടെ അനുജന്റെ മകനുമായുള്ളൊരു സഖാഫിയുമായുള്ള ബന്ധമായിരുന്നു അത്. ആ ബന്ധത്താൽ ആ കാലത്ത് ശംസുലുലമയെ കാണാറുണ്ട്. അവിടുത്തെ ആ ചെറിയ പ്രകാശമുള്ള റൂമിൽ നിന്ന് നമ്മൾ കാണാൻ പോകുമ്പോൾ തസ്ബീഹ് മാലയും മറിച്ച് പ്രകാശിക്കുന്ന പൂമുഖം പുറത്തേക്ക് വരുന്നത് കാണുമ്പോൾ എന്തൊരു ചന്തമാണ്! ആ ഫോട്ടോകൾ നോക്കൂ നിങ്ങൾ. ഇപ്പോഴും അന്ന് കാണാത്തവർക്ക് ഫോട്ടോ നോക്കിയാൽ മനസ്സിലാവും. ഈ മഹാനതയാണ് ഈ പറയുന്ന മനുഷ്യൻ അപമാനിക്കുന്നത്. ഈ പറഞ്ഞ അപമാനങ്ങൾ മുഴുവനും പറഞ്ഞിട്ട് ഇടയ്ക്ക് പിറ്റിയ നിങ്ങൾ ആരും കുറ്റം പറയരുത്. മൂപ്പര് ആണെങ്കിൽ നീട്ടി പറയാ കുറ്റം. എന്നിട്ട് അതിന് നല്ലൊരാളെ ഉദാഹരണം പറഞ്ഞു. വടശ്ശേരി അസ്സ മുസ്ലിയാർ പറഞ്ഞതുപോലെ നല്ല തെരഞ്ഞെടുപ്പാ, പറ്റിയ തെരഞ്ഞെടുപ്പാ അത്.
എങ്ങനെ? ഈ അടുത്ത് എന്റെ ഒരു സുഹൃത്ത് വിളിച്ചു. അദ്ദേഹം വിളിച്ചു ചോദിച്ചു, അല്ല ഉസ്താദെ, ആരോടി? ഈ വടശ്ശേരിയോട്. അല്ല ഉസ്താദെ, നമ്മൾ ജാലിയവാല വന്നിട്ടുണ്ടല്ലോ കുരുവട്ടൂരിൽ, ആസാറ് കാണാൻ വേണ്ടി കുറെ കൊണ്ടുവന്നിട്ടുണ്ട്, കാണാൻ ഉസ്താദ് പോയിട്ടില്ലേ? അതിനെന്താടാ എനിക്ക് വേണ്ടതെന്ന് വെച്ചു. എന്നോട് എന്റെ സദസ്സ് ഉസ്താദുമാരും ക്ഷമിക്കണം, കോട്ട് ചെയ്യുമ്പോൾ മലയാളത്തിൽ വേറെ പദം ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ കോട്ട് ചെയ്യേണ്ടി വരികയാണ്. പിന്നെ അല്ല ആസാറ് കാണാൻ പോയിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോ അനക്കെന്താടാ വേണ്ട നായിന്റെ മോനെ ചോദിച്ച ആളെയാണ് ഈ വിഷയത്തിൽ തെളിവായിട്ട് പോയത്. എത്ര ഒരു ഇതുമില്ലാതെ വിളിച്ചു പറഞ്ഞൊരു മനുഷ്യൻ. അയാളോട് ചോദിച്ചതെന്താ ഈ സുഹൃത്ത്, നിങ്ങൾ എന്തേ ഇത് കാണാൻ പോയില്ല എന്നുള്ളതാണ്. അപ്പൊ സത്യത്തിൽ നമ്മൾ ചീത്ത വിളിക്കൂല്ലെങ്കിലും നമ്മളോട് ചോദിച്ചാലാണ് നമ്മൾ പറയാ പോയി പണിയുണ്ട് നോക്കടോ, അത് കാണാൻ ഞങ്ങൾ വിളിക്കേ എന്ന് നമ്മൾ പറയേണ്ടത് ഇവരിന്ന് പറയാൻ തുടങ്ങിയെന്നർത്ഥം. അഥവാ ഹമീദ് ബസിക്കൊക്കെ സന്തോഷിക്കാം, എടുത്ത പണി മുതലായി എന്നർത്ഥം. നിങ്ങൾ എടുത്ത പണി മുതലായി എന്നുറപ്പാണ്. കാരണം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് സമസ്ത കേരള ജമിയത്തിൽ നമ്മുടെ നേതാക്കളും പ്രവർത്തകരും ഒന്നിച്ചു നിന്ന് പോരാട്ടം നടത്തി ഈ സമരമുഖത്ത് നിന്ന് നിങ്ങൾ പിന്മാറാതിരുന്നത് കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. നിങ്ങളെങ്ങാനും ബാഹുദ്ദീൻ ഉസ്താദ് പറഞ്ഞ പോലെ ആദ്യത്തെ ഒരു പത്രസമ്മേളനം നടത്തി പിരിഞ്ഞില്ല. നിങ്ങൾ നേരെ കോഴിക്കോട് ഇടിയങ്ങരയിൽ ഒരു ഓഡിറ്റോറിയത്തിലെ ആദ്യത്തെ പരിപാടി നടത്തി. അവിടുന്ന് ഇങ്ങോട്ട് നിങ്ങൾ സ്ട്രോങ് ആയപ്പോൾ ഞങ്ങളും സ്ട്രോങ് ആയി. ഞങ്ങൾക്കിത് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ഞങ്ങൾ പിന്നാലെ വന്നു. ഞങ്ങൾക്ക് സംഘടനാപരമായ കാന്തപുരം വിഭാഗത്തിന്റെ പരാജയത്തെ അറിയാമായിരുന്നു. പക്ഷെ അതൊരു വിഷയാക്കേണ്ട തൽക്കാലം ആ പരാജയത്തിൽ പങ്കാളിയാവാതെ സുന്നിയായി സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം നടത്തിയാൽ പോരെ എന്ന് ചിന്തിക്കുമ്പോഴാണ് മുടി വരുന്നതും മുടിയിലെ വിവാദങ്ങൾ കൊടുക്കുന്നതൊക്കെ. അപ്പൊ കരുതി കാന്തപുരമായിട്ട് അടുത്ത ബന്ധമുണ്ടല്ലോ, എന്നാ പിന്നെ ഇതിന് ഖിദ്മത്ത് ചെയ്യാൻ റസൂലുള്ളാഹിന്റെ ആസാറല്ലേ ഉള്ളത്, അതിന് ഖിദ്മത്ത് ചെയ്യാന്ന് കരുതിയിട്ട് അതിന്റെ മുന്നണി പോരാളികൾപ്പെട്ടു. അങ്ങനെ പെട്ടപ്പോഴാണ് ഹമീദ് ബൈസി നമുക്കൊന്നും ഉത്തരം പറയാൻ പറ്റാത്ത കുറെ ചോദ്യം ചോദിക്കും. ഇൻഷാ അല്ലാഹ് അത് CD ഇറങ്ങുമ്പോൾ ഉണ്ടാവും. കുത്തുബുദ്ദീൻ ഫിർദൗസി ആരാ, എവിടെ, എങ്ങനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉസ്താദിനോട് ചോദിക്കും, ഉസ്താദെ കുത്തുബുദ്ദീൻ ഫിർദൗസി. അപ്പൊ ആ ഒരു ചുമ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. പല സ്ഥലത്തും ആ കൊര ഉണ്ടെങ്കിൽ ഉറപ്പാ അവിടെ തെറ്റിയിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കോ, ഞാൻ പറയാണ് 10-60 കൊല്ലത്തെ കേരളത്തിലെ കാന്തപുരം ഉസ്താദിന്റെ പ്രസംഗത്തെ ഏറെക്കുറെ അറിയുന്ന ആളുകൾപ്പെട്ട ഒരാളാണ് ഞാനും. കൊരച്ച ഉറപ്പാ തെറ്റി. എന്നാ പിന്നെ ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരാളെങ്ങനെ കേൾക്കാറുണ്ട്, ഇത് ആധികാരികമാണ്, ഞാൻ ഉറച്ചു പറയുന്നു, ഇതിൽ സംശയമില്ല എന്ന് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞാൽ ഉറപ്പാ അത് കള്ളത്തരാം. അതുപോലെയാണ് ഈ കൊര. ഇങ്ങനെ കുറച്ചുകൊണ്ട് പറയാൻ തുടങ്ങിയപ്പോ ഞങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പോയിട്ടാണ് ബോംബെയിലെത്തുന്നതും എല്ലാ ഭാഗത്തും എത്തുന്നതും അതിന്റെ ഭാഗമാണ്. അങ്ങനെ ഇത്രത്തോളം പച്ചയായി ഹബീബിന്റെ പേരിൽ കളവ് പറഞ്ഞൊരു വിഭാഗത്തെ നമ്മൾ കൃത്യമായി ബോധ്യപ്പെട്ടു. ആ വിഭാഗം പിന്നീട് എന്നോ ഇവരെ പറ്റി പറഞ്ഞു വെച്ച മഹാനായ ശംസുൽ ഉലമ തലയിൽ ഹൗലുൽ കൗസർ എന്റെ തലയിലാണെന്ന് പറഞ്ഞു. അന്ന് നമ്മളെ പലരും, സമസ്തയിലെ പലരും ചിന്തിച്ചിട്ടുണ്ടാവും, എന്തിനാ ശംസുൽ ഉലമ ഇങ്ങനെ പറഞ്ഞത്. ഇന്ന് നമുക്ക് ബോധ്യപ്പെടാണ്, ഹൗലുൽ കൗസർ ഇങ്ങനെ തലയിലാന്ന് ദുനിയാവെന്ന് പറഞ്ഞു നടക്കുന്ന ഒരാള് അതിന്റെ കൂടെ കൂടിയില്ലെങ്കിൽ നരകത്തിലേക്ക് പോകും എന്ന് പറയുന്ന ആൾ ആരാണ്, എന്തിനാണ് ഇയാൾ ഇങ്ങനെ പറയുന്നത് എന്ന് അന്ന് ചിന്തിച്ചാൽ പിടുത്തം കിട്ടൂലായിരുന്നു. ഏതുപോലെ പല ഫിഖ്ഹി മസ്അലകളും അഇമ്മത്ത് എഴുതി വെച്ചത് കിതാബുകൾ കാണാം. ആ പണ്ഡിതന്മാർ എഴുതി വെച്ച പല ചർച്ചയും കാണുമ്പോൾ മുജാഹിദുകൾ കുറച്ചു കാലം മുമ്പ് പറഞ്ഞു ഇത് എന്തിനാണ് കിതാബിൽ എഴുതി വെച്ചത്. പക്ഷെ കാലം കുറെ കഴിഞ്ഞപ്പോ ഇന്നത് പലതും നടക്കുകയാണ്, അനുഭവിക്കുകയാണ്, കാണുകയാണ്. അതുപോലെ ഒരുപാട് വിപ്ലവം തീർത്ത അറിവിന്റെ അനന്ത സാഗരമായിരുന്ന ശംസുൽ ഉലമ, അവിടുത്തെ ദർജ അല്ലാഹു ഉയർത്തുമാറാവട്ടെ, ആ മഹാനവറുകൾ പറഞ്ഞത് നമുക്കിവിടെ ബോധ്യപ്പെടുകയാണ്. ഇവർ അവിരാമം തുടരുകയാണ് പലതും കൊണ്ടുവന്നുകൊണ്ട്. ഇനി ചോദ്യം വരട്ടെ, അടുത്ത ചോദ്യം ഇതേ വിഷയത്തിൽ ആസാറുകളുടെ പേര് തന്നെ പറഞ്ഞു നടക്കുന്ന അവരോട് തന്നെയാണ്, ഹമീദ് ഫൈസിയോടാണ് ചോദ്യം. ചോദ്യകർത്താവിനെ ക്ഷണിക്കുന്നു. മർക്കസിലെ ഷെയറിനെ മാത്രമല്ലല്ലോ നിങ്ങൾ എതിർക്കുന്നത്. കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് ജനലക്ഷങ്ങളുടെ സാക്ഷി നിർത്തി ഷെയ്ഖ് അസ്രജി പാനപാത്രം നൽകിയിരുന്നു. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ച പാനപാത്രം, അതിനെയും നിങ്ങൾ എതിർത്തില്ലേ? അത് വ്യക്തമായ കാന്തപുര വിരോധം മുന്നിൽ നിർത്തി മാത്രമാണെന്ന് ഞങ്ങൾ സംശയിച്ചാൽ ഞങ്ങളെ കുറ്റം പറയാൻ പറ്റുന്നു. നമ്മള്
പാനപാത്രം മാത്രമല്ല, കാന്തപുരം അങ്ങനെ പലതും കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു. അതൊക്കെ വരികയാണെങ്കിൽ എതിർക്കാനുള്ള പരിപാടി തന്നെ. കാരണം അയാൾ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുത്തി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റൗലയിലെ വിരിപ്പ് കൊണ്ടുവരുന്നത് അറിഞ്ഞു. പിന്നത് വിലപ്പോരാതെ കണ്ടപ്പോഴാണ് തൽക്കാലം പിൻവാങ്ങിയത്. ഖാലിദ് ഇബ്നു വലീദിന്റെ ഷർട്ട് കൊണ്ടുവരികയാണ് അറിഞ്ഞു. പല പരിപാടി മുമ്പ് ജാലിയവാലിന്റെ തനി പതിപ്പ, ഏകദേശ സ്ഥാനം മൊത്തം മൂപ്പര കൈവശമുള്ള പോലെ. ഈ പാനപാത്രം നമ്മളൊരിക്കൽ പെട്ടെന്ന് എതിർത്തിട്ടില്ല. ഈ പറഞ്ഞ പോലെ പാനപാത്രം വളരെ കൃത്യമായി കോഴിക്കോട് കടപ്പുറത്ത് 10,000 ആളുകളെ അണിനിരത്തി സാക്ഷി നിർത്തി ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിച്ച പാത്രം ഇതാ കാന്തപുരത്തിന് കൈമാറുന്നു പറഞ്ഞ് കൈമാറുകയാണ്. അതിന്റെ ചിത്രം സിറാജ് പത്രത്തിൽ ഫ്രണ്ട് പേജിൽ വരികയാണ്. മാത്രമല്ല അവിടെ വെച്ച് പ്രഖ്യാപിക്കുകയാണ്, ഈ പാത്രത്തിൽ ഒഴിച്ച വെള്ളം കേരളത്തിലെ സകലമാന മുസ്ലിമീങ്ങൾ കുടിക്കാനുള്ള സൗകര്യം ശാസ്ത്രീയമായ സംവിധാനം ഉടൻ പ്രഖ്യാപിക്കുന്നു പറയാണ്. പക്ഷേ ആ പത്രത്തിൽ ചിത്രം അത്ര ക്ലിയർ അല്ലെങ്കിലും അത് നെറ്റിൽ യൂട്യൂബിൽ എടുത്ത് നോക്കുമ്പോൾ തിളങ്ങണ പാത്രം. പക്ഷേ അള്ളാന്റെ റസൂലിന്റെ കാലത്ത് ഇങ്ങനെ തിളങ്ങണ പാത്രം ഉണ്ടാവും. അപ്പൊ നമുക്ക് സംശയം, ഇതൊക്കെ ആധുനിക ടെക്നോളജിന്റെ ഭാഗമല്ലേ ഈ പുതിയ തിളക്കം പാത്രത്തിന്? അങ്ങനെ ഈ പാത്രം ഇങ്ങനെ ശരിക്ക് എല്ലാവരും ചെയ്ത് നോക്കുമ്പോ എന്റെ സുഹൃത്ത് ബഷീർ സാഹിബ്, ഞാൻ അന്ന് ഷാർജയിലാണ്, അദ്ദേഹം അതിൽ സ്പെഷ്യലിസ്റ്റാണ്. അന്ന് അദ്ദേഹം അന്ന് കാന്തപുരം വിഭാഗത്തിന്റെ ആളാണ്. പക്ഷെ എന്നാൽ ഈ വിഷയത്തിൽ അദ്ദേഹം കുറച്ച് വിദഗ്ധ, അദ്ദേഹത്തിന് സംശയമുണ്ട്. ടെലിഫോണിൽ അദ്ദേഹം എന്നെ ബന്ധപ്പെട്ട് നമുക്ക് നോക്കി ചെക്ക് ചെയ്ത് നോക്കുമ്പോ ഈ പാത്രത്തിന്റെ ഉള്ളില് ഏറ്റവും വലിയ അത്ഭുതകരമായ കാര്യം, ജൂത വിഭാഗത്തിന്റെ സ്റ്റാർ അങ്ങനെ തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, ജൂതന്മാരുടെ ചിഹ്നം. മാത്രമല്ല അതിന് ചുറ്റും ഇങ്ങനെ അറബി ലിപിയിൽ എഴുതിയിട്ടുണ്ട്. കുറെ ആയത്തുകൾ അറബിയിൽ എഴുതിയിട്ടുണ്ട് ഈ പാത്രത്തിൽ. അതിങ്ങനെ എല്ലാവർക്കും ഇതാ കാണാം. ഈ അറബി ലിപി നോക്കുമ്പോ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തുള്ള അറബി ലിപിയേ അല്ലാതെ ആധുനിക ലിപിയാണ്, ഇപ്പൊ അടുത്തുണ്ടാക്കിയ പുതിയ എഴുത്താ. അങ്ങനെ ഒറ്റ നോട്ടത്തിൽ തന്നെ ഇത് വ്യാജമാണെന്ന് കണ്ടപ്പോൾ പിന്നെ ഒന്നുകൂടി വിശദമായി പരിശോധിച്ചു. ഈ ഇതേ സെയിം പാത്രം ഇത്ര വിലക്ക് കിട്ടുന്ന നെറ്റിലുണ്ട്, പല സ്ഥലത്തും വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ഇത് പ്രകടമായി ബോധ്യപ്പെട്ടപ്പോൾ അതിനെ ശക്തമായി രംഗത്ത് വന്നു. അതുകൊണ്ട് തന്നെ ഇതുമായി വിജയകരമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് മനസ്സിലായപ്പോൾ ആ പാത്രം കാന്തപുരം പരസ്യമായി ഒഴിവാക്കി ആ പാത്രവുമായി വരുന്ന പ്രശ്നമേ ഇല്ല എന്ന് ഉറപ്പ് കൊടുത്തിട്ടാണ് പൊന്മള സംഘടനയിൽ ഉറച്ചുന്നില്ലേ. പൊന്മള ഗ്രൂപ്പ് കാന്തപുരത്തെ പുറത്താക്കുന്നു, ഭീഷണിപ്പെടുത്തി അത് പിൻവലിച്ചു. ഇതാ സംഭവിച്ചത്. ചോദ്യങ്ങൾ ഒരുപാടുണ്ട്, ചോദ്യകർത്താക്കളും ഒക്കെ സദസ്സിൽ തന്നെ ഒരുപാടുണ്ടാവും. പക്ഷേ ചിലർക്കൊക്കെ സംശയം ഉണ്ടാവും, ഇതൊക്കെ നിങ്ങൾ കൊണ്ടുവന്ന ചോദ്യകർത്താക്കളല്ലേ? ചോദ്യകർത്താക്കള് ഞങ്ങൾ കൊണ്ടുവന്നാലും ചോദ്യം നിങ്ങളെ തന്നെയാണല്ലോ, അതിൽ സംശയമൊന്നുമില്ലല്ലോ. പലതും നിങ്ങളെ ചോദ്യമല്ലേ. അതുപോലെ ഞങ്ങൾ ചോദ്യങ്ങൾ ഇവിടെ ഉണ്ടാവും. പിന്നെ നിങ്ങൾ മുഖാമുഖങ്ങളൊന്നും നടത്തിയാൽ, ഈ അടുത്ത് ഹമീദ് ഫൈസി ഉസ്താദ് തന്നെ നടത്തി, ആകെ 1-2 എങ്ങാനും ചോദ്യകർത്താക്കൾ വരൂല. വന്നാൽ തന്നെ ഒരാവശ്യമില്ലാത്ത വേറെന്തോ ആണ് ചോദിക്കുക. അപ്പോൾ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, ചോദ്യങ്ങൾ ഒരുപാട് ഇവിടെ ബാക്കി കിടക്കുന്നുണ്ട്. പക്ഷേ സമയക്കുറവുണ്ട്, അങ്ങോട്ടേക്കൊന്നും പോകുന്നില്ല. എന്നാലും ചില ചോദ്യങ്ങൾ ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ട് അത് പറയാണ്. ഇവിടെ നേരത്തെ പറഞ്ഞു, അതുപോലെ ഈ പാനപാത്രത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ബഷീർ സാഹിബ് എന്ന സുഹൃത്തിനെ കുറിച്ച് പറഞ്ഞു. ഈ IBSMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകനാണ്. ആ ജൂത ചിഹ്നം കണ്ടെത്തി ആ ഫോട്ടോയിൽ നിന്ന് മനസ്സിലാക്കിയ ബഷീർ AKT സാഹിബ് ഇവിടെ ബാക്കിലുണ്ട്. അദ്ദേഹത്തെ കാണാം. അദ്ദേഹം ഒരു നല്ല ഡിസൈനറാണ്. ഈ ഫോട്ടോ എല്ലാം ഡിസൈൻ ചെയ്യുന്ന അദ്ദേഹമാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ ജോലിയിലും ജീവിതത്തിലും ഇബാദത്തുകളിലുമൊക്കെ ബർക്കത്ത് നൽകി ഒരു ലോകത്തും വിജയിപ്പിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ശഫാഅത്തിന് ഇതുകൊണ്ട് തന്നെ കാരണമാക്കുമാറാവട്ടെ. ഏതായാലും ഈ പറഞ്ഞ ജൂത ചിഹ്നത്തിന്റെ അടയാളങ്ങളെ തെരഞ്ഞു പോകുമ്പോൾ അത് സമയക്കുറവുകൊണ്ട് ചുരുക്കിയതാണ്. ഈ ചട്ടി ചെച്നിയിൽ പ്രദർശനം നടത്തിയിരുന്നു. ചെച്നിയിൽ കൊണ്ടുപോയിട്ട് ചെച്നിയിൽ നിന്ന് പ്രദർശനം കഴിഞ്ഞ് വീഡിയോ കൊണ്ടുവന്ന് കാന്തപുരം ജീവിതത്തിൽ ആകെ ഒരു ക്ലിപ്പ് മാത്രമാണ് ഇട്ട് പ്രസംഗിച്ചത്. ലോകത്താദ്യമായി അവസാനമായും ഒരു ക്ലിപ്പ് ഇട്ടിട്ടുള്ളൂ. അത് ഇട്ടുകൊടുത്ത ആള് ഞാനാണ്, ബഹുമാനപ്പെട്ട ഞാൻ. അങ്ങനെ പറയണല്ലോ, മൂപ്പർക്കൊരു ക്ലിപ്പ് ലോകത്ത് ആദ്യമായിട്ട് ഇട്ടുകൊടുത്ത ആൾ ഞാനാണ് ഇട്ടുകൊടുത്തത്. തൃശൂർ കേച്ചേരി മമ്പയിലെ സമ്മേളനത്തിലാണ് ആ ക്ലിപ്പ് പ്രദർശിപ്പിച്ചത്. അത് യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് മലബാർ ക്ലാസ് റൂം നടത്തുന്ന ഒരാളുടെ ലാപ്ടോപ്പിൽ നിന്ന് അത് അദ്ദേഹവും ഈ പറഞ്ഞ പോലെ നീണ്ട മുടിയൊക്കെ ഉള്ള ഒരാളാണ്. അദ്ദേഹത്തിൽ നിന്നിങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ട് അതിട്ട് കൊടുത്തു. ആ പ്രദർശനം ഇതൊക്കെ കണ്ടു. അതിനു മുമ്പ് ചെച്ചൻ പ്രസിഡന്റിനെ
റമദാൻ ഖദറോവിനെ നമ്മൾ പലപ്പോഴും കാണാറുള്ളത് നഗ്നകളുടെ, അർദ്ധനഗ്നകളുടെ അല്ലെങ്കിൽ പട്ടിയും പിടിച്ച് നടക്കുന്ന ഫോട്ടോ ആണ്. പക്ഷേ നമ്മൾ പിന്നെ കുറച്ചു കാലങ്ങൾക്ക് മുമ്പൊക്കെ അങ്ങനെയായിരുന്നു. ഈ അടുത്ത് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഗൂഗിളിൽ കാണുന്നത് അദ്ദേഹത്തിന്റെ പേരടിക്കുമ്പോൾ ഒരു ഭാഗത്ത് ജനാബ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ മാലക്കെട്ടിക്ക, ഇയാളും മാലയിട്ടിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിൽ ഇയാൾക്ക് മുടി കൊടുത്ത, ഇവിടെ ചട്ടി കൊണ്ടുവന്ന ഇതേ ഹസ്രജി മറുപക്ഷം. ഇവർ തമ്മിൽ നല്ലൊരു ഏറ്റവും നല്ല കോമ്പിനേഷനുള്ള ഒരു ടീമാണ് എന്നതിൽ മനസ്സിലാവുന്നത്. മാത്രമല്ല മുസ്ലിങ്ങളെ കൊന്നു തിന്നാൻ കാത്തിരിക്കുന്ന ഇസ്രയേല് ഈ അമേരിക്കൻ ഇസ്രയേലി ചാരനായി അറിയപ്പെടുന്ന ഈ ചെച്ചൻ പ്രസിഡന്റിനെ കുറിച്ച് എഴുതിയത് നാച്ചുറൽ അലൈ ഓഫ് ഇസ്രയേൽ എന്നാണ്. സ്വാഭാവിക സഖ്യം എന്നാണ് ഇയാളെ കുറിച്ച് സൂചിപ്പിച്ചത്. സ്വാഭാവിക സഖ്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ ഹസ്രജിയും എ പിയും തമ്മിലുള്ള ബന്ധം പോലത്തെ ഒരു ബന്ധം എന്നർത്ഥം. മാത്രമല്ല പിഞ്ചു കുഞ്ഞുങ്ങളായ മുസ്ലിങ്ങളെപ്പോലും ടെൽ അവീവിലെ തെരുവിലൂടെയോ ഫലസ്തീനിന്റെ തെരുവിലൂടെ നടക്കുമ്പോ ആക്രമിച്ചും വെടിവെച്ചും കൊന്നുകളയുന്ന കിരാതയുടെ കാട്ടാളത്വത്തിന്റെ ലോകത്തെ ഏറ്റവും വലിയ ഉദാഹരണമായ ഇസ്രയേൽ എന്ന രാഷ്ട്രത്തിലെ ഒരു റോഡിന് ഒരു ഏരിയക്ക് പേര് പോലും കൊടുത്തിരിക്കുന്നത് ഈ ചെച്ചൻ പ്രസിഡന്റിന്റെ പിതാവിന്റെ പേരാണ് എന്ന് പറയുമ്പോൾ, ഇത് കേൾക്കുമ്പോൾ കാരന്തൂരിൽ നിന്ന് ടെൽ അവീവിലേക്കോ ഇസ്രയേലിലേക്കോ വഴിയുണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങളെ കുറ്റം പറയാൻ ഒരു വകുപ്പുമില്ല എന്ന് ഇതോടൊപ്പം ഞാൻ അറിയിക്കുകയാണ്. അതോടൊപ്പം അതുപോലെ ഈ സദസ്സിൽ പങ്കെടുത്ത ഉസ്താദുമാരോടായി അവസാനം ഒരു ചോദ്യം എന്റെ വകയുണ്ട്. ഇതുവരെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. എന്നാലും ഞങ്ങൾ പലപ്പോഴും ആ സംഘടനയിൽ നിൽക്കുന്ന കാലത്ത് എന്ത് വിഷയത്തിനും നേരത്തെ പറഞ്ഞതുപോലെ വളരെ തന്റെ ഇടത്തോടെ സംവാദത്തിന് തയ്യാറുണ്ടോ, അമ്മിവെത്താനുണ്ടോ, സംവാദത്തിന് തയ്യാറുണ്ടോ, അമ്മിവെത്താനുണ്ടോ എന്ന് ചോദിക്കും പോലെ ചോദിക്കുന്നൊരു പതിവുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്കതില്ല, അഥവാ അവർക്കതില്ല. അവരതിൽ നിന്ന് പിൻവാങ്ങുകയും പിന്നോട്ട് പോവുകയും ചെയ്തിരിക്കുന്നു. എന്നാലും ചോദിക്കുകയാണ്, വൈകിട്ടില്ലെന്ന് ഞങ്ങൾക്കറിയാം. ഈ വിവാദങ്ങൾ ഒരു യഥാർത്ഥ ചർച്ചയിലൂടെ, കേരളത്തിൽ ഒരു യഥാർത്ഥ സംവാദത്തിലൂടെ, കെട്ടിക്കുടുക്കുള്ള കുറെ വ്യവസ്ഥകളൊന്നും വേണ്ട, ചെറിയ വ്യവസ്ഥ. മർക്കസിലുള്ള മുടി ഒറിജിനൽ അല്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന വാദമായിക്കോട്ടെ. ഞങ്ങൾ സാധാരണ പണ്ടൊക്കെ മുജാഹിദിനോടും മറ്റാരോടുമാണെങ്കിലും ആ പക്ഷത്ത് നിന്ന് സംവാദ വ്യവസ്ഥ എഴുതാൻ പോകുമ്പോൾ സംഘടന നിർദ്ദേശിക്കാറുള്ളത് ഏറ്റവും കാതലായ പ്രശ്നം സുന്നി മുജാഹിദ് പ്രശ്നമാണെങ്കിൽ ഇസ്തിയാസ് തന്നെ, അതിന്റെ മേലെ ഒന്നും വരാനില്ല. കാരണം അവിടെ മുസ്ലിമാണോ കാഫറാണോ എന്ന് പോലും നിശ്ചയിക്കപ്പെടുന്ന സാഹചര്യം അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും ടോപ്പ് വിഷയം തന്നെ ചർച്ച ചെയ്യണമെന്നും, ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ ആ ചർച്ച ചെയ്യുന്ന വിഷയം കൃത്യമായി വ്യക്തമായ ഏറ്റവും വലിയ വാദമായിരിക്കണമെന്നും പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്, ഇസ്തിഹാസ ശിർക്കാണ് എന്ന നിങ്ങളുടെ വാദം വെച്ചാവാം നമുക്ക് സംവാദം. അതുകൊണ്ട് നിങ്ങൾ പറയുന്നു ഇസ്തിഹാസ ശിർക്കാണെന്ന്, ഞങ്ങൾ പറയുന്നു ഇസ്തിഹാസ ശിർക്കല്ല, അനുവദനീയമാണെന്ന്. ഇങ്ങനെ ആവാമെന്ന് പറയാറുണ്ട്. അതേ മാനദണ്ഡം അതേ രൂപത്തിൽ ഇവിടുന്ന് അങ്ങോട്ടിപ്പോ ഞാൻ പറയുന്നത് കൊണ്ട് ചോദിക്കുകയാണ് ഉസ്താദുമാരോട്, ഞങ്ങൾ മർക്കസിലെ മുടി ഒറിജിനൽ അല്ല എന്ന വാദക്കാരാണല്ലോ നമ്മളിപ്പോ, ഞങ്ങളടക്കം. അപ്പൊ ഒറിജിനൽ അല്ല, അത് വ്യാജകേശമാണ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതല്ലെന്ന് തെളിയിക്കാൻ ഒരു സംവാദത്തിന് വെല്ലുവിളിച്ചാൽ ഉസ്താദുമാർ തയ്യാറാണോ എന്നാണ് സദസ്സിന് വേണ്ടിയും സമൂഹത്തിനു വേണ്ടിയും എനിക്ക് ചോദിക്കാനുള്ളത്. രണ്ട് ഉസ്താദുമാരും സംഘടനയുടെ ഔദ്യോഗിക തലത്തിലുള്ളവരാണ്. ഇനിയൊരു സംവാദത്തിന് നിങ്ങൾ തയ്യാറുണ്ടോ? മുബാഹലക്കാണ് ഉസ്താദിന്റെ വെല്ലുവിളി, വിട്ടിട്ടില്ല എന്നർത്ഥം. പണ്ടേ വെല്ലുവിളിച്ചതാണ്, മുബാഹല ആവട്ടെ എന്നാണ്. ആയിക്കോട്ടെ, നമുക്കെന്താ അങ്ങനത്തെ പേടി നമുക്കില്ല എന്ന് പറയാൻ തന്റെ ഇടമുള്ളവർ മറുപക്ഷത്തുണ്ടെങ്കിൽ ഈ വെല്ലുവിളി ഏറ്റെടുക്കുക. മുബാഹലക്ക് തയ്യാറുള്ള, മുബാഹല നടത്താൻ തയ്യാറുള്ള ആൺകുട്ടിയായി പിറന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ
ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നവർ മറുപക്ഷത്തുണ്ടെങ്കിൽ അവർ തയ്യാറാവണമെന്ന് ഈ സദസ്സിനെ, ഈ പ്രസ്ഥാനത്തെ, ഈ സമൂഹത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ ആവശ്യപ്പെടുകയാണ് അവരോട്. ഇൻഷാ അല്ലാഹ് അതിനുള്ള വേദി ഒരുക്കുകയാണ്. ഇൻഷാ അല്ലാഹ് വേദി ഒരുങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. സമാപന ഉപസംഹാരത്തിന് മുമ്പ് ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസിക്ക് ഒരു അനുബന്ധം കൂടി ചേർത്താനുണ്ട്, അത് ചോദിക്കും. മറ്റൊരു കാര്യം ഉസ്താദ് പറഞ്ഞ അനുബന്ധമാണ്. രാമന്തളി നിർദ്ദേശിച്ചതുപോലെ ഒരു സംവാദത്തിന് അവർ തയ്യാറാവുകയാണെങ്കിൽ അതിന്റെ അനന്തരഫലം എന്ത് സംഭവിക്കും നമുക്ക് മുൻകൂട്ടി കാണാം. സാക്ഷാൽ നമ്മുടെ രാമന്തളി മറുപക്ഷത്തു നിന്നുകൊണ്ട് ഈ മുടി ഒറിജിനലാണെന്ന് പറഞ്ഞ് തൃശ്ശൂർ ഉൾപ്പെടെ പല സ്ഥലത്തും വെച്ച് നമ്മൾ രണ്ട് ടീമും ചർച്ച ചെയ്താണ്. അവ രാമന്തളി സംവാദത്തിൽ കൂടി അപ്പൊ തിരിച്ചിങ്ങോട്ട് വന്നു. ഇതുപോലെ പേരോട് സംവാദത്തിന് തയ്യാറാവുകയാണെങ്കിൽ നാളെ സംവാദത്തിന്റെ പിറ്റേ ദിവസം പേരോട് നമ്മളൊപ്പം സ്റ്റേജിലുണ്ടാവും. നടക്കട്ടെ സംവാദം. നമ്മുടെ പരിപാടി ഒരുപാട് ചർച്ചകളൊക്കെ ചെയ്യാനുണ്ട്. അതുകൊണ്ട് സമയം വൈകിയതുകൊണ്ട് ഉപസംഹരിക്കുകയാണ്. ഒരു 5 മിനിറ്റ് എല്ലാവരും കേൾക്കണം. ഇവിടെയുള്ള ആകത്തുക ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കളവ് പറഞ്ഞുകൊണ്ട് ഒരു 2 കഷ്ണം അല്ലെങ്കിൽ 3 കഷ്ണം മുടിയുമായി വന്ന അവർ അതിനു വേണ്ടി നമ്മുടെ മതത്തിന്റെ നിയമങ്ങളെ ഓരോന്നായി പൊളിച്ചത് ഒറ്റ 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞാൽ നിർത്തും. ഒന്ന്, അടിസ്ഥാനമുള്ളതാണ്, നമ്മുടെ മതത്തിലെല്ലാം അടിസ്ഥാനമുള്ളതാണ് എന്നുള്ള അടിസ്ഥാനം അവർ പൊളിച്ചു. ഒന്നിനും അടിസ്ഥാനം വേണ്ട, ഹബീബിന്റെ പേരിൽ എന്തും പറയാമെന്ന് പറഞ്ഞു. അതിനുവേണ്ടി ഒരു മഅമൂൻ രാജാവിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിച്ചു. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി വലിയ കാര്യമായി ഉദ്ധരിക്കാറുള്ള തെളിവാണ് ഒരു മഅമൂനിന്റെ ചരിത്രം. അദ്ദേഹം കടുത്ത ഷിയയും കടുത്ത മുഅ്തസിലിയുമാണ്. ഇമാമിങ്ങളെ ചാട്ടവാറുകൊണ്ട് അടിച്ച ആളാണ്. ഒരുപാട് ഇമാമിങ്ങളെ മർദ്ദിച്ച ആളാണ്. അദ്ദേഹത്തിന് കൂട്ടുപിടിച്ചുകൊണ്ടാണ്, അഥവാ ഷിയാവാദത്തെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് പേരോട് അതിനുവേണ്ടി മെനക്കെട്ടത്. രണ്ടാമത്തത്, ഈ മുടിക്ക് നിഴൽ കണ്ടപ്പോ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഹബീബിന് നിഴലുണ്ടെന്ന് വാദിച്ചു. ഈ മുടി കത്തിയപ്പോൾ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് പോലും ഖുർആൻ തോലിലെഴുതിയിട്ട് തീയിലിട്ടാൽ കത്തൂല, ഖുർആൻ തോലിലെഴുതിയിട്ട് തീയിലിട്ടാൽ കത്തൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ഫലിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നുബുവത്തിനെ ചോദ്യം ചെയ്തു. വല്ലാഹി സുമ്മ വല്ലാഹി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ അർത്ഥത്തിൽ ഒരു ഹദീസ് പറഞ്ഞിട്ടില്ല. അങ്ങനെ അയാൾ ഉദ്ധരിച്ച ലൗ ജുഅലൽ ഖുർആനു ഫീ ഹാബിൻ എന്ന് പറയുന്ന ഹദീസിന് ആ അർത്ഥം അല്ല എന്ന് ഇമാമിങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി മുത്തനബിയുടെ പേരിൽ പറഞ്ഞ കളവാണ്. 4, ഈ മുടി കത്തിയപ്പോൾ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാന വിശ്വാസമായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകൾ വഫാത്തിന് ശേഷവും നിലനിൽക്കുമെന്ന ആ അടിസ്ഥാനത്തെ പൊളിച്ചു. അദ്ദേഹം പറഞ്ഞു, ഈ വഫാത്തോടുകൂടി ഖുർആനല്ലാത്തതെല്ലാം മുറിഞ്ഞുപോകും. അങ്ങനെ ഒരു ചർച്ച, അങ്ങനെ ഒരു സംഭവം ഇമാമിങ്ങളാരും പറഞ്ഞിട്ടില്ല. അതൊക്കെ ഇൻഷാ അല്ലാഹ് ആവശ്യം വരുമ്പോൾ തെളിവ് സഹിതം സമർപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതുപോലെ ഈ മുടികൾക്ക് എന്തൊക്കെ ന്യൂനതയുണ്ടോ അതൊക്കെ ഹബീബിലേക്ക് ചേർത്ത് വെക്കുന്ന പരിപാടിയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഹബീബിന്റെ പേരിൽ കളവ് ഈ AP അബൂബക്കർ മുസ്ലിയാർ വ്യക്തമായ കളവുകൾ ധാരാളം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും നാവ് കൊണ്ട് തന്നെ മുത്തുനബിയുടെ പേരിൽ കളവ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നെലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ പറഞ്ഞത് കളവാണെന്ന് ശിഷ്യനും അതുപോലെ മകളുടെ ഭർത്താവുമായ ഏലംകുളം റഷീദ് സഖാഫി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചില ആൾക്കാർക്കൊക്കെ ഒരു സംശയം ഉണ്ടാവും, അതിൽ ചിലര് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഹബീബിന്റെ പേരിൽ കളവാണെന്ന് ധാരണയുള്ള അല്ലെങ്കിൽ കളവാണെന്ന് ബോധ്യമുള്ള ഒരു കാര്യം കൂടെയുള്ളവർ പറയുമ്പോൾ അതിന് മൗന സമ്മതം കൊടുക്കുന്നവർ ഹബീബിന്റെ പേരിൽ കളവ് പറയുന്നവർ തന്നെയാണ് എന്നും അത് ലിസാനുൽ ഹാലിലുള്ള കളവാണെന്നും ഇമാമിങ്ങളൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ഉസ്താദ് ഇമാം അബൂ ശാമ റളിയല്ലാഹു അൻഹു, അതുപോലെ ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു, അതുപോലെ മാലിക്കിയ മദ്ഹബിലെ പ്രഗൽഭ പണ്ഡിതനായ
ഇബ്നുൽ ഹാജ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അങ്ങനെയുള്ള എല്ലാ ഇമാമിങ്ങളും പറഞ്ഞൊരു വിഷയമുണ്ട്. ലിസാനുൽ ഖാലിൽ, അതുപോലെ നാവുകൊണ്ട് ഹബീബിന്റെ പേരിൽ കളവ് പറയുന്നവരും, അതുപോലെ ലിസാനുൽ ഹാലിൽ ഇതിനെ ജനങ്ങൾ വിശ്വസിക്കട്ടെ എന്ന രൂപത്തിൽ അതിനെതിരെ പ്രതികരിക്കാതെ അവരുടെ കൂടെ നിൽക്കുന്നവരും ഒരേ നിയമത്തിന് കീഴിലാണ് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ സമസ്തയിലുള്ള മുഴുവൻ ആളുകളും ഒന്നുകിൽ ലിസാനുൽ ഹാലിലോ അല്ലെങ്കിൽ ലിസാനുൽ ഖാൽ നാവുകൊണ്ടോ കളവ് പറയുന്നവരാണെങ്കിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, വളഞ്ഞ വടിക്ക് നേരെയുള്ള നേരം പ്രതീക്ഷിക്കുന്നത് വിഡ്ഢിത്തമാണ്. ഈ എ പി അബൂബക്കർ മുസ്ലിയാരെ പറ്റി നമ്മൾ കിതാബുകൾ പരിശോധിച്ചാൽ നമ്മളൊരു നിയമവും പറയുന്നില്ല. പക്ഷെ ഇമാമിങ്ങൾ പറഞ്ഞ ഒരു നിയമം പറയാതെ പോയിക്കൂടോ? പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പണ്ട് ഈ ആലിംബര ശേഖനെ ഈ വിമർശിക്കുന്ന സമയത്ത് ഒരു കള്ള ഇബാറത്ത് പറഞ്ഞിരുന്നു. ഞാൻ അങ്ങനെയല്ല, എല്ലാ ഇമാമിങ്ങളും പറഞ്ഞ ഒരു വിഷയമുണ്ട്. ഹബീബിന്റെ പേരിൽ ഒരൊറ്റ കളവ് പറഞ്ഞാൽ കാഫിറാവോ ഇല്ലോ എന്ന് തർക്കമുണ്ടെങ്കിലും അയാൾ ഫാസിഖാണെന്നതിൽ യാതൊരു തർക്കവുമില്ല. ഫാസിക്കിനോടുള്ള നിലപാട് അയാളോട് സലാം ചെല്ലൽ പറ്റില്ല, അയാളെ തൊഴിൽസ്കരിക്കാൻ പറ്റില്ല, അയാള് മതപരമായ ബന്ധം പറ്റില്ല. അതുകൊണ്ട് അത്തരം ഒരാളാണ് ഇതിന്റെ നേതാവ്. ആ വളഞ്ഞ വടിക്ക് നേരെയുള്ള നേടലുണ്ടാകുമെന്ന് അല്ലെങ്കിൽ അനുയായികളങ്ങ് ശുദ്ധിയായി പോയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കൽ വിഡ്ഢിത്തമാണ്. എന്നായാലും നമ്മൾ പറയുന്നത് അടച്ചു പറയുന്നില്ല. ആരെങ്കിലും ആ കൂട്ടത്തിൽ അറിയാതെ പെട്ടുപോയവരുണ്ടെങ്കിൽ അല്ലാഹു അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തൗഫീഖ് നൽകട്ടെ. പക്ഷേ ഇപ്പോൾ എല്ലാവരും അറിഞ്ഞുകൊണ്ട് ഇതിനു വേണ്ടി കൂട്ടുനിൽക്കുകയാണ്. ഏറ്റവും സങ്കടകരമായ കാര്യം, ഓരോ വർഷവും ഈ കളവിന് വാർഷികം കഴിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും പ്രവാചകൻ ഹബീബ് തങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരും ഇതിനെതിരെ ഈ ആയുസ്സുള്ള കാലത്തോളം പ്രതികരിക്കണമെന്നും അടുത്ത തലമുറയ്ക്ക് ഇത് കൈമാറണമെന്നും ഇവർ പറഞ്ഞത് തട്ടിപ്പാണെന്ന് അടുത്ത തലമുറയിലേക്ക് നമ്മൾ കൈമാറി ഈ തലമുറയുടെ ബാധ്യത നമ്മൾ നിർവഹിക്കണമെന്നും ഈ ദീനുൽ ഇസ്ലാമിന്റെ പേരിലും ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ പേരിൽ ഈ നമ്മളുണ്ടാക്കിയ ഈ കൂട്ടായ്മയുടെ പേരിലും അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ പരിപാടിയുടെ അവസാനത്തിനു വേണ്ടി ഇതിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിരുന്ന രാമന്തളി സാഹിബിനെ ഏൽപ്പിച്ചുകൊണ്ട് വിടവാങ്ങുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ ആസാറുകളുടെ എണ്ണവും കണക്കും വലിപ്പവും വ്യാപ്തിയും അങ്ങനെ പലതും ചർച്ചയിൽ വന്നു, നീളവും ഒക്കെ വന്നു. ഇനി നിഴലുണ്ടോ എന്നുള്ള ചോദ്യത്തിന് മറുപടിയായി കാന്തപുരം തന്നെ പരിശോധിക്കുന്ന ഫോട്ടോ നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ CD-യിലും വരും. അദ്ദേഹം പരിശോധിക്കുമ്പോൾ ഹസ്രജിയ പരിശോധിക്കുന്നത് നെഞ്ചത്തേക്കാണ് നിഴലടിച്ചത്. ഹസ്രജിന്റെ നെഞ്ചത്താ നിഴല്. ഫോട്ടോ ഉണ്ടോ? അവിടെ കാണുന്നുണ്ടോ? കണ്ടില്ലെങ്കിൽ CD-യിൽ വരും. അത് ഒരു പ്രധാനപ്പെട്ട സംഭവം ബാക്കിയുണ്ട്. അതോടെ ഇന്നത്തെ ഇവിടുത്തെ പരിപാടി അവസാനിപ്പിക്കാം. അതിനിടയിൽ എന്റെ ഓൺലൈൻ സുഹൃത്തുക്കളോടും എല്ലാവരോടും സൂചിപ്പിക്കാനുള്ളത്, ഈ ഇമാം ബുഖാരി സുന്നി മൂവ്മെന്റ് ഇതിന്റെ പ്രവർത്തനങ്ങൾ, ഇത്തരം പ്രചരണ പ്രവർത്തനങ്ങളാണ് കൂടുതലായും ഞങ്ങൾ നടത്തിവരുന്നത്. സംസ്ഥയുടെ 90-ാം വാർഷികം ആരും മറക്കരുത്. ആ വാർഷികത്തിൽ വെച്ച് ഇൻഷാ അല്ലാഹ് ഇതിന്റെ ഒരു ലഘുലേഖയല്ല വലുലേഖ തന്നെ ഇറക്കണമെന്ന് താല്പര്യമുണ്ട്. ഇൻഷാ അല്ലാഹ് ഇറങ്ങും. അങ്ങനെയുള്ള പദ്ധതികളൊക്കെ നടത്തുമ്പോൾ അൻസാറുമാഷുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സഹകരിക്കണമെന്നും അതിനിടയിൽ ഓർമ്മിപ്പിക്കുകയാണ്. കാന്തപുരം ഉസ്താദിന് മുടി കൊടുത്തു എന്ന് പറയുന്ന ഹസ്രജിയുടെ ശേഖരത്തിലെ മുടിക്കെട്ടുകളുടെ കഥ ഇവിടെ പറഞ്ഞു. ജാലിയവാലിയുടെ കയ്യിലുള്ള മുടിക്കെട്ടുകളുടെ കണക്കും പറഞ്ഞു. സമയമില്ലാത്തത് കൊണ്ടാണ് അമീർ ഫൈസി ഉസ്താദൊക്കെ പണ്ട് ബോംബെ പോയപ്പോൾ കുടുങ്ങിപ്പോയൊരു സമയമുണ്ട്. എന്താന്ന് ചോദിച്ചാൽ, ഇവര് 2 പെൻ ക്യാമറ കൊണ്ടുപോയി. ഒരു പെൻ ക്യാമറ പിടിക്കപ്പെട്ടു. അത് 2 ദിവസത്തിലാണ് പോയത്. അമീർ ഫൈസി ഉസ്താദുള്ള ദിവസമാണോ പിടിച്ചതെന്നറിയില്ല, അല്ല വേറെ ദിവസമാണ്. നമ്മളെ ശത്രുക്കളാണല്ലോ, പേരിൽ നമ്മൾ മിത്രക്കളായി. അന്ന് 2 ക്യാമറയിൽ ഒന്ന് പിടിച്ചു. പിടിച്ച ക്യാമറയിലുള്ള ദൃശ്യങ്ങളാണ് ഇത്രയും കാലം കണ്ടത്. പക്ഷെ 2ാം ക്യാമറയിലുള്ള ദൃശ്യങ്ങൾ ജാലിയവാലയുടെ പുത്രൻ ഇമ്രാൻ എന്റെ സുഹൃത്തു കൂടിയാണ്. ഇന്നും ഞങ്ങൾ നല്ല ബന്ധമുള്ള സുഹൃത്തുക്കളാണ്. ജാലിയവാലയുടെ ശേഷം ചിലപ്പോൾ അവകാശി ഇമ്രാനാണെങ്കിൽ ഇമ്രാന്റെ ശേഷം ഞാനാണാവുന്നതെങ്കിലോ. അപ്പൊ ഞങ്ങൾ നല്ല ബന്ധമുള്ള സുഹൃത്തുക്കളാണ്. അദ്ദേഹത്തെ കഴിഞ്ഞ ആ ശിലാസ്ഥാപനത്തിന് കൊണ്ടുവന്നത് തന്നെ എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഞാൻ തന്നെയായിരുന്നു. ആ ജാലിയവാലയുടെ പുത്രൻ അദ്ദേഹം ഈ പിടിച്ചെടുത്ത പെൻ ക്യാമറ അതിങ്ങനെ ഭദ്രമായി ബർക്കത്തിന് വേണ്ടി സൂക്ഷിച്ച പോലെ ഞങ്ങൾ പോയപ്പോൾ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഹമീദ് ഫൈസി ഉസ്താദ് പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ പോകുന്നത്.
അന്ന് അദ്ദേഹത്തിന് ലാപ്ടോപ്പ് ഇല്ലായിരുന്നു. ലാപ്ടോപ്പ് എന്റെ കയ്യിലുള്ളത് കൊണ്ട് എന്റെ ലാപ്ടോപ്പിൽ ഇത് കോപ്പി ചെയ്യാൻ വേണ്ടി തന്നു. ദുന്യാവിൽ ഇന്ന് അത് എന്റെ കയ്യിലേ ഉള്ളൂ, ജാലിയൻവാലിന്റെ മോന്റെ കയ്യിലും ഇല്ല. അത് ഞാൻ ഇന്നിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. സാധനം പ്രദർശിപ്പിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് തൽക്കാലം മറ്റൊരു വലിയ പരിപാടിയിൽ ഇൻഷാ അല്ലാഹ് വേറെ എവിടെയെങ്കിലും നമുക്ക് അത് ബാക്കി നോക്കാവുന്നതാണ്. അള്ളാഹുവിന്റെ ചിന്തിക്കണ ഈ വിഷയത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കളിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാ വഴിയും തുറന്നു തരികയാണ്. നമുക്ക് ഒന്നും ബാക്കി വെക്കാത്ത രൂപത്തിലേക്ക് കൃത്യമായ രേഖകളും തെളിവുകളാണ് തന്നത്. ജാലിയൻവാലിന്റെ വീട്ടിൽ പോയപ്പോ ഹമീദ് ഫൈസി ഉസ്താദ് 2.5 മീറ്റർ നീളമുള്ള മുടി കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലേ? അത് കണ്ടാളാ ഞാൻ. 2.5 മീറ്റർ നീളമുള്ള മുടി. കേരളത്തിലേക്ക് അദ്ദേഹം വരുമ്പോൾ അവിടെ സൂക്ഷിക്കുന്നത് സുരക്ഷിതമല്ല എന്ന് കരുതിയിട്ട് അദ്ദേഹത്തിന്റെ ഉപ്പയുടെ പെങ്ങളെ മകളോ മറ്റോ ആയ ഒരു വീട്ടിൽ കൊണ്ടുപോയി വെക്കാൻ എന്റെ തലയിലെ വെച്ച് അന്ന് എത്ര സമയം നടന്ന് എനിക്ക് ഇപ്പോഴും ഓർക്കാൻ കഴിയുന്നില്ല. അതാ നേരത്തെ ഞാൻ പറഞ്ഞത്, ഞങ്ങളെ കൊണ്ട് നിങ്ങൾ ആ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് ഉപ്പ് വെള്ളം കുടിപ്പിക്കും വരെ ഞങ്ങളിത് തുടരും ഈ സമരം, അല്ലാതെ ഞങ്ങൾ പോവില്ല. അപ്പൊ ഇദ്ദേഹത്തിന്റെ കയ്യിൽ മുടിയുണ്ട് എന്ന് നമ്മൾ പറഞ്ഞപ്പോ പേരോട് ചോദിച്ചു. ഒരു ചെറിയ കഷ്ണല്ലേ ഉസ്താദിന് കിട്ടിയിട്ടുള്ളൂ, പലതും പറയാണ് ഇവരെന്നൊക്കെ പറഞ്ഞ് പേരോട് ഊരി. പക്ഷേ എനിക്കൊരു നന്ദി, ആദ്യം ഒരു ബിഗ് താങ്ക്സ് ആൻഡ് നല്ലൊരു സല്യൂട്ട് നമ്മളെ പ്രിയപ്പെട്ട ഹാഫിദ് ഉസ്താദിനോട് ചെയ്യാനുണ്ട്. കാരണം അദ്ദേഹമാണ്, ഞാൻ മുമ്പ് പറഞ്ഞപ്പോൾ ഒരു വിവാദം ഉണ്ടായിരുന്നു, അദ്ദേഹം എനിക്ക് 50,000 രൂപ ചാനലിൽ കൊടുക്കാൻ തന്നു എന്ന് പറഞ്ഞു. എനിക്കെന്നല്ല, ചാനലിലെ വാടക, ക്യാമറമാൻ ഇവിടെ തന്നെ ഉണ്ട്, അതൊക്കെ പിടിച്ച് ഫിറ്റ് ചെയ്ത് ചാനലിൽ എത്തിച്ചതിന്റെ ആ കണക്ക് പറഞ്ഞിരുന്നു. അത് ഞാൻ ഇപ്പോഴും ആവർത്തിക്കുകയാണ്. അദ്ദേഹവും നിഷേധിച്ചിട്ടൊന്നുമില്ല. അത് നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ തന്നത് തന്നെയാണെന്ന് ആവർത്തിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിന് ഞാൻ സല്യൂട്ട് അടിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഇപ്പൊ ജാലിയൻവാലിനെ കൊണ്ടുവന്നപ്പോ തുറന്നു പറഞ്ഞിരിക്കുന്നു എത്ര സ്ഥലത്ത് ചുരുങ്ങിയത് ജാലിയൻവാല മുടി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. എന്നിട്ടും കെട്ടുകൾ ബാക്കി എന്ന് പറയുമ്പോ എണ്ണിക്കോളൂ നിങ്ങൾ എന്ന് പറയുന്നതോടൊപ്പം ഇതൊന്നും ഞാൻ ഈ പറയപ്പെട്ട ടീമിനോടല്ല ചോദിക്കുന്നത്, പേരോടും പൊന്മളിയും എപിയും ഒക്കെ ഇതിന് മറുപടി പറയണം. ഒന്നുകിൽ തുറന്നു പറയാ ജാലിയൻവാലയുമായി ഞങ്ങൾക്കൊരു ബന്ധവുമില്ലാന്ന്, അല്ലെങ്കിൽ ജാലിയൻവാലയുമായി ബന്ധമുണ്ടെന്ന് പറയണം. ആണും പെണ്ണും കെട്ട സ്വഭാവം കാണിക്കരുത്, ഹിജഡേസിയൻ നയം ഉണ്ടാവരുത്, നല്ല ആൺകുട്ടികളെ നയം സ്വീകരിക്കണം. ഹാഫിദ് പറയട്ടെ, അത് കേൾക്കുക, എന്നിട്ട് നമുക്ക് പിരിയാം. 5000-ഓളം പള്ളികളിലേക്ക് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ അവർ ഷാറും വാർക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വിവരം എത്തിപ്പെടും. 5000-ഓളം പള്ളികളിലേക്ക് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ അവർ ഷാറും വാർക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വിവരം. ഈ പള്ളിയിലൊക്കെയും ആളുകൾ വെച്ചിട്ടും സൂക്ഷിച്ചിട്ടും ഞാൻ ചെന്നപ്പോ മഹീം ഷരീഫ് പോകാൻ ജീവിച്ചിരുന്ന മഹാനായിരുന്നു മഹീം. കേട്ടല്ലോ നിങ്ങള്, ഒരുപാട് സ്ഥലത്തേക്ക് 5000-ഓളം പള്ളികളിലേക്ക് മുടി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞത് കാന്തപുരത്തെ സാക്ഷി നിർത്തിയിട്ടല്ല, ജാലിയൻവാലയെ സാക്ഷി നിർത്തിയിട്ടാണ് പ്രസംഗിച്ചത്. ആ സദസ്സിൽ അപ്പോഴും താടി മുഴിഞ്ഞിട്ടിരിക്കുന്നുണ്ട് ജാലിയൻവാല. നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, പണ്ടത്തെ ജാലിയൻവാല അല്ലേ ഇപ്പൊ താടിയുണ്ട്. മാറ്റങ്ങൾ പലർക്കും ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവാത്. അപ്പോ ഈ ജാലിയൻവാല അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇങ്ങനെ പോയാൽ ഞങ്ങൾ തിരുത്തിക്കേണ്ടതും വലിച്ചെറിയേണ്ടതും പിൻവാങ്ങേണ്ടതുമായ എല്ലാ സാധനത്തെയും ഇവിടെ നിന്ന് എടുത്തു മാറ്റുമെന്ന് ഉറപ്പാണ്. കാരണം ഞങ്ങൾക്ക് നേതൃത്വം നൽകി കടന്നുപോയത് നിഷ്കാമകർമ്മികളായ കാലത്തിന്റെ മുന്നിൽ നടന്ന് മാതൃക കാണിച്ച മഹത്തുക്കളാണ്. കാലത്തെ പിന്നോട്ട് വലിച്ച് കാലത്തെ വെച്ച് വിലപേശി ഭൂമിക്ക് വില പറഞ്ഞവരല്ല നിങ്ങളെ നയിച്ചത് മഹാന്മാരായ ഔലിയാക്കളാണെന്ന ഓർമ്മ ഞങ്ങൾക്കുണ്ട്. ഈ സദസ്സിനു വേണ്ടി ഇത്രയുമേറെ സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കാൻ വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഒരു ചെറിയ വിശദീകരണം. ഈ രാമന്തളി ആ ഭാഗത്ത് നമ്മൾ ഈ ഭാഗത്തുള്ളൂ. ശരിക്കും കൂടുതൽ ആശയങ്ങൾ നടത്താൻ പറ്റിയിട്ടില്ല. ഈ ഞാൻ പോയ സമയത്ത് പിടിച്ച ഒരു പെൻ ക്യാമറ തന്നു. അദ്ദേഹം സംശയം പറഞ്ഞു പോയ സമയത്ത് ഇതാണോ. ഞാൻ പോയ സമയത്ത് വിവാദങ്ങളൊന്നുമില്ല. ഞാനും
എല്ലാ സാധനങ്ങളും കാണിച്ചെന്ന് രാത്രി വീണ്ടും ചെല്ലാൻ പറഞ്ഞ് വിശദമായിരുന്ന് കാര്യങ്ങളൊക്കെ വാങ്ങി വളരെ സുന്ദരമായിട്ട് ഫോട്ടോ എടുക്കരുത് പറഞ്ഞു. നമ്മൾ പെൻ ക്യാമറ ഒന്നും വെച്ചിട്ടില്ല, ഹിഡൻ ഒന്നും വെച്ചിട്ടില്ല. അപ്പൊ ആ സാധനം തരുന്നതും ഇങ്ങനത്തെ ചില്ലറ ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചു. ഇങ്ങനെ അരാജകമായി ഇങ്ങനെയൊക്കെ എടുത്ത് അന്തസ്സായി നാട്ടിലേക്ക് പോകുന്നതാണ്. പിന്നെ ഒരു ഗ്രൂപ്പ് ഇത് കേട്ടാൽ എന്നിട്ട് എന്ത് ചെയ്തു, ഹിഡൻ ക്യാമറ ഒക്കെ ഇതൊക്കെ നന്നായി എടുക്കാൻ വേണ്ടി പോയ കൂട്ടത്തിൽ ഒരാളതാണ് പെൻ ക്യാമറ പിടിച്ചത്. അങ്ങനെ ഒരു ക്ലിയർ ചെയ്യാൻ കാര്യം. എന്തായാലും ആ ക്യാമറയിലുള്ള ദൃശ്യങ്ങൾ സമസ്തക്കെതിരല്ല. അത് ജാലിയൻവാല കുടുംബത്തിന്റെ സൂക്ഷിപ്പിന്റെ ഏറ്റവും വലിയ ഏറ്റവും നല്ല തെളിവുകൾക്ക് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് ലഭിച്ചിരിക്കുന്നത്. അള്ളാഹു അദ്ദേഹത്തിനും നമ്മുടെ ഉസ്താദുമാർക്കൊക്കെ ദീർഘകാലം ഇനിയും ഈ ജിഹാദ് തുടരാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് നന്ദി ക്ഷണിക്കും.